ദൈവത്തിൻ്റെ പുണ്യതിരുനാമം നല്ല സന്ധ്യാവേളയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആദരണീയരായ കർത്താവിൻ്റെ ഭൃത്യന്മാർ, നല്ല ഗാനങ്ങൾ പാടി കർത്താവിൽ നമ്മെ സന്തോഷിപ്പിക്കുന്ന കൊയർ ടീം, ശബ്ദസീമയ്ക്കുള്ളിൽ ഞങ്ങൾ ശ്രമിക്കുന്ന സഹൃദയരും നല്ലവരും സ്നേഹിതരുമായ മരിയാപുരം ദേശനിവാസികൾ, കർത്താവിൻ്റെ മഹത്വമാർന്ന വേലയിൽ രാവും പകലും അധ്വാനിക്കുന്ന വിലപ്പെട്ട ദൈവത്തിൻ്റെ ഭൃത്യന്മാർ, മീഡിയ ഓൺലൈനിൽ കൂടി ലോകരാജ്യങ്ങൾ ഞങ്ങളെ സാഗൂതം ശ്രദ്ധിക്കുന്ന മാന്യ പ്രേക്ഷകർ, ആലയത്തിൻ്റെ ഉള്ളിൽ ഉപോഷ്ടരായിരിക്കുന്ന മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, സഹോദരി സഹോദരന്മാർ, എല്ലാ പ്രിയമക്കൾക്കും സന്ധ്യയെങ്കിൽ ഒരിക്കൽ കൂടി പുനരാഗമിപ്പാൻ കൊതിക്കുന്ന ക്രിസ്തുവേശുവിൻ്റെ നാമത്തിലുള്ള ധന്യവന്ദനത്തെ ഞാൻ പ്രകാശിപ്പിക്കുന്നു. നിർമ്മലമായ തിരുവെഴുത്തും യേശു ക്രിസ്തുവിലുള്ള സാക്ഷ്യവും നിമിത്തം സന്ധ്യയെങ്കിൽ വചനവുമായി നിൽപ്പാൻ കൃപാലുവായ ദൈവം എളിയവൻ ഒരു ദിനം കൂടി തന്നതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. ഇവിടെ നടക്കുന്ന 10 ദിന കൺവെൻഷൻ കൂട്ടങ്ങളുടെ അവസാന 2 ദിനങ്ങളിലും വചനപ്രഘോഷണത്തിന് ക്ഷണിച്ച കർമ്മേൽ ചർച്ചിൻ്റെ ലീഡറായി സേവനമനുഷ്ഠിക്കുന്ന ബഹുമാനപ്പെട്ട സനൽപാസ്, കർത്താവിൽ പ്രിയ അനുഗ്രഹിക്കപ്പെട്ട മരിയാപുരത്തെ ദൈവത്തിൻ്റെ വേലക്കാരൻ, അദ്ദേഹത്തെ ഓർക്കുന്നു. അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മരുമകനായി പ്രിയ ഉണ്ണിക്കുട്ടൻ, അവരെല്ലാം ഓർക്കുന്നു. യോഗത്തിന് ക്ഷണിച്ച സഭാമക്കളോടുള്ള അകമഴിഞ്ഞ നന്ദിയെ രേഖപ്പെടുത്തുന്നു. ദൈവം എല്ലാ മക്കളെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. അനവധി കർത്തൃദാസന്മാർ ഇന്ന് രാത്രി ഇതിൻ്റെ നടുവിലായിരിക്കുന്നു, അവരെ ഓർക്കുന്നു. നല്ല ഗാനങ്ങൾ പാടി കർത്താവിൽ നമ്മെ സന്തോഷിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട സാംബാസ് കുടുംബം, വർഷങ്ങളായി കർത്തൃബേലയിൽ എന്നോടൊപ്പം ആയിരിക്കുന്നവരും ഈ രാത്രി ഉണ്ട്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നലെ രാത്രി ഒരു ഭാഗം നാം പ്രസംഗിച്ചു, G7 ഉച്ചകോടിയും വരാൻ പോകുന്ന കാലം. അതിൻ്റെ 2ാം ഭാഗം വെളിപ്പാട് പുസ്തകത്തിലേക്കായിരിക്കും. ഇന്നലെ രാത്രി നാം തൊട്ടുവെച്ച ദാനിയേൽ പ്രവചനം, ദാനിയേൽ 8, 23, 24, 25 അവരുടെ രാജ്യത്വത്തിൻ്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായബുദ്ധിയുമുള്ള രാജാവ് എഴുന്നേൽക്കും. അവൻ്റെ അധികാരം വലുതായിരിക്കും, സ്വന്തം ശക്തിയാലല്ല, പിശാച് അതിനധികാരം കൊടുക്കും. അപ്പോൾ ഒരു മൃഗം എപ്പോൾ വരും? ദാനിയേൽ പ്രവചനം 7:2 വായിച്ചു. മഹാസമുദ്രത്തിന് നേരെ 4 കാറ്റടിക്കുന്നത് ഞാൻ കണ്ടു. തമ്മിൽ ഭേദിച്ച് നിൽക്കുന്ന 4 മഹാമൃഗങ്ങൾ ഭൂമിയിലേക്ക് കയറുന്നു. അതാ 1 ബാബേൽ, 2 മേദ്യ പാർസ്യ, 3 ഗ്രീസ്, 4 റോമാ സാമ്രാജ്യം. അത് കഴിഞ്ഞ് കാലിൻ്റെ തുടയും ഇരുമ്പും കളിമണ്ണും. 7ാമതായി എതിർ ക്രിസ്തുവിൻ്റെ സാമ്രാജ്യം. 7 8 എന്നൽ രായിച്ചു. രാത്രി ദർശനത്തിൽ ഘോരവും ഭയങ്കരവും 4ാമതുമായൊരു മൃഗത്തെ ഞാൻ കണ്ടു. അതിന് മുമ്പേ കണ്ട മൃഗങ്ങളിൽ വെച്ച് വ്യത്യാസം, ഉലക ഭരണാധികാരികൾ വെച്ചവന് വ്യത്യാസം. തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു. മുമ്പേ കണ്ട മൃഗങ്ങളിൽ വെച്ച് ഇത് വ്യത്യാസം. ഇതിന് 10 കൊമ്പുണ്ടായിരുന്നു. ഇന്ന് രാത്രി അതിലേക്കാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ ഒരു ചെറിയ കൊമ്പ് മുളച്ചു. അതായി ഇറ്റലി നേതൃത്വം കൊടുത്തുകൊണ്ട് ഒരു ഭരണം വത്തിക്കാൻ്റെ നേതൃത്വത്തിൽ വരും. അതിനാൽ മുമ്പിലത്തെ മുമ്പ് 3 പേരോടെ പറഞ്ഞുപോയി, രാജാധിപത്യവും ജനാധിപത്യവും ഏകാധിപത്യവും. അതിനോടനുബന്ധിച്ച് ലോക സാമ്രാജ്യം ഒരു കുടക്കീഴിൽ ഇന്നലെ രാത്രി കൊണ്ട് അവസാനിച്ചു. G7 ഉച്ചകോടി. ലോകം ഒരുവൻ്റെ കയ്യിലേക്ക് ഭരണം കൊടുക്കുവാൻ നേതാക്കൾ താല്പര്യപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ഒരുവൻ ഭരണത്തിൽ വന്നാൽ ആദ്യം എന്ത് സംഭവിക്കും? നിയമത്തെ മാറ്റിക്കളയും. ദാനിയേൽ പ്രവചനം 7:24-25 അവൻ അത്യുന്നതന് വിരോധമായി വമ്പ് പറയുകയും അത്യുന്നതൻ്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുകയും സമയത്തെയും നിയമങ്ങളെയും അവൻ മാറ്റും. കാലവും കാലങ്ങളും കാലാംശവും ലോകം അവൻ്റെ കയ്യിൽ കൊടുക്കും. വിവാഹമില്ലാത്ത കാലം, ഒരു കുഞ്ഞിന് 2 അമ്മ, ഒരു കുഞ്ഞിന് 2 അപ്പനൊക്കെ വരുമെന്ന് രാത്രി ബൈബിളിൽ കൂടി നിങ്ങളോട് പ്രതിപാദിച്ചു. അപ്പോൾ തന്നെ ലോകരാജ്യങ്ങൾ കൊലപാതകങ്ങൾ പെരുകുന്നു. മർക്കോസ് 13:12 എന്നാൽ രാത്രി കുഞ്ഞ് വായിച്ചു, അപ്പൻ മകനെയും മകൻ അപ്പനെയും അമ്മയപ്പന്മാരെ മക്കൾ കൊല്ലുന്നൊരു കാലം വരും. ഇത് ദുഷ്കാലം. അങ്ങനെയെങ്കിൽ ഹി വിൽ ടേക്ക് ഇറ്റ് ദ ലാൻഡ് ഓർഡർ. നിയമത്തെ കഠിനമാക്കുന്നൊരു ഭരണാധികാരി വരുന്നു. അവൻ വരുന്നതിന് മുമ്പ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നീതിയോടെ ഈ ഭൂതലത്തെ ഭരിക്കും. അവൻ്റെ പ്രഭുക്കന്മാർ നേരോടെ ന്യായം വിധിക്കും. അത്ഭുതമന്ത്രി, വീരനാം ദൈവം, സമാധാനത്തിൻ്റെ പ്രഭുവായി, രാജാക്കന്മാരുടെ രാജാവായി കർത്താവ് വരും. 2 ഒരതിതീവ്രമായ സംഘടന IS വരുമെന്ന് ദാനിയേൽ മുട്ടുമടക്കുമ്പോൾ, ദാനിയേൽ പ്രവചനം 9 അവൻ മുട്ടുമടക്കുന്നു. തകർന്നു കിടന്ന യെരുശലേമിനെ നോക്കിക്കൊണ്ട് ധാർ പണിയും. അതിന് നിൻ്റെ ജനത്തിനും യെരുശലേമിൻ്റെ പുനർനിർമ്മാണത്തിനും 7 ആഴ്ചവട്ടം അല്ലെങ്കിൽ 70 ആഴ്ചവട്ടം യോബേൽ സംവത്സരം. ഇന്നലെ ദാനിയേൽ 9:25 അഭിഷിക്തൻ ഛേദിക്കപ്പെടും. അതാ കാൽവറിയിൽ യേശുവിൻ്റെ പരമയാഗം. അവൻ ആരുമില്ലെന്ന് പറയും, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? അപ്പോൾ ഇതെല്ലാം ഇവിടെ നടക്കും. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടജനം, ആൻറ്റി ക്രൈസ്റ്റിൻ്റെ മിലിറ്ററി വരും. എതിർ ക്രിസ്തു, തുമ്പുകെട്ടയുടെ വരുവാനിരിക്കുന്ന പ്രഭു, അധർമ്മത്തിൻ്റെ മർമ്മം, ഇതെല്ലാം അവൻ്റെ പേരാ.
പ്രഭുവിൻ്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. പള്ളിക്കും ബോംബ് വെക്കും, ടൗണിലും ബോംബ് വെക്കും. IS ഇന്നലെ ഇവിടുത്തെ ബോംബ് സ്ഫോടനങ്ങളെല്ലാം നിങ്ങളുടെ മുൻപിൽ നിരത്തി. അവസാനമായി ഇപ്പോൾ ഹമാസിൻ്റെ ഇടയിൽ അവർ നുഴഞ്ഞു കയറി. അതാ ഇസ്രയേലിനകത്ത് മനുഷ്യൻ്റെ തലയിറക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടു. അനവധി പെൺകുട്ടികളുടെയും ഇസ്രയേലിനകത്തും ഇവർ നുഴഞ്ഞു കയറി. അങ്ങനെയെങ്കിൽ ISനകത്തുള്ളവരെല്ലാം ഇന്നലെ നിരത്തി. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ISൻ്റെ മിലിറ്ററി ഇവിടെ വരും. അവർ കൈവിടപ്പെട്ടു പോകുന്നവരുടെ കഴുത്തറുത്ത രക്തം താഴെ വീഴും. എന്നാൽ ആ രക്തം താഴെ വീഴുന്നതിന് മുമ്പ് യേശുവിൻ്റെ ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവ കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ യേശു മധ്യാകാശത്തിൽ വരും. ഒക്ടോബർ 7 ഇസ്രയേൽ ഒരു മറുപടിയെങ്കിൽ ഈ വർഷം ലോകരാജ്യങ്ങൾ ISൻ്റെ ആക്രമണം നടക്കും. യോഹന്നാൻ 16:2 ഇന്നലെ കുഞ്ഞ് വായിച്ചു. യോഹന്നാൻ 16:2 ഇന്നലെ നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാട് കഴിക്കുന്ന നാഴിക വരും. അവർ നിങ്ങളെ പള്ളി ഭ്രഷ്ടരാക്കും. പള്ളികളിൽ ആരാധന ഇല്ലാത്തൊരു കാലം വരും. മനുഷ്യൻ്റെ തലയിൽ ഷോള് കൊണ്ട് ISൻ്റെ തീവ്രവാദികൾ മനുഷ്യനെ കഴുത്തിറക്കും. അതെല്ലാം ഇവിടെ നടക്കുന്നതിന് മുമ്പ് വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പീൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. വരാമെന്ന് പറഞ്ഞ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മധ്യാകാശത്തിൽ വരും. ഒരിക്കൽ കൂടി മര്യാപുരത്തോട് ഈ രാത്രിയും കാലം അതിൻ്റെ അന്ത്യത്തിൽ, യുഗം അതിൻ്റെ പരിസമാപ്തിയിൽ, ദിനങ്ങൾ അതിൻ്റെ കടശി ദിനങ്ങളിലേക്ക് ഒരു ഘടികാരത്തിലെ സൂചി ചലിക്കുന്നത് പോലെ അന്ത്യകാല സംഭവങ്ങൾ കണ്ണിന് മുൻപിൽ കാണുമ്പോൾ അകത്തളത്തിനകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ മണ്ണാകുന്ന മായ വിട്ട് അനന്തനിത്യയുടെ കവാടങ്ങൾ തുറക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രതിഫലവുമായി എൻ്റെ നാഥൻ മധ്യാകാശത്തിൽ വരുമെന്ന് വചനമേറ്റെടുത്ത ദൈവ കുഞ്ഞുങ്ങൾ ഇന്ന് രാത്രി പറയും. ലോക സംഭവങ്ങൾ കാണുമ്പോൾ, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പെടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന് തലകളെ ഉയർത്തുകയും കാത്തിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. മര്യാപുരം ബ്ലാത്താങ്കരി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. വായിക്കാം വിശുദ്ധ വെളിപ്പാട് പുസ്തകം. എവരി ഓപ്പൺ യുവർ ബൈബിൾ, ബുക്ക് ഓഫ് റിവലേഷൻ ചാപ്റ്റർ 3 വേഴ്സ് 10 and 11. വെളിപ്പാട് 3, 10, 11 വാക്യങ്ങൾ കുഞ്ഞു വായിച്ച് സഹായിക്കും. വെളിപ്പാട് 3, 10, 11 വാക്യങ്ങൾ വായിച്ചിട്ട് ദൈവസഭയ്ക്കുള്ള ദൂത, സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലൊരു പരീക്ഷാകാലം വരും. ഭൂതലത്തിലെല്ലാം വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഞാൻ വേഗം വരുന്നു. മര്യാപുരം ദൈവമക്കളെ, അടുത്ത വാക്ക്, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. സഹിഷ്ണുതയുടെ എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂതലത്തിലെങ്ങും വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഇതാ ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ നിനക്കുള്ളതിന് മുറുകെ പിടിച്ചുകൊള്ളുക. കണ്ണുകൾ ഒരു നിമിഷം മൂടാൻ ലഭിക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ 10ാമത് രാത്രി തിരുസന്ധിയിൽ നമ്മളെ സമർപ്പിക്കാം. സ്തുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന നല്ല ദൈവം, ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്ന പ്രിയർ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട്. ചതഞ്ഞ ഓടമുടയ്ക്കാത്ത നല്ല ദൈവം, പുകയുന്ന തിരികെ കെടുത്താത്ത നല്ല ദൈവം, ആവശ്യഭാരങ്ങളെ പ്രവർത്തിക്കുവാൻ കരുണാമയനായ ദൈവത്തിൻ്റെ കരം ഇന്ന് രാത്രി ചലിക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പഴയ നിയമത്തിൻ്റെ മരണത്തിൻ്റെ നദിയായ യോർദാൻ്റെ പക്കത്താരെങ്കിലും കാൽ ചവിട്ടിയ കാലക്കലിനകത്ത് പുകഴിഞ്ഞുകൊണ്ട് അവർ മരണം ഭരിക്കുക. പഴയ നിയമത്തിലൊരു വിമോചകനാണ് മോശ. എന്നാൽ മോശ കാലത്തിൻ്റെ അവനികക്കകത്ത് മാറ്റപ്പെട്ടു പോയി. ഒരുവൻ്റെ കയ്യിലേക്ക് ഇസ്രായേലിൻ്റെ പാളയത്തിൻ്റെ ചുമതല വന്ന അവൻ്റെ പേരാ യോശുവ ദൈവസന്നിധിയിൽ പറഞ്ഞ, കർത്താവേ എന്നെ കൊണ്ടൊന്നും നടക്കത്തില്ല. സ്വർഗം ഒരു കാര്യം പറഞ്ഞു, മോശയോട് കൂടെ ഇരുന്നത് പോലെ എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഇന്ന് രാത്രി PhD അല്ല വലുത്, ഡോക്ടറേറ്റ് അല്ല വലുത്, മോശയോട് കൂടെ ഇരുന്നത് പോലെ എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. വചനത്തിൻ്റെ ധ്വനി കേട്ട് യോശുവ പാളയത്തിന് നേതൃത്വം കൊടുത്തു. 4 കാര്യം അവനിവിടെ ചെയ്തു. 1 വചനം കൊടുത്തു, 2 വിശുദ്ധിയോട് പറഞ്ഞു, 3 ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചു, 4 പ്രവചനം പറഞ്ഞു. യഹോവ നമ്മുടെ ഇടയിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കുക. പിറ്റേന്ന് പ്രഭാതത്തിൽ നിയമത്തിൻ്റെ പെട്ടകവുമായി ദൂതന്മാർ യാത്രയായി ആർത്തലച്ചൊടുക്കുന്ന യോർദാൻ്റെ കാലുകൾ മുങ്ങുന്ന സ്ഥലത്ത് വന്നപ്പോൾ നിയമത്തിൻ്റെ പെട്ടകം അവരുടെ തോളിലിരുന്നു. അവർ സ്വർഗത്തോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ സ്വർഗം ഒരു അത്ഭുതം ചെയ്തു. കിഴക്കരാമ്പായിൽ കിലോമീറ്ററുകൾക്കപ്പുറത്ത് വെള്ളത്തെ ചിറ പോലെ കെട്ടി നിർത്തി. ഇന്ന് രാത്രി 10ാമത് കൺവെൻഷൻ്റെ 10ാമത് രാത്രി നിന്നെ മറുകര കടത്താതെ യോഗത്തിൻ്റെ യോർദാനുകൾ നിനക്കെതിരെ, കടഭാരത്തിൻ്റെ യോർദാനുകൾ നിനക്കെതിരെ, പാപിക്കെതിരെ പോരാടുന്ന യോർദാനുകളെ തകർക്കുക. ഇന്ന് രാത്രി തോളത്തല്ല പെട്ടകം നിന്റെ അകത്ത് അഭിഷേകമുള്ളവൻ
കാൽ ചവിട്ടുമ്പോൾ ശബ്ദരാധിക ജാന പൗടാരവ ശംദുര് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ വാഴ്ചകളെയും അധികാരങ്ങളെയും അന്ധകാരത്തിന്റെ പോരുകളെയും കാൽവരുടെ കൊലക്കളത്തിൽ തകർത്തുയർത്തെഴുന്നേറ്റ യേശുവിന്റെ നാമം ഇന്ന് ഈ കൺവെൻഷൻ കൂട്ടങ്ങളുടെ രാത്രിയെ കർമ്മയിലകത്ത് വെളിപ്പെടുമ്പോൾ കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിന്റെ കുടുംബത്തിനകത്ത് മന്ത്രവാദി കെട്ടിയ ബന്ധനങ്ങൾ തകർക്കുവാൻ ആ വിചാരക്കാർ കെട്ടിയ ഹല്ലേലൂയാ ഹല്ലേലൂയാ ശക്തികളെ തകർക്കുവാൻ എന്ന് രാത്രി നിന്റെ മേൽ ഒരു അമിതബലം വെളിപ്പെടുന്ന രാത്രിയാ. എത്ര പേർക്ക് കാര്യം മനസ്സിലാവുന്നു? നാളുകളായി നിന്നെ മറുകര കടത്താതെ ഇസ്രായേലിന്റെ പാളയത്തിനകത്ത് മരണനദിയായി യോർദാന്റെ ഒഴുക്കിനെ മാറ്റുക. സ്വർഗത്തിന്റെ കരം ഈജിപ്തിലെ അരാബായിൽ വെളിപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി നിന്റെ ശാപങ്ങളെ തകർക്കുക, നിന്റെ രോഗങ്ങളെ തകർക്കുക. 10ാമത് കൺവെൻഷൻ രാത്രിക്കകത്ത് നീ കരമടിച്ച് ആരാധിക്കുമ്പോൾ ഒരു അത്ഭുത വിടുതൽ നിന്റെ കുടുംബത്തിനകത്ത് നടക്കുക. ഇസ്രായേലിന്റെ പാളയത്തിനകത്ത് ഇറങ്ങി വന്ന കരം ഇന്ന് രാത്രി എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. ഇടുക്കി മൂലമറ്റത്തൊരു ടർബൈൻ കറങ്ങുമ്പോൾ ഉദയൻകുറങ്ങളെ പട്ടണത്തിൽ ഒരു ലൈറ്റ് കത്തുമെങ്കിൽ അതിലും വേഗത്തിൽ സഞ്ചരിക്കുന്ന ദൈവത്തിന്റെ വചനം, ജീവിപ്പിക്കുന്ന വചനം, ജീവൻ ഉളവാക്കുന്ന വചനം, സന്ധികളെയും മഞ്ചകളെയും ചലിപ്പിക്കുന്ന വചനം, ഇല്ലായ്മയിൽ നിന്ന് സകലത്തെയും വിളിച്ചുളവാക്കുന്ന പവർ ഓഫ് ദ വേർഡ് ഓഫ് ദ ഗോഡ്, ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ഇൻ ദ ലാസ്റ്റ് ഡേ ഇൻ ദ കൺവെൻഷൻ കൂട്ടങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ ഈ ഹല്ലേലൂയ ഈ ചർച്ചിനകത്ത് ആരാധിക്കുമ്പോൾ കിലോമീറ്ററുകൾക്കപ്പുറത്ത് ദൈവത്തിന്റെ കരം ഇറങ്ങി വരുക. ഇസ്രായേലിന്റെ പാളയത്തിനകത്ത് ഇറങ്ങി വന്ന കരം ഇന്ന് രാത്രി എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. വിശ്വസിച്ചാൽ ഇന്ന് രാത്രി നീ ദൈവത്തിന്റെ മഹത്വം കാണും. കരുണാമയനും നിത്യനും നീതിമാനുമായി ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനി വാഴ്ത്തുന്നു. വെയിലാറിയ സമയത്ത് ഏതെന്റെ പർദീസയിൽ തന്റെ മക്കളുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന് കരം തൊട്ട് അനുഗ്രഹിച്ച പൊന്നു കർത്താവ്, ഈ രാത്രി കൺവെൻഷൻ കൂട്ടങ്ങളുടെ അവസാന രാത്രി ഞങ്ങളുടെ നടുവിൽ അങ്ങ് ഉലാവുന്നതിനായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. അപ്പച്ചന്റെ തിരുക്കരം ഇന്ന് രാത്രി ഇതിനകത്ത് വെളിപ്പെടുന്ന രാത്രിയായി മാറട്ടെ. വേദനയോടെ വന്ന കുഞ്ഞുങ്ങളുടെ വേദനകൾ മാറുവാൻ, ദുഃഖത്തോടെ വന്ന മക്കളുടെ ദുഃഖങ്ങൾ മാറുവാൻ, പ്രയാസത്തോടെ വന്ന കുഞ്ഞുങ്ങളുടെ പ്രയാസങ്ങൾ മാറുവാൻ അടിപ്പിണറിന്റെ കരം ഈ രാത്രി വെളിപ്പെടട്ടെ. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാൾ നാഥൻ ചൊല്ലി ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കലേക്ക് വരട്ടെ. തിരുവെടുത്ത് ചൊല്ലുന്നത് പോലെ ഇന്ന് രാത്രി വിശ്വസിക്കുന്നവന്റെ അകത്തുന്നത് അനുഗ്രഹത്തിന്റെ നദി ഒഴുകട്ടെ, ജീവജല നദി ഒഴുകട്ടെ, പുറപ്പാടിന്റെ നദി ഒഴുകട്ടെ, അത്ഭുത രോഗശാന്തിയുടെ നദി ഇന്ന് രാത്രി ഒഴുകട്ടെ. ഒരു മഴ പെയ്തിറങ്ങുമ്പോൾ കുറ്റിച്ചെടികൾ മുളയ്ക്കുന്നത് പോലെ ദേശത്ത് വിതറിയ വചനം കേട്ടുകൊണ്ട് ചില കരങ്ങൾ യേശുവിന് വേണ്ടി ഉയരുക എന്ന് രാത്രി ഞങ്ങൾ അപ്പച്ചനോട് പ്രാർത്ഥിക്കുന്നു. ഒരു കാര്യത്തിന്റെ ആരംഭത്തെക്കാൾ അതിന്റെ അവസാനം നല്ലതെന്ന് പോലെ കാട്ടത്തിയുടെ പാരമ്പര്യത്തിരുന്ന സഖായിയുടെ വീട്ടിനകത്തിന്റെ യേശു ഇറങ്ങിയപ്പോൾ ആ കുടുംബത്തിന് രക്ഷ കൈവന്നതുപോലെ 10ാമത് ദിവസം ചില കുടുംബങ്ങൾ കരമുയർത്തി യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ പിൻപിലായിരിക്കുന്ന എല്ലാ മക്കളും ദൈവത്താൽ കാക്കപ്പെടണം. ശബ്ദം, വെളിച്ചം, പ്രകൃതി, കടന്നു വന്ന കുഞ്ഞുങ്ങൾ, സഭകൾ, മക്കൾ എല്ലാം ദൈവത്താൽ കാക്കപ്പെടും. ഒരു രാത്രി കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു. ഈ രാത്രി വചനത്തിന്റെ പൊരുളുകൾ എത്തിരിക്കണം. ഞങ്ങളുടെ പേര് പ്രശസ്തി ഈ രാത്രി ഉയരുത്. ക്രൂശിക്കപ്പെട്ട നാഥന്റെ നാമം മാത്രം ഉയരണം. മക്കളെല്ലാം വിടുതലോടെ കടത്തിവിടും. മഹത്വവും പുകഴ്ചയും അങ്ങയ്ക്ക്. പ്രാർത്ഥന മാനിച്ചതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ ധന്യ നാമത്തിൽ തന്നെ ആമേൻ. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഉണർവോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. വിശുദ്ധ ബൈബിളിലെ പുതിയ നിയമത്തിൻ്റെ അവസാന പുസ്തകം വെളിപ്പാട് പുസ്തകം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ 260 അധ്യായങ്ങൾ, 31,173, 39 പഴയ നിയമഗ്രന്ഥങ്ങൾ, 27 പുതിയ നിയമപുസ്തകങ്ങൾ, അവസാന രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥം വെളിപ്പാട്. മത്തായി, മർക്കോസും ലൂക്കോസും യോഹന്നാനും സുവിശേഷത്തിൻ്റെ ഏടുകൾ മശിഹാത്വവും ദാസത്വവും ദൈവത്വവും പുത്രത്വവും. അതിനോടനുബന്ധിച്ച് 2ാമത് വരുന്ന അപ്പോസ്തല പ്രവർത്തികൾ സഭയുടെ ചരിത്രമാണ്. 3ാമത്തെ ഭാഗം വരുന്നു. അതിനോടനുബന്ധിച്ച് വലിയ ലേഖനങ്ങൾ. അതിൻ്റെ പ്രത്യേകത ഏതൊക്കെയാണെന്നറിയാമോ? വലിയ ലേഖനങ്ങളുടെ പ്രത്യേകത റോമ, കോരിന്ത്യ, തെസലോനിക്ക, തീമോഥെയോസ്, എബ്രായർ, എഫേസ്യർ. ഇതെല്ലാം രക്ഷയും മാനസാന്തരവും സ്നാനവും വേർപാടും വിശുദ്ധിയും വരുവാനിരിക്കുന്ന നിത്യത. 4ാമത്തെ ലേഖന പരമ്പര ചെറിയ ലേഖനങ്ങൾ. 1 പത്രോസും 2 പത്രോസും, 1 യോഹന്നാനും 2 യോഹന്നാൻ, 3 യോഹന്നാൻ, തീത്തോസും ഫിലോമോനും യാക്കോബും യൂദായും. വരാനിരിക്കുന്ന കാലം, എതിർ ക്രിസ്തുവിൻ്റെ രംഗപ്രത്യക്ഷത, കൈവിടപ്പെട്ടു പോകുന്നവരുടെ ന്യായവിധി. ഇതെല്ലാം കണ്ട് യൂദ എഴുതുന്നു. ആദം മുതൽ 7ാമനെ ഹാനോക്ക് ഇങ്ങനെ പ്രവചിച്ചു. കാത്തിരിക്കുന്ന തൻ്റെ ഭക്തന്മാരെ ചേർക്കുവാൻ 1000 വിശുദ്ധന്മാരുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. അതുകൊണ്ട് സംഭാഷണം നെഞ്ചുകീറിപ്പാടും പരിശുദ്ധൻ മഹോന്നത ദേവൻ കോടാനുകൂടി ദൂതന്മാരുമായി കാന്തൻ മധ്യാകാശത്തിൽ. തീർന്നില്ല.
ഇനി ലോകം ഇന്നത്തെ ക്ഷാമം, ഭൂകമ്പം, പാലക്കാട്, തൃശ്ശൂർ, കുവൈറ്റിൽ തീ, ബഹറിനിൽ തീ, കൽക്കട്ടായി തീ, ഇസ്രയേലിലും തീ, ശകലത്തിലെത്തും തീ വരുന്നു. മനുഷ്യന് സ്വസ്ഥതയില്ലാത്ത കാലം. അപ്പോൾ ഇന്ന് ലോകരാജ്യങ്ങൾ പറയുന്നു ഇനി വരാൻ പോകുന്നു പക്ഷിപ്പനി, ഭയങ്കര വൈറസ് അടിക്കുന്നു, പക്ഷിപ്പനി വരാൻ പോകുന്നു. അതോടൊപ്പം വേറെയും സംഭവം വരുന്നു. ഇന്ന് മൈക്രോസോഫ്റ്റ് പറയുന്നു അനവധി വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച ഡിനോസർ അത് ഭൂമിക്കടി കിടപ്പുണ്ടെന്ന്, അതിൻ്റെ ശവശരീരം അത് ചീഞ്ഞളിഞ്ഞ് കിടക്കുമെന്ന്, അതിനകത്ത് വൈറസ് ഉണ്ടെന്ന്. ഇനി ഭൂമി പടുപടെ പൊട്ടിയാൽ കടികിടെ കീറിയാൽ ആ വൈറസ് ഇറങ്ങി വന്നാൽ മനുഷ്യകുലത്തിന് നാശം. അതിനിപ്പോഴേ പേര് ടെക്സ് വൈറസ്. ഇതൊക്കെ ലോകത്തിൽ ആഞ്ഞടിക്കും. അപ്പോൾ സുവിശേഷകർ വചനം വിടും, വിശ്വാസികൾ പിന്നെ ചർച്ചിലോട്ടും വരത്തില്ല. അതിന് തുടക്കം അമേരിക്കയും ബ്രിട്ടനും ഒക്കെ ഉള്ള പള്ളിയെല്ലാം വിറ്റ് കാശ് മേടിക്കുന്നു. സ്വോത്രം ആളില്ലാത്തതുകൊണ്ട്. ഇന്ത്യയിലും അത് വരാതിരിക്കാൻ പ്രാർത്ഥിക്കുക. സ്വോത്രം. താഴെക്കുന്ന ബ്രിട്ടനിലും അമേരിക്കയിലും പള്ളി വിറ്റ് കാശാക്കുന്നു. അങ്ങനെയെങ്കിൽ ബൈബിളിനകത്ത് യഹൂദ അവസാനം പറയുന്നത് കുഞ്ഞുങ്ങളെ ഈ സംഭവങ്ങളെല്ലാം ഇവിടെ വരും, വീഴാതിരിപ്പാൻ നിങ്ങളെ തന്നെ സൂക്ഷിച്ച് ഏകനാഥൻ സത്യദൈവം കളങ്കമറ്റേ ആനന്ദപൂർണ്ണതയോടെ നിത്യതയിലെത്തിക്കുന്ന നാഥൻ്റെ വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾ ഒരിക്കൽ കൂടി രാത്രി പറയുക ആമേൻ, കർത്താവായ യേശുവേ വരേണമേ. അവർക്ക് വേണ്ടി വെളിപ്പാട് 22:12 ഇതാ ഞാൻ വേഗം വരുന്നു. അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, അഴുക്കാടുന്നവൻ അഴുക്കാടട്ടെ, വിശുദ്ധൻ മുട്ടുമടക്കട്ടെ, നീതിമാൻ നിലവിളിച്ച് പ്രാർത്ഥിക്കട്ടെ, സകലർക്കും പ്രതിഫലവുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. AD 30 കാൽവറിയിലെ ക്രൂശീകരണം. 2 കള്ളന്മാരുടെ നടുവിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പരമയാഗമായി. കാൽവറിയിലെ ക്രൂശീകരണത്തിന് ശേഷം ക്രൈസ്തവ മേഖലയിൽ യേശുവിൻ്റെ വചനമെടുത്ത കുഞ്ഞുങ്ങൾക്കെല്ലാം ക്രൂരമായ ശിക്ഷാവിധി. സ്തെഫാനോസിനെ കല്ലെറിയുന്നു, പൗലോസിനെ ഓസ്ട്രേലിയ ചന്തയിൽ കൊണ്ടുവന്ന് കഴുത്തറുത്ത് മാറ്റുന്നു, യാക്കോബ് അപ്പോസ്തലന്റെ തല വെട്ടിമാറ്റുന്നു, പത്രോസിനെ തല കീഴായി ക്രൂശിക്കുന്നു. ഇതെല്ലാം കണ്ട് 64 ഒരുവൻ യാത്ര. അവൻ്റെ പേര് അപ്പോസ്തലനായ യോഹന്നാൻ. തുർക്കിയിലെ ഏഷ്യ മൈനറിൽ പോയി ആസിയയിലെ 7 സഭകൾ തുടങ്ങി. എഫെസോസും ലവോദിക്കയും സ്വർണ്ണയും തുതയൂരയും പെർഗമോസും സർദീസും ഫിലാഡൽഫിയ 7 സഭകൾക്ക് ദൂതെഴുതുമ്പോൾ ഭരണകൂടങ്ങൾ മാറി. ഹേരോദാവും പീലാത്തോസും, അതിനുശേഷം വെസ്പേഷ്യൻ, അതിനുശേഷം നീറോ, അതിനുശേഷം ടൈറ്റസ് ആലയം തകർത്തവൻ, അതിനുശേഷം ലൗദിയോസും ക്ലൗഡിയോസും. AD 90 കാലഘട്ടത്തിൽ ഡൊമീഷ്യൻ വരുമ്പോൾ യോഹന്നാന് വേണ്ടി ഒരു ശിക്ഷ. പടയാളികളോട് ചോദിച്ചു ഇന്നും തച്ചൻ്റെ മകൻ്റെ വചനമെടുക്കുന്ന ആരെങ്കിലും നമ്മുടെ ഭരണത്തിലുണ്ടോ? പാശ്ചാത്യ പൗരസ്യ. അവർ പറഞ്ഞു ഒരുവനുണ്ട്, യോഹന്നാൻ. അപ്പോൾ പറഞ്ഞു അവനെ ഇവിടെ കൊണ്ടുവരേണ്ട, 90 കഴിഞ്ഞതല്ലേ. ഒരു കൽപ്പന താളിയോലയിൽ തിരുത്താണിയുണ്ട്, കൽപ്പന കൊടുത്തു. എന്താ കൽപ്പന കൊടുത്ത? യോഹന്നാന് വേണ്ടി കൽപ്പന കൊടുത്തു. അവൻ്റെ കൈകാലുകൾ ബന്ധിച്ച് കാരാഗ്രഹത്തിനകത്ത് കൊണ്ട് കഴുത്ത് മുതൽ അടിവയർ വരെ വാളുകൊണ്ട് കീറിക്കൊല്ലുവാനുള്ള കൽപ്പന. പ്രഭാതത്തിൽ 5:30 മണിക്ക് സഭയുടെ മുറ്റത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ 6 കുതിരകൾ 12 പടയാളികൾ വന്നു. വയോധികനായ യോഹന്നാൻ്റെ കൈകാലുകൾ ബന്ധിച്ചു. അപ്പച്ചനോട് പറഞ്ഞു ദാണ്ടെ ബോർഡറുണ്ട്, ഇന്ന് താങ്കളെ കൊല്ലാൻ കൊണ്ടുപോവാ. കാരാഗ്രഹത്തിനകത്ത് കൊണ്ട് കഴുത്ത് മുതൽ അടിവയർ വരെ വാളുകൊണ്ട് കീറി. ആദ്യമായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് കീറാൻ തുടങ്ങിയപ്പോൾ ശരീരം ഒട്ടിപ്പിടിച്ചു. പടയാളികൾക്ക് പിടികിട്ടി മനുഷ്യനെ കൊല്ലുവാൻ കഴിയത്തില്ല, അദ്ദേഹത്തിനെ കെട്ടഴിക്കാൻ പറഞ്ഞു. വാളുമായിട്ട് വന്ന പടയാളി പറഞ്ഞു ഇവനെ പള്ളിയിൽ കൊണ്ടുവിട്ടേക്കാൻ. അദ്ദേഹത്തെ അവിടെ കൊണ്ടുവിട്ടു. രണ്ടാമത് അടുത്ത കൽപ്പന ഡൊമീഷ്യൻ എടുത്ത് എന്നിട്ട് അവർ എൻ്റെ പൊന്നു സാറ് ഈ പക്കതനെ കൊല്ലാൻ കൊല്ലത്ത് കഴിയത്തില്ല, ഈ വല്യപ്പനെ മരിക്കത്തൊന്നുമില്ല, അപ്പോൾ പുതിയ കൽപ്പന തരണം. 4 ദിവസം കഴിഞ്ഞപ്പോൾ അടുത്ത കൽപ്പന കിട്ടി. തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് കൈകാലുകൾ ബന്ധിച്ച് കാരാഗ്രഹത്തിനകത്ത് കൊണ്ട് മുക്കിക്കൊല്ലുവാൻ. ഒരു പ്രഭാതത്തിൽ പടയാളികൾ സഭയിലേക്ക് കാണുന്നു. യോഹന്നാൻ അപ്പോസ്തലനോട് പറഞ്ഞു അപ്പച്ചാ താങ്കളുടെ ഭരണത്തിൻ്റെ ദിവസമാ, ഇന്ന് പകൽ എന്തെങ്കിലും കഴിക്കാൻ വേണോ, ആരെങ്കിലും കാണാൻ വേണോ? സുപ്രീം കോടതി തൂക്കിക്കൊല്ലുവാൻ പടയാളികളെ വിളിച്ചു നിർത്തുന്നതിന് മുമ്പ് ബന്ധുക്കളെയും ചാർച്ചക്കാരെയും അപ്പനെയും അമ്മയും ഒക്കെ കാണിക്കും, നല്ല ഭക്ഷണം കൊടുക്കുന്നവർ ചോദിച്ചു. യോഹന്നാൻ പറഞ്ഞ കാര്യം പറയാൻ തിളയ്ക്കുന്ന എണ്ണയിൽ വലിച്ചിടാൻ പോവുക. യോഹന്നാൻ്റെ മുഖത്തൊരു പുഞ്ചിരി. പടയാളികൾ കേട്ടില്ല, എങ്കിലും അദ്ദേഹത്തെ കൊണ്ടുപോയി കൈകാലുകൾ ബന്ധിച്ച് കാരാഗ്രഹത്തിനകത്ത് തിളയ്ക്കുന്ന കുട്ടകത്തിനകത്ത് വയോധികനെ വലിച്ചെറിഞ്ഞു. മാതാവേ പിതാവേ 90 വയസ്സ് പ്രായം, കൈകാലുകൾ വിറയ്ക്കുന്നു. ഒരു കപ്പ് കാപ്പി പിടിച്ചാൽ വിറയ്ക്കുന്ന മനുഷ്യൻ ഹല്ലേലൂയ അവിടെ പ്രാർത്ഥനാ നിരതനായി. ചില നിമിഷങ്ങൾ മരണം കാണുവാൻ കാത്തു നിന്നപ്പോൾ ഹല്ലേലൂയ ഈ എണ്ണ ഹല്ലേലൂയ കിടക്കുന്ന കുട്ടകത്തിൽ നിന്ന് യോഹന്നാൻ തല ഉയർത്തി പറഞ്ഞു കുഞ്ഞുങ്ങളെ കയ്യിൽ പുതപ്പ് വല്ലതുമുണ്ടോ? വല്ലതുമുണ്ടെങ്കിൽ ഒന്ന് തരാൻ പറഞ്ഞു. ഇന്ന് രാത്രി നിങ്ങൾ ചോദിക്കും ശരീരത്തിനകത്ത് കത്തി കയറിയിട്ടും മരിച്ചില്ല, അത് കഴിഞ്ഞ് എണ്ണയ്ക്കകത്ത് വീണിട്ടും യോഹന്നാൻ മരിച്ചില്ല. എന്തുകൊണ്ട് മരിച്ചില്ല? അപ്പച്ചാമ്മച്ചി അന്ന് വിശുദ്ധ വെളിപ്പാട് പുസ്തകം അവൻ എഴുതിയിട്ടില്ല. ഇന്ന് രാത്രി 10ാമത് രാത്രി ആരാധനയ്ക്ക് വേണ്ടി കടന്നു വന്ന ദൈവ കുഞ്ഞുങ്ങളെ, നിന്റെ ജീവിതത്തിനകത്ത് പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിടാം. ഒരുപക്ഷെ എണ്ണക്കിണർ പോലെ ഉള്ള കുട്ടുവത്തിനകത്ത് നീ വലിച്ചിടാം. ശരീരത്തിനകത്ത് അനവധി പ്രാവശ്യം കത്തി വെച്ചെന്ന് വരുക. ലോകം പറയും നീ അവസാനിക്കുമെന്ന്. എന്നാൽ ഇന്ന് രാത്രി പറയടാ എൻ്റെ പ്രാർത്ഥനയുടെ മറുപടി എൻ്റെ കണ്ണിന് മുൻപിൽ ഇറങ്ങി വന്ന് കാണുന്നത് വരെ
എൻ്റെ കണ്ണുകൾ അടയുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. വിശ്വസിക്കുന്ന ദൈവമക്കളായി മര്യാപുരത്തും ഉദയംകളങ്കരെ ചെങ്കലും വട്ടവിളയും ദൈവസന്നിധിയിൽ പാട്ടുപാടി ദൈവത്തെ ആരാധിച്ചപ്പോൾ, രാത്രിയുടെ യാമത്തിൽ നിലവിളിച്ചപ്പോൾ, നിന്റെ ബൈബിളിനകത്ത് കൊച്ചു തുണ്ടെഴുതി അതിനകത്ത് ഹല്ലേലൂയ പ്രാർത്ഥന നിരതനായി പുൽപ്പായ്ക്കകത്ത് ഇരുന്നിട്ടുണ്ടെങ്കിൽ സഹോദര, ആ മറുപടി നിന്റെ കണ്ണിന് മുൻപിൽ കാണുന്നത് വരെ ഒരു ക്യാൻസർ നിനക്കെതിരെ ആഞ്ഞടിക്കും. RCCയുടെ വാതിലുകൾ നിനക്കെതിരെ ആണയോ? ഒരു പക്ഷേ ഹാർട്ട് അറ്റാക്ക് പല പ്രാവശ്യവും 336 ഗ്രാമുള്ള ഹൃദയത്തിൻ്റെ 4 അറകൾ നിംസ് മെഡിസിറ്റിയിലെ മധു ശ്രീധർ പറയും ഇനി ഓപ്പറേഷൻ നടക്കത്തില്ല, മരണം ഉറപ്പാ. എന്നാൽ ഇന്ന് രാത്രി കരമുയർത്തി പറയണം, ഏതൊക്കെ പ്രതിസന്ധികളുടെ നടുവിൽ ഞാൻ ആയിരുന്നാലും അതിൻ്റെ നടുവിൽ നിന്ന് എൻ്റെ പ്രാർത്ഥനയുടെ മറുപടി എൻ്റെ കുടിലിനകത്ത് ഇറങ്ങി വന്ന് എന്നെ വിടുവിപ്പാ. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. കരമുയർത്തുന്നവർക്കായി നാളെ യോഗമില്ല. പർവ്വതങ്ങൾ എൻ്റെ മുൻപിൽ മാറും, കുന്നുകൾ എൻ്റെ മുമ്പിൽ നീങ്ങും. എന്നാൽ വ്ളാത്താങ്കരയിലും ചെങ്കലിലും മര്യാപുരത്തും എന്നെ വിളിച്ച ദൈവത്തിൻ്റെ ദയ എന്നെ വിട്ടുപോകയില്ല. വചനം മനസ്സിലാകുന്നവർക്കായി എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? എന്നുള്ള പ്രതിസന്ധികൾ കണ്ട് നീ തളരരുത്, എന്നുള്ള പ്രതികൂലങ്ങൾ കണ്ട് നീ തളരരുത്. നിന്റെ പിൻപിൽ നിന്നെ വിളിച്ചിറക്കി ഒരുവൻ്റെ കരമുണ്ട്. രാത്രിയിൽ നീ പ്രാർത്ഥിച്ചപ്പോൾ നിനക്ക് വേണ്ടി ദൂത് പറഞ്ഞ കരമുണ്ട്. നിന്റെ സഭയ്ക്കകത്ത് നീ മുട്ടുമടക്കിയപ്പോൾ ദൈവദാസന്മാർ കരം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ മറുപടി നിന്റെ ഭവനത്തിൽ വരുവാനുണ്ട്. എന്ന് രാത്രി ശരബാബേൽ നീ എത്ര വലുതെങ്കിലും ഹല്ലേലൂയ അതിനെ മാറ്റുവാ. ഹല്ലേലൂയ ഇസ്രായേലിന്റെ പാളയത്തിനകത്ത് ഇറങ്ങി വന്ന ദൈവകര, അതിനെ സമതല ഭൂമിയാക്കുവാൻ കരുത്തുറ്റ ദൈവത്തിന്റെ കര ഈ കൺവെൻഷന്റെ അവസാന രാത്രി നിനക്ക് വേണ്ടി വെളിപ്പെടുത്തുന്ന രാത്രിയാ. ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. നിന്റെ കണ്ണ് നേരിന് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്. പൗലോസ് ഇവിടത്തേക്ക് യാത്രയായി റോമിലേക്ക് യാത്രയായി. അവന്റെ കപ്പലിനകത്ത് 276 പേരുണ്ടായിരുന്നു. സ്വർഗം പറഞ്ഞു, ഈ യാത്രയിൽ നിനക്ക് കുറച്ച് കുഴപ്പങ്ങൾ വരും. ഈശാന് മൂലം കപ്പലിന് നേരെ ആഞ്ഞടിച്ചു, പെരുങ്കാറ്റും കൊടുങ്കാറ്റും ആഞ്ഞടിച്ചു. എന്ന് രാത്രി കപ്പൽ തകരുവാൻ തുടങ്ങി. കപ്പലിലുള്ളവർ പറഞ്ഞ് ഈ കപ്പൽ തീർന്നു പോകുവാൻ തുടങ്ങി. എന്നാൽ ഹല്ലേലൂയ പൗലോസ് 276 പേരുടെ നടുവിൽ കരമുയർത്തി പറഞ്ഞു, ഇതിന്റെ നടുവിൽ ഞാൻ സേവിക്കുന്ന ഒരു ദൈവമുണ്ട്. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകും? നാളെ യോഗമില്ല. ഇന്ന് രാത്രി പറയണം, നിന്റെ പടക് തകരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഈശാന് മൂലം നിനക്കെതിരെ ആഞ്ഞടിച്ചാലും, കൊടുങ്കാറ്റ് നിനക്കെതിരെ ആഞ്ഞടിച്ചാലും, പെരുങ്കാറ്റ് നിനക്കെതിരെ ആഞ്ഞടിച്ചാലും, കപ്പലിനകത്ത് കലകമുണ്ടായാലും, ഇന്ന് രാത്രി നിന്നെ ദമസ്കോസിന്റെ പടിവാതിക്കൽ നിന്ന് കരം തൊട്ട് അനുഗ്രഹിച്ച അനന്യാസിന്റെ കരത്താൽ നിന്റെ കാഴ്ച സ്വർഗം തുറന്നെങ്കിൽ പൗലോസെ അദ്രിയ കടലിനകത്ത് നിന്റെ കപ്പൽ തകരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഒരുപക്ഷെ കാറ്റുകൾ പലതും നിനക്കെതിരെ ആഞ്ഞടിക്കും, കോളുകൾ നിനക്കെതിരെ ആഞ്ഞടിക്കും, കപ്പലിനകത്ത് ചെറിയ വെള്ളം കയറ്. എന്നാൽ പറയണം, ഇതിന് അടിസ്ഥാനമിട്ടവന് ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടെങ്കിൽ എൻ്റെ പടക് തകരുവാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? ജീവിതമാകുന്ന പടകിന് നേരെ ആഞ്ഞടിക്കുക. കപ്പലിലുള്ളവർ പൗലോസിനോട് തർക്കിക്കുവാനിടയായി. എന്നാൽ പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, അവൻ എൻ്റെ ഉപനിധി. കരമുയർത്തുന്നവർക്കായി അന്ത്യം വരെയും കാക്കപ്പെടുക. ഇന്ന് രാത്രി കർമ്മേൽ ബസിന്റെ 10ാമത് രാത്രി പറയണം, അവൻ എൻ്റെ ഉപനിധി. ആരൊക്കെ കൈവിട്ടാലും അത് തകരത്തില്ല. വചനം മനസ്സിലാകുന്നവർക്കായി പൗലോസ് പോയത് റോമിലേക്ക്, സ്വോത്രം. പക്ഷേ ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അവനെ കൊണ്ടെത്തിച്ചത് മെലീത്തയില. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കളെ, ദൈവത്തിന് ചില പ്ലാനുകൾ ഉണ്ടെങ്കിൽ നിന്റെ കുടുംബജീവിതത്തിന്റെ വഴിത്താരകൾ മാറ്റിക്കൊണ്ടുവരും. നീ ആഗ്രഹിക്കുന്നത് റോമിലേക്ക്, പക്ഷേ ദൈവത്തിന് മറ്റൊരു പ്ലാൻ ഉണ്ട്. നിന്നെ മെലീത്തയിൽ കൊണ്ടുപോകുക. ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടേ ഇറങ്ങാവൂ. നിന്റെ വിചാരമല്ല ദൈവത്തിന്റെ വിചാരം. പൗലോസെ, നീ കണ്ട വഴിയല്ല ദൈവത്തിന്റെ വഴി. നിന്റെ കുടുംബജീവിതത്തിന് നേരെ കാറ്റടിക്കുമ്പോൾ, നിന്റെ ജീവിതത്തിന് നേരെ പ്രതികൂലമായി ഈശാന് മൂലം അടിക്കുമ്പോൾ ഒരു വിടുതൽ അപ്പുറത്ത് വരുന്നുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി സ്വോത്രം. ആടിയുലഞ്ഞ കപ്പൽ തകരുമെന്ന് അവന്റെ കൂടെയുള്ളവർ വിചാരിച്ചു. സമുദ്രത്തിന്റെ ഹല്ലേലൂയ തിരമാലകൾ വിചാരിച്ചവന്റെ കപ്പൽ തകരുമെന്ന്. രാവും പകലും കാണാതെ കപ്പലിനകത്ത് വെട്ടമില്ലാതെ പോയി. പക്ഷെ അവസാനം ഒരു സ്ഥലത്ത് കപ്പൽ ചെന്നു, മെലീത്ത ദ്വീപിനകത്ത്. കേട്ടോ, മെലീത്ത ദ്വീപിനകത്ത് ഭയങ്കര തണുപ്പാ. ആ തണുപ്പിനകത്ത് എന്താ ചെയ്തതെന്നറിയാമോ? അവിടെ വിറകെല്ലാം കൂടെ കത്തിച്ച് അവർ തീ കൂട്ടാൻ തുടങ്ങി. സ്വോത്രം. തീ കൂട്ടിക്കൊണ്ടിരുന്നപ്പോൾ സ്വോത്രം എന്താ സംഭവിച്ചത്? തീയുടെ കൂട്ടത്തിനകത്തുനിന്ന് ഒരാണലി പൗലോസിന്റെ കയ്യിൽ ചൂട്ടി. കൂടെയുള്ളവർ പറഞ്ഞ്, കപ്പലിനകത്ത് രക്ഷപ്പെട്ടിട്ട് നീതി ദേവദേവനെ കൈവിട്ടിരിക്കുക. സ്വോത്രം. യവന്റെ കൈക്കകത്ത് ഒരു അണലി ചൂട്ടി. കൂട്ടുകാർ വിചാരിച്ച അണലി ഇപ്പൊ കൊത്തി അവൻ അവസാനിക്കുമെന്ന്. ഇന്ന് രാത്രി ഹല്ലേലൂയ അഭിഷേകത്തിന്റെ തീ അവിടെ ഉയർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ നടുവിൽ നിന്റെ കയ്യിൽ കെട്ടിയ ബന്ധനങ്ങളെ തകർക്കുക. അതിനകത്ത് കയ്യിൽ ചൂട്ടിയ അണലിയെ വലിച്ചെറിഞ്ഞെങ്കിൽ
ഇന്ന് രാത്രിയുടെ യോഗം അസ്തമിക്കുന്നതിന് മുമ്പ് നിന്റെ കുടുംബത്തെ കെട്ടിയ മന്ത്രവാദങ്ങളെ തകർക്കുക, നിന്റെ കുഞ്ഞുങ്ങളെ കെട്ടിയ മന്ത്രവാദ ശക്തികളെ തകർക്കുക, നിന്റെ മരണം കാണുവാൻ നിനക്കെതിരെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന അണലികളെ തകർക്കുക. ഇന്ന് രാത്രി അഭിഷേകത്തിന്റെ തീ നിനക്ക് വേണ്ടി വ്യാപരിക്കുന്ന രാത്രി. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ഈ 10ാമത് രാത്രി ആ വിചാരങ്ങളെ തകർക്കുക, മന്ത്രവാദ ശക്തികളെ തകർക്കുക, ദുരാത്മ ശക്തികളെ തകർക്കുക. ഇന്ന് രാത്രി ഇവിടെ തീ കത്തിക്കൊണ്ടിരിക്കുക. ഇന്ന് രാത്രി ഭാരങ്ങളെ വലിച്ചെറിഞ്ഞ് നിന്റെ കയ്യെ കെട്ടിയ ചരടുകൾ, നൂലുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വലിച്ചെറിഞ്ഞ് നിന്നെ തകർക്കുവാൻ നിൽക്കുന്ന സർപ്പത്തിന്റെ കൂട്ടങ്ങളെ മാറ്റി തരുക. ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. സഹോദരൻ, നാട്ടുകാർ പറയും നീ മരണം വരിക്കുമെന്ന്. സഹോദരി പറയും നിന്റെ കയ്യിൽ അന്ധകാരമുണ്ട്, നീ മരിക്കുമെന്ന്. നെവർ നെവർ. ഇന്ന് രാത്രി തീ ഇവിടെ കാത്തുന്നുണ്ട്. അഭിഷേകത്തിന്റെ തീ ഇവിടെ കാത്തുന്നുണ്ട്. വിടുതലിന്റെ തീ ഇവിടെ കാത്തുന്നുണ്ട്. ഇന്ന് രാത്രി ശത്രുവിന്റെ കോട്ടകളെ തകർക്കുന്ന തീ ഇവിടെ കാത്തുന്നുണ്ട്. ഇന്ന് രാത്രി നീ വലിച്ചെറിയുവാൻ തയ്യാറുണ്ടെങ്കിൽ ചില പുതിയ വാതിലുകൾ നിനക്ക് വേണ്ടി തുറന്നു തരുക. ഇന്ന് രാത്രി പൗലോസിന്റെ മേൽ വെളിപ്പെട്ട ദൈവകരം വെളിപ്പെടുക. Yes, the precious night, the mighty presence of Jesus. ഇന്ന് രാത്രി എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ഈ കൺവെൻഷന്റെ അവസാന രാത്രി നീ തകരരുത്. ഒരു വൃക്ഷമായാൽ പ്രത്യാശയുണ്ട്. ആരൊക്കെ നിന്നെ മര്യാപുരത്ത് വെട്ടിയാലും ചെങ്കലിൽ നിനക്കെതിരെ പോസ്റ്റിട്ടാലും നിന്റെ പിൻപിൽ ഒരു കരമുണ്ടെങ്കിൽ വേര് നിലത്ത് പഴകിപ്പോയാലും ദൈവദാസന് നിന്റെ സഭ തകർന്നു പോകുന്ന ലോകം പറഞ്ഞാൽ കുറ്റി കെട്ടുപോയാലും അതിൻ്റെ നടുവിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമെങ്കിൽ അതിൻ്റെ നടുവിൽ വിത്തിനെ പൊട്ടിച്ച് മുളകളെ കൊണ്ടുവരുക. ദൂതേറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഈ രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. നാളുകളായി നിന്റെ വീട്ടിനകത്ത്, നിന്റെ കുടുംബത്തിനകത്ത് ചില കരിയില മൂടിയിട്ട് പ്രാർത്ഥനാ വിഷയങ്ങൾ പുറത്തു വരാതെ, ഹല്ലേലൂയ, പിശാച് കരിയിലകൾ മൂടിയിട്ടെങ്കിൽ 10ാമത് രാത്രി പറയട, എൻ്റെ കർത്താവിൻ്റെ കരം എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. പിന്മഴയുടെ കാലത്തെ യഹോവയോട് മഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കുക. അവൻ മിന്നൽ പിണറിനെ അയക്കുക. നാളുകളായി പിശാച് കരിയില മൂടിയിട്ടുകൊണ്ട് നിന്റെ പ്രാർത്ഥനാ വിഷയങ്ങളെ തകർത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി അഭിഷേകത്തിന്റെ കരം നിനക്ക് വേണ്ടി വെളിപ്പെടുമ്പോൾ പിശാച് മൂടിയ കരിയിലകൾ മാറി പരിശുദ്ധാത്മാവിന്റെ ശക്തി അതിനകത്ത് വെളിപ്പെടുമ്പോൾ 2024 ചില മുളകൾ പൊട്ടിക്കൊണ്ട് ഇന്ന് രാത്രി നിന്റെ വിഷയത്തിൽ മറുപടി തരുക. ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. എത്ര പേർക്ക് വചനം എടുക്കാൻ കഴിയും? ഒരു വൃക്ഷമായാൽ പ്രത്യാശയുണ്ട്. ആരൊക്കെ നിന്നെ വെട്ടിയാലും നിലത്ത് കുറ്റി കെട്ടുപോയാലും വേർ പഴകിയാലും ഇളം തണ്ടുപിടത്തിലെന്ന് പിശാച് നിനക്കെതിരെ രേഖ എഴുതിയാലും ഈ 10ാമത് കർമ്മേൽ ഫെസ്റ്റിനകത്ത് നിന്റെ കണ്ണുനീർ അതിന്റെ ചുവട്ടിൽ ഒഴിക്കുമ്പോൾ ഇന്ന് രാത്രി ചില മുളകൾ പൊട്ടിച്ചു തരുക. ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. നാട്ടുകാരും മരണം കാണാൻ കാത്തു നിൽക്കും, കൂട്ടുകാരും മരണം കാണുവാൻ കാത്തു നിൽക്കും, അണലി കടിച്ചവൻ്റെ ശരീരം വീർത്ത് മരിക്കുവാൻ കാത്തിരിക്കും. എന്നാൽ ഇന്ന് രാത്രി അഭിഷേകമുള്ളവർ അതിൻ്റെ അണലികളല്ല പിശാചിൻ്റെ തന്ത്രങ്ങളെ കുടഞ്ഞെറിഞ്ഞാൽ നിനക്ക് വേണ്ടി ഒരു വാതിൽ ദൈവം തുറക്കാൻ പോവുക. സ്വോത്രം. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? മെലിത്ത ദ്വീപിനെ കാർന്ന് നിന്നുകൊണ്ടിരുന്ന അന്ധകാര ശക്തിയാണ് ആര്യ പൗലോസിൻ്റെ കയ്യിൽ ചുറ്റിയത്. സ്വോത്രം. അണലിയെ സ്വോത്രം കയ്യിൽ ചുറ്റിയപ്പോൾ വലിച്ചെറിഞ്ഞു. അണലി തേക്കകത്ത് തീർന്നു കഴിഞ്ഞു. അഭിഷേകത്തിൻ്റെ ആരാധന വെളിപ്പെടുമ്പോൾ, അഭിഷേകത്തിൻ്റെ ആരാധന വെളിപ്പെടുമ്പോൾ നിന്റെ കയ്യേനെ, നിന്റെ കാലിനെ, നിന്റെ ശരീരത്തെ ചുറ്റിയ ആ വിചാരക്കെട്ടുകൾ അതിനകത്ത് വലിച്ചെറിഞ്ഞാൽ നിനക്ക് വേണ്ടി പുതുവാതിലുകൾ തുറക്കുക. അണലി തീർന്നപ്പോഴാ മെലീത്ത ദ്വീപിൽ ഒരുവനുണ്ടായിരുന്നു, പുബ്ലിയോസ്. അവൻ്റെ അപ്പൻ കടപ്പായിട്ട് കിടക്കുക. അന്നേരം അരമനയുടെ വാതിൽ തുറന്നത്. ഇതിൻ്റെ പിൻപിൽ ഒരു ചരിത്രമുണ്ട്. റോമിലേക്ക് പൗലോസ് പോകുമ്പോൾ കാറ്റും കടലും പ്രതികൂലമായതിൻ്റെ പിൻപിൽ ഒരു അത്ഭുതമുണ്ട്. ഒരു വിടുതൽ അവിടെ നടക്കാൻ പോകുക. 10ാമത് കൺവെൻഷൻ കേൾക്കുന്ന രാത്രി കേൾക്കുന്ന ദൈവമക്കൾ പറഞ്ഞു, ദ്വീപിനെ അടക്കി ഭരിച്ച് അണലി അതിനകത്ത് മാറിയപ്പോൾ ചില വാതിലുകൾ തുറക്കുവാനിടയായി. മര്യാപുരം കർമ്മൽ സെൻറ്ററിനോട് ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയുക, ഈ പട്ടണത്തെ ഭരിക്കുന്ന അന്ധകാര ശക്തികൾ ഇതിനകത്തുനിന്ന് വിട്ടുപോകുമ്പോൾ ചില കുടുംബങ്ങൾ കർത്താവ് യേശു ക്രിസ്തുവിന് വേണ്ടി എഴുന്നേറ്റ് വരും. ചില വാതിലുകൾ 2024 ദൈവസഭയ്ക്ക് വേണ്ടി സ്വർഗം തുറക്കുക. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി. അതുകൊണ്ട് ഇവിടെ 10 ദിവസത്തെ യോഗം പരിശുദ്ധാത്മാവ് ക്രമീകരിച്ചത്. ഇതൊരു മനുഷ്യന്റെ ചിന്തയല്ല, ഒരു സഭയുടെ ചിന്തയല്ല, ഒരു കമ്മിറ്റിയുടെ പവറല്ല, ദൈവത്തിന്റെ കരമായി ഇതിനകത്ത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്ന് രാത്രി ഹല്ലേലൂയ പുബ്ലിയോസിന്റെ വീട്ടിനകത്ത്
വാതിൽ തുറക്കുക. അവൻ്റെ അപ്പൻ കിടപ്പ് രോഗിയായിട്ട് കിടക്കുക. എന്നാൽ അഭിഷേകമുള്ളവൻ അണലിയെ തകർത്തവൻ പുബ്ലിയോസിന്റെ പിതാവിന്റെ കരമേൽ വെച്ചപ്പോൾ അവൻ്റെ കിടപ്പ് രോഗം മാറി. ഇന്ന് രാത്രി വചനം ഏറ്റെടുക്കണം. പൗലോസ് വന്നത് ഒരു തകർന്ന കപ്പലിനകത്ത്, പക്ഷേ ദ്വീപിനകത്ത് ഇറങ്ങിയ അഭിഷേകത്തിന്റെ ആരാധന വെളിപ്പെട്ടപ്പോൾ അവന് വാതിൽ തുറക്കാൻ ദൈവം ഇടയാക്കി. അഭിഷേകത്തിന്റെ ആരാധന വെളിപ്പെട്ടപ്പോൾ പുബ്ലിയോസിനകത്ത് ദീനം പിടിച്ച അപ്പനെ ദൈവം സൗഖ്യമാക്കി. തീർന്നില്ല, കാടക തകർന്ന സ്ഥാനത്ത് ഹല്ലേലൂയ അവന് താമസിക്കുവാൻ സ്വർഗം കൃപ ചെയ്തു. തീർന്നില്ല, അവസാന പുബ്ലിയോസ് ഒരു കാര്യം പറഞ്ഞു, പൗലോസെ നിന്റെ പടക് തകർന്നതാ, നിനക്ക് പകരം യാത്ര ചെയ്യുവാൻ അശ്വനി ചിഹ്നമുള്ള ഒരു കപ്പലിനെ ഞാൻ തരാം. ഇന്ന് രാത്രി പറയണം, ദൈവം ഒരു വഴി തുറന്ന അത് ദൂഷ്ടപിശാചിന് അടയ്ക്കാൻ കഴിയത്തില്ല. സഹോദര, ഇന്ന് രാത്രി പറയണം, ഇപ്പോൾ നിന്റെ കുടുംബത്തിന് നേരെ ഹല്ലേലൂയ പല കാറ്റുകൾ ആഞ്ഞടിക്കുന്നെങ്കിൽ നീ ഭാരപ്പെടേണ്ട കാര്യമില്ല. ചിലത് തകർന്ന സ്ഥാനത്ത് ചില പുതിയ വഴികൾ ഒരുക്കുക. Something is happened in this moment, the precious moment, the mighty presence of Holy Spirit. ഇന്ന് രാത്രി ആര് ദൂതേറ്റെടുക്കുക. സഹോദരി, ചിലത് കഴിഞ്ഞ നാളുകളിൽ നഷ്ടപ്പെട്ടു. നിന്റെ പടക് നഷ്ടപ്പെട്ട് കാണാം. ഒരുപക്ഷെ നിന്റെ ഭാവിക്കെതിരെ പിശാച് പല രേഖകൾ വരച്ചത് കാണാം. എന്നാൽ 10ാമത് കർമ്മേൽ പശുനകത്ത് ഈ ആരാധന ഇവിടെ വെളിപ്പെടുമ്പോൾ നിന്റെ ഭയത്തിന്റെ ശക്തികളെ അഭിഷേകത്തിന്റെ തീയിൽ വലിച്ചെറിഞ്ഞ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി വഴികളെ തുറക്കുക. തകർന്നതിന്റെ അപ്പുറത്ത് പുതിയതിനെ തരുവാ. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി പറയണം, ഈ കൺവെൻഷൻ കൂട്ടിന് അവസാനിക്കുക. ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. കണ്ണുനീരിന് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി പറയണം, 2021 വെള്ളം കയറി, 2024 പായ്കളെല്ലാം കീറി തുടങ്ങി. ഒരുപക്ഷെ പടക് മുങ്ങുമെന്ന് പറയാം. എന്നാൽ ഇന്ന് രാത്രി പറയണം, 2024 അവസാനിക്കുന്നതിന് മുമ്പ് എന്നെ ഒരു കരയ്ക്ക് എത്തിക്കുവാൻ കൈ ഉയർത്തുന്നവർക്കായി സ്വോത്രം. നടുക്കടലിനകത്ത് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ട് നാളെയുടെ ഭാവി എന്തെന്നറിയാതെ, തലമുറകളുടെ ഭാവി എന്തെന്നറിയാതെ കടിഞ്ഞാണില്ലാതെ യാത്ര ചെയ്യുന്ന ചില കുടുംബങ്ങളോട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ദൂത് പറയോ, നീ തകർന്ന സ്ഥാനത്ത് പുതുവഴി ഒരുക്കി നിന്നെ വീട്ടിനകത്ത് പാർപ്പിച്ച് തകർന്നതിനപ്പുറത്ത് പുതിയ പണിഞ്ഞ് നിന്നെ കൊണ്ടുവരുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവം, നിന്ദിച്ചവരുടെ നടുവിൽ എന്നെ മാനിക്ക്, മരണം കാണാൻ കൊതിച്ചവരുടെ നടുവിൽ എന്നെ നടത്തു, എൻ്റെ ചെറ്റപ്പുരം മാറ്റിയിട്ട് എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനം തരൂ. എത്ര പേർക്ക് ഇന്ന് രാത്രി ദൂതേറ്റെടുക്കുവാൻ കഴിയുന്നു? നീ തകരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ചില അന്ധകാര ശക്തികൾ, ചില കുഞ്ഞുങ്ങളെ കെട്ടിയ പൈശാചിക പോരുകൾ, സർപ്പത്തിന്റെ കെട്ടുകൾ, ആഭിചാര കെട്ടുകൾ, തലമുറയ്ക്കെതിരെ പോരാടുന്ന ദുരാത്മ കെട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ ഈ രാത്രി അഴിയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ രാത്രി അഴിയട്ടെ. The mighty presence of Holy Spirit ഇന്ന് രാത്രി ഏറ്റെടുക്കുന്നവർക്ക് വിടുതല. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ഒരു അഭിഷേകത്തിന്റെ ശക്തി ഇതിനകത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുക. നിന്റെ അന്ധകാര കെട്ടുകളെ ഇന്ന് രാത്രി വലിച്ചെറിയുക. ഒരു അഭിഷേകത്തിന്റെ തീ ഇവിടെ കത്തിക്കൊണ്ടിരിക്കുക. നിന്റെ കുടുംബത്തെ കെട്ടിയ, നിന്റെ തലമുറ കെട്ടിയ ദൂട്ടാന്റെ പോരുകൾ, ആഭിചാരത്തിന്റെ ബന്ധനങ്ങൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ ജയം കൽപ്പിക്കുന്നു. പരാജയപ്പെട്ടു പോകരുത്, പരാജയപ്പെട്ടരുത്. തീച്ചൂള പറയും നീ അക്കരെ കടക്കത്തില്ല, യോർദാൻ പറയും നീ അക്കരെ കടക്കത്തില്ല, യോഹന്നാനോട് പടയാളികൾ പറയും നിന്റെ മരണം ഉറപ്പ. എന്നാൽ ഇന്ന് രാത്രി തീച്ചൂള നിനക്കെതിരെ എരിഞ്ഞാല്, എണ്ണക്കകത്ത് നീ വീണാല്, ഒരുപക്ഷെ ഹല്ലേലൂയ, ഹല്ലേലൂയ ഇന്ന് രാത്രി റോമിന്റെ പടയാളികൾ നിന്നെ വകവരുത്തുവാൻ പദ്ധതി വെച്ചാലും അതിന്റെ നടുവിൽ നിന്നെ വിളിച്ചുയർത്തുവാ. എത്ര പേര് ഇന്ന് രാത്രി കരമുയർത്തോ? അമ്മച്ചി, കാൽവരി ദർശനം കണ്ടവനെ തകർക്കുവാൻ ഒരു അന്ധകാരം ശക്തിക്കാൻ കഴിയത്തില്ല. ചെറുപ്പക്കാര, ഇന്ന് രാത്രി പറ, കാൽവരിയിലേക്ക് നോക്കി കരമടിച്ച് ആരാധിക്കുന്ന നിന്നെ തകർക്കുക ഒരു ദൂട്ട ശക്തിക്കും കഴിയത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ജയം കൽപ്പിക്കുക. സ്വോത്രം. ഇന്ന് രാത്രി ആത്മാവിൽ പറയണം, ചിലത് തകർന്നിട്ടുണ്ടെങ്കിൽ മറുപടി അപ്പുറത്ത് ദൈവം ഒരുക്കുന്നുണ്ട്. പടകിനകത്ത് ചിലത് ചോർന്നു പോയിട്ടുണ്ടെങ്കിൽ കൊട്ടാരത്തിൽ നിനക്ക് മുറി ഒരുങ്ങുന്നുണ്ട്. ഇന്ന് രാത്രി ഹല്ലേലൂയ വിടുതൽ നിന്റെ മേൽ വ്യാപരിക്കുമ്പോൾ ചില അന്ധകാര ശക്തികൾ നിന്റെ കണ്ണുമുൻപിൽ ഹല്ലേലൂയ മാറ്റപ്പെടുന്ന രാത്രിയാ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി സ്വോത്രം. ഇന്ന് രാത്രി യോഹന്നാൻ അവസാനമായി കൊടുക്കുന്നു. ഈ രണ്ടിടത്തുനിന്നും അവൻ രക്ഷപ്പെട്ടു. യോഹന്നാൻ അവസാനമായി അടുക്കടത്തുന്നു പത്മോസിൽ. അതാ പത്മോസിൻ്റെ പ്രത്യേകത. ഗ്രീസിലെ
ഏതൻസ് ഗ്രീസിൻ്റെ തലസ്ഥാനം. ഒളിമ്പിക്സ് അവിടെ 60 മൈൽ നീളത്തിൽ തേംസ് നദിയോട് ചേർന്ന് പൂവാർ ഐലൻഡ് കിട്ടുന്നത് പോലെ ഐലൻഡ് പദ്മോസ് 6 മാസത്തിലൊരിക്കൽ കപ്പലെടുക്കുന്ന സ്ഥലം. അവിടെ യോഹന്നാനെ യാത്രയാക്കി. വയോധികനായ യോഹന്നാൻ അവിടെ ചെന്ന് വീണു. കണ്ടത് 5 കാഴ്ചകൾ. ആകാശമുട്ട കരിമ്പന പച്ച മനുഷ്യനെ കൊത്തി തിന്നുവാൻ നിൽക്കുന്ന കഴുകൻ, മനുഷ്യൻ്റെ അസ്ഥികഷം വാർന്നു തിന്നുന്ന പരുന്ത്, തലയോട്ടിയുടെ ദുർഗന്ധ, ഹല്ലേലൂയ, പാറക്കൂട്ട്, കൊണ്ടുവന്ന യാനം പോയി, പടയാളികളും പോയി. വയോധികൻ 95 വയസ്സ് പ്രായം. സഹോദരി കൈകാലുകൾ വിറയ്ക്കുന്നു. അവിടെ മുട്ടുമടക്കി. ഇന്ന് രാത്രി പറയണത് എല്ലാ വഴികളും അടയും, വാതിലുകളും അടയും. ആകാശം മുട്ട കരിമ്പനക്കൂട്ടം കണ്ടാലും വെട്ടവും വെളിച്ചവും ഇല്ലാതെ നിന്റെ ഭവനത്തിൽ കടന്നാലും നിന്നെ തകർക്കുവാൻ ലോകത്തിൻ്റെ ശക്തികൾ കാൽ മുതൽ തലവരെ വന്നാലും, ഒരുപക്ഷെ അയൽവാസി മന്ത്രവാദി നിന്റെ മരണം കാത്തിരിക്കുവാൻ കടന്നാലും, ഒരുപക്ഷെ അതിൻ്റെ നടുവിൽ, പാറയുടെ നടുവിൽ ഞാൻ ചരുവിൽ കടന്നാലും, എൻ്റെ ഹല്ലേലൂയ അണ്ണുനീരിന് മുൻപിൽ സ്വർഗത്തിൻ്റെ കരമിറങ്ങി വരും. ലാസ്റ്റ് മൊമെന്റിൽ ഇന്ന് രാത്രി 10ാമത് കർമ്മൽ കൺവെൻഷൻ അവസാനിക്കുമ്പോൾ പറയണം, അവസാന മൊമെന്റിലും നിന്റെ കടുങ്കട്ടു വീണ വിഷയത്തിനകത്ത്, നിന്റെ കുടുംബത്തിനകത്ത് ഒരു കോവണി ഇറക്കി തരുക. പത്മോസിന്റെ ഏകാന്തതയിൽ ഇറങ്ങി വന്ന ദൈവകരം 2024 എന്നെ നടത്തും. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഈ രാത്രി ശക്തിയോടെ പറ, പിശാച് നടുങ്കട്ടെ. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. എളിയവർ നിലവിളിച്ച് യഹോവ കേട്ടു. സകല കക്ഷങ്ങളിൽ നിന്ന് വിടുവിച്ച ദൈവത്തിന് കോടാനുകൂടി സ്തോത്രം. സ്വർഗം തുറങ്ങുന്ന ദൈവദർശനം. 7 പൊൻ നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി അഗ്നിജ്വാലയ്ക്കത്തെ കണ്ണുള്ളവൻ കാലുകളിൽ ചുട്ടുപിടിപ്പിച്ചതുപോലെ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ മഹാനാഥ് 7 നക്ഷത്രമാകുന്ന സഭയെ വലങ്കൈ സൂര്യനെ പോലെ അവൻ്റെ മുഖം പ്രകാശിച്ചു. കാൽവരിയിൽ 39 അടി 186 മുള്ളുള്ള ഒരു കിരീടം പെരിട്ടോണിയസിൻ്റെ ചട്ടവാർ കൊണ്ട് വിരൂപമാക്കപ്പെട്ട നാഥൻ്റെ മുഖം കണ്ട യോഹന്നാൻ മുട്ടുമടക്കി. ഒരു കരം അവനെ തൊട്ട്, യോഹന്നാനെ ഭയപ്പെടേണ്ട, ആദ്യൻ അന്ത്യൻ ആൽഫ ഒമേഗ, മരണത്തിൻ്റെ പാതാളത്തിൻ്റെ താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ഞാൻ ഒരിക്കൽ മരിച്ചവൻ, എന്നാൽ എന്നും എന്നേക്കും ജീവിച്ചു. എഴുതിക്കോ കുഞ്ഞ്, നീ കണ്ടത് ഇപ്പോൾ ഉള്ളത്, മേലാൽ സംഭവിക്കാനുള്ളത്. അതാ വിശുദ്ധ വെളിപ്പാട് പുസ്തകം 404 വാക്യം 22 അധ്യായം. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. രംഗപടത്തിന് മുൻപിൽ മറിഞ്ഞിരിക്കുന്ന വരാൻ പോകുന്ന പ്രവചന സത്യങ്ങളാ വിശുദ്ധ വെളിപ്പാട്. അധ്യായം 1 തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു, 2, 3 ആസിയയിലെ 7 സഭ, 4 സഭ ഇവിടില്ല. അനന്തര സ്വർഗത്തിൽ 5 പുസ്തകം തുറപ്പാൻ യോഗ്യനാർ. 6 കുഞ്ഞാട് മുദ്രകൾ പൊട്ടിക്കുന്നു. 7 മുതൽ 11 വരെ ഇസ്രായേലിന്റെ നിലവിളി. 12 ആൺകുട്ടി സിംഹാസനം. 13 ലോകം ഒരുവൻ ഭരിക്കും പിശാചിന്റെ തൃത്വത്വം. ഇന്ന് രാത്രി കുഞ്ഞു വായിച്ചത് ഫിലാഡൽഫിയ സഭ. 7 സഭകളാ യോഹന്നാനോടുള്ള ബന്ധത്തിൽ തുർക്കിയിലെ ഏഷ്യാമേനിൽ എഫസോസ് മുതൽ ലവോദിക്കവരെ. ഫിലാഡൽഫിയ സഭ 3, 10, 11 കുഞ്ഞു വായിച്ചത്. ഫിലാഡൽഫിയ സഭയോട് സ്വർഗം കാണിക്കുന്നു. കുഞ്ഞ്, നിന്റെ സഭയിൽ വലിയ ആൾക്കാരൊന്നുമില്ല, കീബോർഡും വലിയ പാട്ടുകാരൊന്നുമില്ല, പക്ഷെ നിന്റെ സഭയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നിന്റെ സഭ വചനം കാത്തു. സ്വോത്രം. സഹിഷ്ണുതയുടെ എൻ്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിൽ ഒരു കഷ്ടം വരാൻ പോകുന്നു. ആ കാലത്ത് ദൈവസഭയെ ഞാൻ കാക്കും. അഥവാ വചനം കാത്തവനെ ദൈവം കാക്കും. ഫിലാദൽഫിയ സഭ തുർക്കിയിലല്ല ശരി. അങ്ങനെയെങ്കിൽ ഭൂതലത്തിൽ ഒരു കഷ്ടം വരുമോ? യേശുക്രിസ്തുവിൻ്റെ ഉലൂമല പ്രഭാഷണം കർത്തൃദാസൻ പ്രാർത്ഥിച്ചതുപോലെ, ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ലോകത്തിൻ്റെ അവസാനത്തിനും അടയാൾ. യേശു പറഞ്ഞ അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിൻ്റെ കൊമ്പിളതായി ഇല തളർക്കുമ്പോൾ വേനൽ. ഇസ്രായേലും അന്തിമയുദ്ധവും തൊടുന്നില്ല. പണ്ടൊക്കെ മരിയാപുരം അത് പ്രസംഗിച്ചു കഴിഞ്ഞു. ഇപ്പോഴത്തെ സംഭവം ഇതൊക്കെ കാണുമ്പോൾ അവനെടുക്ക വാതിൽക്കൽ ഒരുവൻ്റെ കയ്യിലേക്ക് ലോകഭരണം വരാറായി. സാമ്പത്തിക മണ്ഡലം, ഭൂകമ്പം, മഹാവ്യാധി, ജാതിയോട് എതിർക്കുന്നു. സകല വിഷയത്തിലും പ്രതിസന്ധിയെങ്കിൽ ലോകം ഒരുവൻ ഭരിക്കും. അങ്ങനെയെങ്കിൽ ലോകം ഒരുവൻ എപ്പോൾ ഭരിക്കും? കടക്കാം മൈക്രോ ചിപ്പിലേക്ക്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 1-2 വാക്യങ്ങൾ കുഞ്ഞു വായിക്കാം. വെളിപ്പാട് 13:1-2 വാക്യങ്ങൾ. പടപട അടുത്താട്ട് മക്കളെ. അപ്പോൾ 10 കൊമ്പ. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു, യൂറോപ്യൻ യൂണിയൻ, ബെൽജിയം, ഫ്രാൻസ്, ഇറ്റലി, ഈസ്റ്റ് ജർമ്മനി, ലംസംബർഗ്, നെതർലൻഡ്, പോർച്ചുഗൽ, സ്പെയിൻ, ഡെൻമാർക്ക്, ഗ്രീസ്, അയർലൻഡ്, ബ്രിട്ടൻ. 12-ൽ 1 ദൈവം വെട്ടി. അതിൻ്റെ പേരാ ബ്രിട്ടൻ. അതുകൊണ്ടാണ് പിള്ളേരെല്ലാം പോയത്. നമ്മുടെ ചെങ്കല്ല് റോസമാമ നല്ല നെയ്മീൻ്റെ വാല് വെട്ടുന്ന പോലെ സ്വർഗം വെട്ടിയതാ ബ്രിട്ടൻ. 12-ൽ 1 പോയി 11 അത് കഴിഞ്ഞിട്ട് ഇനി ഒറ്റ രാജ്യം കൂടെ പോയാൽ അന്ന് രാത്രി എൻ്റെ പ്രിയൻ വാനമേഘത്തിൽ വരും 11-ൽ നിന്ന്. അതുകൊണ്ട് ആ G7 ഉച്ചകോടി ഇറ്റലിയിൽ. ബാക്കി വാർത്തകൾ നാളെ പത്രത്തിൽ വരും. അടുത്ത വാക്ക് വായിച്ചിട്ട് മനെ 10 കൊമ്പും 7 തല. ഇറ്റലിയുടെ ടൈബർ നദീതീരം. മോഡി സാർ ഈ അടുത്ത സമയത്ത് പോയി ഇറ്റലിയുടെ ടൈബർ നദീതീരം. അക്കരെ 7 മലയുണ്ട്. ക്യാപിറ്റോളിയൻ, പാലിറ്റേലിയൻ, അവന്റേൻ, കൊറിയൻ, വിമിനൽ, എസ്കലൻ, ജാനിക്കുലൻ. അതാ അടുത്തത്. വായിക്കാം മോളെ. 10
ഇതാണ്ട് 10 രാജാക്കന്മാർ യൂറോപ്പിനോട് ചേരാൻ പോകുന്നു. അമേരിക്ക മാറാൻ പോവുക. പല ദിവസങ്ങൾ ഞാൻ പ്രസംഗിച്ച എൻ്റെ സഹോദരൻ ശാംപാസ് ഇവിടെ ഇരിക്കുന്നു, ശൽപാസ് ഇവിടെ ഇരിക്കുന്നു, ഇവിടെ പ്രസംഗം കേൾക്കുന്ന ഒരു അജി ഇരിക്കുന്നു. പണ്ടെല്ലാം ഞാൻ പ്രസംഗിച്ചു എണ്ണ വില ഡോളറിൽ നിന്ന് മാറും. ഇന്നൊരു പ്രഖ്യാപനം വന്നിരിക്കുക. G7 ഉച്ചകോടി കഴിഞ്ഞപ്പോൾ സൗദി അറേബ്യ പറയുന്നു എണ്ണ വില ഡോളറിൽ നിന്ന് മാറ്റാൻ പോവുകയാണ്. അങ്ങനെയെങ്കിൽ അമേരിക്കയുടെ കാര്യം കട്ടപ്പോകാം. മിണ്ടുന്നില്ലല്ലോ. സ്വോത്രം. നമ്മുടെ 2000 നോട്ട് പോലെ വെട്ടിയിലായിപ്പോ. ഇത് എത്രയോ നാൾ കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചതാ, പ്രസംഗിച്ചതാ. ഇന്ന് ഞാൻ പകൽ സഭായോഗത്തിൽ ഹല്ലേലൂയ ഞങ്ങളുടെ ലോക്കൽ സഭയിൽ പോയിട്ട് വന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ എനിക്ക് മെസ്സേജ് ഇട്ടു, പാസ്റ്റർ പണ്ട് പറഞ്ഞത് ശരിയായി. ഇന്നലെ രാത്രി സൗദി ഭരണകൂടം തീരുമാനിക്കുന്നു, അടുത്ത കമ്മിറ്റി ചേരാൻ പോന്നു, എണ്ണ വില ഡോളറിൽ നിന്ന് മാറ്റുവാൻ. പിന്നിൽ 2 അണ്ണന്മാരുണ്ട്, റഷ്യയും ചൈനയും. അതൊക്കെ വൻ സംഭവങ്ങളാ. ഇതെല്ലാം അന്തിമയുദ്ധത്തിൻ്റെ കാര്യങ്ങൾ. 10 കൊമ്പ് കഴിഞ്ഞാൽ 7 തല. വായിച്ചിട്ട് മോളെ, കൊമ്പുകളിൽ 10 രാജമുടിയും. രാജമുടിയാ 10 രാജാക്കന്മാർ യൂറോപ്പിനോട് ചേരും. അടുത്തത് തലയിൽ ദൂഷണനാമങ്ങളുമുള്ള ഒരു മൃഗം. ദൂഷണനാമം ഉള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ഒരു ലോകഭരണം വരാൻ പോകുന്നു സമുദ്രത്തിൽ നിന്ന്. ഇന്നലെ ദാനിയേൽ ഇത് തന്നെ പറഞ്ഞു. അടുത്ത വാക്ക്, ഞാൻ കണ്ട മൃഗം. അതാ ഇന്നലെ ഞാൻ പറഞ്ഞ ഗ്രീസിലെ ഒറ്റക്കൊമ്പൻ അലക്സാണ്ടർ. ഇന്നലെ വരാത്തവർ അജിയുടെ ഓൺലൈനിൽ കിടപ്പുണ്ട്. അലക്സാണ്ടർ ആരാവും, മരിച്ചെന്നൊക്കെ ബൈബിളും ഞാൻ ഇന്നലെ പറഞ്ഞു കേൾപ്പിച്ചു. തകർന്നു പോയ ഗ്രീസ് എഴുന്നേറ്റ് വരും. അടുത്തത്, ഇബ്രാഹിം റൈസി മരിച്ചു. ഇന്നത്തെ ഇറാൻ സൗദിയോടും അതുപോലെ തന്നെ റഷ്യയോടും ചൈനയോട് ചേരുന്ന ഇറാനെതിരെ പിന്തുണ കൊടുക്കും. അതാ കരടിക്കാൽ. പഴയ മേദ്യ പാർസിയ, ലിബിയ, ഈജിപ്റ്റ്, ജോർദാൻ ഇവരെല്ലാം ഒരുമിച്ച് ഇബ്രാഹിം റൈസിയുടെ മരണത്തിൽ അതെല്ലാം കണ്ടു. കരടിക്കാൽ ഇറാൻ പിന്തുണ കൊടുക്കും. അടുത്തത്, അതാ സിംഹമുഖ ഇറാഖ്. മനുഷ്യന്റെ കഴുത്തറക്കുന്ന IS-ന്റെ പടയാളികൾ. യവന്മാർ 3 ഒരുമിക്കും. ഇറാഖ് ഒരുമിക്കും, ഇറാൻ ഒരുമിക്കും, ഗ്രീസ് ഒരുമിക്കും, യൂറോപ്പ് സപ്പോർട്ട് കൊടുക്കാൻ പോകും. അടുത്ത വാക്ക് വായിച്ചാട്ടെ. ഏദനിൽ കണ്ട മഹാസർപ്പം വലിയ ശക്തിയും സിംഹാസനവും ദൈവം അറിഞ്ഞുകൊണ്ട് ഇപ്രാവശ്യം ഇറ്റലി തന്നെ ഈ കോൺഫറൻസ് G7 കൊണ്ടുപോയത്. അങ്ങനെ ഒരു ഭരണം ഇവിടെ വരാൻ പോകുന്നു. ഏകലോക ഭരണം. അങ്ങനെ ഒരു ഭരണം ഇവിടെ വന്നാൽ മൊബൈൽ വേണ്ട, ഇൻ്റർനെറ്റ് വേണ്ട, ടാബ് വേണ്ട, ഒന്നും വേണ്ട. മൈക്രോ ചിപ്പ് വഴി മനുഷ്യനെ വാച്ച് ചെയ്യാൻ പോകുന്നു. അതിൻ്റെ പേരാ ചാറ്റ് GPT, മറ്റ് ഇൻ്റർനെറ്റ്. വയ്ക്കാം. അങ്ങനെ ഒരു വന്നാൽ മനുഷ്യൻ്റെ കയ്യിലേക്ക് മൈക്രോ ചിപ്പ് വരുമോ? ഏറ്റവും നൂതനമായ സംഭവം. മനുഷ്യന് മൊബൈലും വേണ്ട, ടവറും വേണ്ട, ലൊക്കേഷൻ വേണ്ട. ഒരു മൈക്രോ ചിപ്പ് കൊടുത്താൽ ലോകത്തിലെ കാര്യങ്ങൾ മുഴുവൻ സാറ്റലൈറ്റ് വഴി മോണിറ്റർ ചെയ്യാൻ പോകുന്നു. ലോകം കാണാൻ പോകുന്ന മഹാത്ഭുതം, ഫ്യൂച്ചർ ഫന്റാസിയ. വായിച്ചു തരാം മക്കളെ. മനുഷ്യന്റെ കയ്യിൽ മൈക്രോ ചിപ്പ്. വെളിപ്പാട് പുസ്തകം 13, 16, 17, 18 വാക്യങ്ങൾ കുഞ്ഞു വായിച്ചാട്ടെ. അക്കാലത്ത് ആ നാൾ ദൈവസഭ എടുക്കപ്പെട്ടാൽ ചെറിയവരും വലിയവരും, സമ്പന്നന്മാരും ദരിദ്രന്മാരും, സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലം കൈമേലോ കിടക്കുന്ന. അടുത്തത്, നെറ്റിയിലോ മുദ്ര കിട്ടുമാ. അവിടെ ഫുൾ സ്റ്റോപ്പ് ചെയ്താട്ടെ. വലിയവൻ, ചെറിയവൻ, സമ്പന്നൻ, ദരിദ്രൻ, ദാസൻ എല്ലാവരും ഒരു ക്യൂ നിർത്തി. ആദ്യം 2016 തോന്നുന്നു നോട്ട് നിരോധനം. 2000-ന്റെ നോട്ട് പോയി. അന്ന് എല്ലാവരും ഒരു ക്യൂവിൽ നിന്നു. അത് കഴിഞ്ഞ ശേഷം ഇപ്പം നമ്മളെല്ലാം ഒരു ക്യൂവിൽ നിന്നു. ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ വാക്സിൻ എടുക്കാൻ. സന്തോഷമില്ലല്ലോ? വലിയവൻ, ചെറിയവൻ, സമ്പന്നൻ, ദരിദ്രൻ, ദാസൻ എല്ലാവരെയും കൊണ്ടുവരും. അതായി കോവിഡ് സാധാരണ സംഭവമല്ല. കൈമേലും നെറ്റിമേലും ലോകാരംഭം മുതൽ ഇവിടെ കർമ്മേൽ ചർച്ച അടഞ്ഞു കിടന്നു. കോവിഡ് കാലത്ത് ഞങ്ങൾ വന്ന് പ്രസംഗിച്ചു. അപ്പോൾ ബഹുമാനപ്പെട്ട പാസ്റ്റർ എന്ത് ചെയ്തു? എല്ലാവരെയും ചൂട് നോക്കി. ചിന്നമാമയുടെ കാലയിലും അവറാച്ചാൻ്റെ നെഞ്ചത്തുമല്ലെന്നോ ചൂട് നോക്കിയത് കൈമേലും നെറ്റിമേലും. അതിൻ്റെ അർത്ഥം ഇൻഫ്രാറെഡ് മീറ്റർ വെച്ച് ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ ചൂട് കയ്യിൽ, 2 തലമേൽ. ബൈബിളും സയൻസിലേക്ക്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളിരിക്കുന്നു, കൊച്ചു കുഞ്ഞുങ്ങൾ. ഈ കുഞ്ഞുങ്ങളെ പീഡിയാട്രിക് ഡോക്ടറെ അടുത്ത് നെയ്യാറ്റിൻകര കൊണ്ടുപോകുമ്പോൾ ഡോക്ടർ ആദ്യം കുഞ്ഞിനെ അവിടെ കിടത്താനല്ല പറയുന്നത്. തെർമോമീറ്റർ എടുക്കും, അല്ലെങ്കിൽ ആദ്യം ഡോക്ടർ തലയിൽ വെക്കും. സിസിലെ സിസ്റ്ററോട് പറയും വായിക്കാത്തോട്ട് ഒന്ന് കുത്തിയാക്കാൻ. സന്തോഷമില്ലല്ലോ? ചൂട് കിട്ടുന്നത് പോലെ മനുഷ്യൻ്റെ തലമേൽ ചൂട്, കൈമേൽ ചൂട്. മനുഷ്യൻ്റെ കൈമേലും നെറ്റിമേലും. വായിച്ചാട്ടെ. വായിച്ചോളെ. മനുഷ്യന്റെ കൈമേലും നെറ്റിമേലും മുദ്ര കെട്ടുമാറ്. മൃഗത്തിന്റെ പേരോ ഇവിടെ വരാൻ പോവാ. നീതി ആയോഗിന് ശേഷം മുദ്ര. മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയുമാക്കും. അതാ കോവിഡ് 36,000 അടിച്ചപ്പോൾ സഹോദരി വീണ ജോർജ് പറഞ്ഞൊരു കാര്യമുണ്ട്.
ബാങ്കിൽ കയറണേ 2 ഡോസ് വാക്സിൻ, സൂപ്പർ മാർക്കറ്റിൽ കയറണേ 2 ഡോസ് വാക്സിൻ എല്ലാം പറഞ്ഞു. ചില ബാങ്ക് മാനേജർമാർ ഒട്ടിച്ച് സ്റ്റിക്കർ. ചെറുപ്പക്കാർ കേൾക്കണം, വീണ ജോർജിന് അത്രയും കാര്യം അറിയത്തില്ലായിരുന്നു. മുഖ്യമന്ത്രിയുടെ വലതുഭാഗത്തൊരു ചെറുപ്പക്കാരൻ ഇരിപ്പുണ്ട്. കടകംപള്ളി ആനാവൂരി ഒന്നുമല്ല, ജോൺ ബ്രിട്ടാസ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ നയിക്കുന്നത് CPM-കാർക്കും അറിയത്തില്ല, ജോൺ ബ്രിട്ടാസ്. സോളാർ സമരം തീർപ്പാക്കിയത് ആരാ? നാളെ യോഗമില്ല, രാഷ്ട്രീയക്കാരൻ കേൾക്കട്ടെ, ബ്രിട്ടാസ്. ബാക്കി ഇനി സ്റ്റേജിൽ കൂടെ പറയത്തില്ല, ചായ മേടിച്ചെന്നാ പറയാം. സ്വോത്രം, ഇത്രേ പറയാൻ പറ്റൂ, സ്വോത്രം. അങ്ങനെയെങ്കിൽ ജോൺ ബ്രിട്ടാസ് ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞതെന്നറിയാമോ? മുഖ്യമന്ത്രിയോട് പറഞ്ഞ്, ചേച്ചി പറയുന്നത് ശരിയല്ല സാറേ, മെഡിക്കൽ എത്തിക്സ്. ഒരു മനുഷ്യന് ഇഷ്ടമുണ്ട് വാക്സിൻ എടുക്കാം, ഇഷ്ടമുണ്ട് സർജറി ചെയ്യാം, ഇഷ്ടമുണ്ട് അനസ്തേഷ്യ കുത്താം. ഇന്ന് രാത്രി എനിക്ക് നെഞ്ചുവേദന വന്നു, നേരെ നിങ്ങൾ ജിംസിൽ കൊണ്ട് ചെന്ന് ഉടനെ മധു ശ്രീധർ അവിടുത്തെ ചെറിയ ഡോക്ടറോട് എടുത്ത് ഒരു കുറേ കത്തിയും കുടിലും ഒക്കെ എടുത്ത് എൻ്റെ പള്ളയ്ക്ക് കുത്തു അമ്മാമ്മ ഇല്ല. കൂടെ വന്ന ബൈസ്റ്റാൻഡറോട് എടുത്ത് പറയും, ആരാ ഉത്തരവാദി? 3 പേപ്പർ ഒപ്പിട്ടേക്കാൻ പറയും. സന്തോഷമില്ലല്ലോ. അപ്പോൾ ഒരു വ്യക്തിയെ സർജറി ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ബൈസ്റ്റാൻഡർ ആ വ്യക്തി ഒപ്പിടണം. അതുപോലെ വാക്സിൻ അടിച്ചേൽപ്പിക്കാൻ പറ്റിയല്ല. ഉടനെ പിണറായി അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ആർക്കും എവിടെയും പോകാൻ ചൂട് നോക്കാം. വീണ ജോർജ് പറഞ്ഞു 2 ഡോസ് വാക്സിൻ. ചില ബാങ്കിൽ മാനേജർമാർ ഒട്ടിച്ചു. സ്വോത്രം. അപ്പോൾ ഗവൺമെൻറ്റിനറിയാം, ഹൈക്കോടതി ആരെങ്കിലും പോയി കഴിഞ്ഞാൽ ബാക്കി കൂടെ കേൾക്കാമെന്ന്. അതുകൊണ്ടന്ന് അവർ മാറ്റി. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ വാങ്ങുവാനും വിൽക്കുവാനും ഒരു മുദ്ര. അടുത്ത വായിച്ചിട്ട് മോള്, ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. ഇതാ വരാൻ പോകുന്ന 666. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ. ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ. അതൊരു മനുഷ്യന്റെ സംഖ്യ. അതത്രേ. ആ സംഖ്യ 666. ദാ കിടക്കുന്ന 666. അമ്മമ്മേ, ഇന്ന് പേടിഎമ്മും അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ വെച്ച് ഒരുപാട് പരിപാടി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അന്നേരം നിങ്ങളുടെ വിസ കാർഡും ക്രെഡിറ്റ് കാർഡും മൊബൈലിനകത്തോട്ട് കൊടുക്കുക. മൊബൈലിനോട്ട് കൊടുക്കുമ്പോൾ ഒരു സംഭവം നടക്കും. എന്താ? അവർ ചോദിക്കുക, അവസാനത്തെ 3 അക്കം ടൈപ്പ് ചെയ്യുക. കേട്ടവർ മാത്രം ഒന്ന് കരമുയർത്തുക. അവസാനത്തെ 3 അക്കം ടൈപ്പ് ചെയ്യാൻ പറയും. ഈ മൊബൈലിനും അറിയാം, ഈ കമ്പനിക്കും അറിയാം. അവസാന 3 അക്കം ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു OTP വരും, 1 ടൈം പാസ്വേഡ്. കേട്ടവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. അത് നിങ്ങൾ അടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ മാറും. ഇതാ പിന്നത്തതിൽ 666 ആകാൻ പോകുന്നത്. നിങ്ങളുടെ ATM കാർഡിനകത്ത് അവസാനത്തെ 3 അക്കം വെച്ചിട്ട് ഇന്നത്തെ ബാങ്കുകാർ ക്രമീകരിക്കുന്നെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ 3 പേരുടെ സംഖ്യ അടിക്കണം. 1 എതിർ ക്രിസ്തു, 2 മൃഗം, 3 കള്ളപ്രവാചകൻ. ഇവരുടെ 3 പേരും ഒരേ സമയം ഭരിക്കാൻ വരുന്നു. പഴയ പാമ്പായ സത്താൻ എതിർ ക്രിസ്തുവിനെയും 2 മൃഗത്തിനെയും കള്ളപ്രവാചകനെയും എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരും. അതാ 666. ഇത് തന്നെ കമ്പ്യൂട്ടറിന് WW. മറ്റൊരിടത്തിനെങ്കിലും പ്രസംഗിക്കാം. അങ്ങനെയെങ്കിൽ ഇതടിച്ചെങ്കിൽ മാത്രമേ ട്രാൻസാക്ഷൻ നടക്കത്തുള്ളൂ. ATM കാർഡ് കയ്യിലുണ്ട്, നിങ്ങളുടെ സ്മാർട്ട് ഫോണുണ്ട്, നിങ്ങളൊരു പേയ്മെൻറ്റ് കൊടുക്കുവാൻ മൊബൈലിനടുക്ക് അടിക്കുമ്പോൾ മൊബൈൽ കമ്പനി പറയും അവസാന അക്കം അടിക്കുവാൻ, അല്ലെങ്കിൽ OTP അടിക്കാൻ, അല്ലെ നിങ്ങളുടെ ATM കാർഡ് അടിക്കാൻ പറയൂ. എന്നെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഫോൺ പേയോ പേടിഎമ്മോ ഓടത്തുള്ളെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ 3 പേരുടെ സംഖ്യ. സ്വർഗത്തിന് 3 ഘടകം: പിതാവായ ദൈവം, പുത്രനായ ക്രിസ്തു, കാര്യസ്ഥൻ പരിശുദ്ധാത്മാവ്. അങ്ങനെയെങ്കിൽ ഇതെവിടെ തുടങ്ങി? മനുഷ്യൻ കൈവെക്കാൻ തുടങ്ങി. 2009 നമ്പറുകളുടെ തുടക്കമായി. 2009 ആദ്യത്തെ നമ്പർ വന്നു. ഇൻഫോസിസിൻ്റെ ചെയർമാൻ നന്ദൻ നിലകേനിയെ വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് ഒരു സാധനം ഇവിടെ വന്നു. അതിൻ്റെ പേര് വഴിയാധാരമായ ആധാർ. കണ്ടില്ലേ? അന്ന് അവർ പറഞ്ഞെന്തോ, വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ എടുക്കണ്ടെന്ന്. സ്വോത്രം. അന്ന് പറഞ്ഞതാ, ഇഷ്ടമുണ്ട് എടുത്താൽ മതി. അതൊക്കെ വെറും നമ്പർ. ഇന്ന് ആധാർ എന്തിനായി? കുഞ്ഞ് ജനിച്ചാൽ ആധാർ, ബാങ്കിനകത്ത് ആധാർ, പോസ്റ്റ് ഓഫീസിൽ ആധാർ, ബാങ്ക് അക്കൗണ്ട് ആധാർ, ഡ്രൈവിംഗ് ലൈസൻസ് ആധാർ, പുരയിടം എഴുതാൻ ആധാർ, വണ്ടി മേടിച്ചാൽ ആധാർ. ആദ്യം ചോദിക്കുന്ന വഴിയാധാരമായ ആധാർ. സന്തോഷമില്ലല്ലോ? എല്ലാത്തിനെയും ഒരു അക്കൗണ്ടിലാക്കി 12 അക്ക നമ്പറിലേക്ക് ലോകം വന്നു, ആധാറിലേക്ക് ലോകം വന്നു. അതിൻ്റെ പ്രത്യേകത എന്താ? 1 ആധാർ. ഇനി രണ്ടാമത്തെ കാര്യം, 2009 ഇൻഫോസിസിൻ്റെ ചെയർമാൻ നന്ദൻ നിലകേനി. 2015 അതിൻ്റെ രണ്ടാമത്തെ സംഭവം ഇവിടെ വന്നു. ഏറ്റവും നിർണായകമായി ശ്രദ്ധയോടെ കേട്ടിരിക്കണം. 2009 ആധാർ. 2013 അടുത്ത രണ്ടാമത്തെ സംഭവം വന്നു. ATMനകത്ത് മൈക്രോ ചിപ്പ് വന്നു. എന്ന് വന്നു 2013. ആദ്യമായിട്ട് ATMനകത്ത് മൈക്രോ ചിപ്പ് വരുന്നത് 2013. അതാ നാനോ സിലിക്കോൺ മൈക്രോ DNA. അത് കഴിഞ്ഞ് 2015 ആനയുടെ വാലിൽ ദാ വന്നു മൈക്രോ ചിപ്പ്.
അതുകൊണ്ട് ആ കോതയാർ ഇന്ന് നമ്മുടെ ഇടുക്കിയെ പറപ്പിച്ച് അരിക്കൊമ്പൻ. ചിലർ പറയുന്നു അവൻ്റെ ഫോട്ടോ എടുത്തുന്ന അവൻ്റെ ആരും ഫോട്ടോ എടുക്കാൻ ഏരിയയിൽ ചെല്ലാൻ പറ്റത്തില്ല. അവൻ്റെ വാലിലിരിക്കുന്ന മൈക്രോ ചിപ്പ് സാറ്റലൈറ്റ് വഴി കണ്ടിട്ടാ പടമെടുക്കുന്നത്. ആനയുടെ വാലിൽ ഇവിടെ നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും ചെങ്കൽ ക്ഷേത്രം വട്ടവള ക്ഷേത്രവും ഉത്സവത്തിന് ആനയെ കൊണ്ടുവരുമ്പോൾ മൃഗ ഡോക്ടർ ബാക്കിൽ ലാപ്ടോപ്പ് വെച്ച് ആനയുടെ ശരീരത്തിൻ്റെ രക്തത്തിൻ്റെ അളവ് നോക്കിയതിന് ശേഷമാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. അല്ലാത്ത ആനയെ കൊണ്ടുവന്ന അമ്പലക്കാരന് വകത്താവും, ആനയുടെ പാപ്പാനും വകത്താവും. സ്വോത്രം ദാ കിടക്കുന്നു ആനയുടെ വാലിൽ ചിപ്പ്. മൂന്നാമത്തെ സംഭവം. നാലാമത്തെ സംഭവം കേട്ടോണേ. എവിടായി മൈക്രോ ചിപ്പ് പറഞ്ഞു തരാം. പാസ്പോർട്ടിനകത്ത് 2018 മൈക്രോ ചിപ്പ് ദാണ്ടേ. അതിൻ്റെ പേര് RFID, റേഡിയോ ഫ്രീക്വൻസി ഇൻഫർമേഷൻ ഡേറ്റ. ഞാനൊരു മുദ്രയിലേക്ക് പോവാ. നാലാമത്തെ സംഭവം, പാസ്പോർട്ടിനകത്ത് ആദ്യം വെച്ചവന് ഇന്ത്യയുടെ ക്രിക്കറ്റ് കളിക്കാരൻ വിരാട് കോഹ്ലി. പാസ്പോർട്ടിനകത്ത് 2021 കോവിഡ് കാലമായപ്പോൾ ദാ വരുന്നു. എവിടം വരെ വന്നെന്നറിയാമോ? കാറിനകത്ത് ഫാസ്ടാഗ്, ഇതും RFID. ഇന്ന് രാത്രി പുതിയ കാറുള്ളൊരു കാറിൻ്റെ മണ്ടയ്ക്ക് നോക്കണം, അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് റേഡിയോ ഫ്രീക്വൻസി ഇൻഫർമേഷൻ ഡേറ്റ RFID. അതും മോണിറ്റർ ചെയ്യുന്നു. 5 6 യവനെല്ലാം കടത്തിവെട്ടി. ഇന്നവൻ്റെ ചേട്ടൻ നമ്മുടെ കയ്യിൽ വന്നു. അതിൻ്റെ പേരാ QR കോഡ്. കരമുയർത്തുന്നവർക്ക് സ്വോത്രം. ഇനി ചിപ്പൂടെ വന്നാൽ മതി. 2009 ആധാർ, 2013 ATM, 2015 ആനയുടെ വാൽ, 2018 പാസ്പോർട്ട്, 2021 ഫാസ്ടാഗ്, 2023 മുതൽ കഴിഞ്ഞ വർഷം മുതൽ QR കോഡ് സ്കാൻ ചെയ്താൽ മതി. ഇനി അടുത്തത് എയർപോർട്ട് വഴി യാത്ര ചെയ്യുന്നവർ. ഏറ്റവും നിർണായകമായ സംഭവം തിരുവനന്തപുരത്തും എറണാകുളത്തും വന്നു. നിങ്ങൾ പ്ലെയിനിൽ യാത്ര ചെയ്യുമ്പോൾ വീട്ടിലിരുന്ന് ഞെക്കിയാൽ നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയാൽ അതിനകത്തൊരു QR കോഡ്. തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ ചെല്ലുമ്പോൾ ആ ടിക്കറ്റ് ദാണ്ടൊരു ഗ്ലാസ്സിനകത്ത് കാണിക്കുമ്പോൾ തന്നെ ഗേറ്റ് തുറന്നു വരും. അന്ത്യകാലം അടുത്ത സംഭവിക്കാൻ പോകുന്നത്. ഇനി പെങ്കൊച്ചിൻ്റെ മുമ്പിലൊന്നും പോയി ക്യൂ നിൽക്കണ്ട. ലഗേജ് അവിടെ തൂക്കിക്കൊടുത്ത് എവിടെ ചെല്ലണമെന്നറിയാമോ? അവിടെ നിൽക്കുന്ന പട്ടാളക്കാർ അഥവാ CISFൻ്റെ അവിടെ ചെന്നിട്ട് അവർ ടിക്കറ്റ് അങ്ങോട്ട് നോക്കിയിട്ട് ആ ടിക്കറ്റിനകത്തൊരു ബാർകോഡുണ്ട്. ദാണ്ട QR വെക്കുമ്പോൾ തന്നെ ഗേറ്റ് തുറക്കും. എവൻ പോകാൻ അനുമതിയുള്ളവൻ കാത്തു നിൽക്കണ്ട. അവിടം വരായി ലോകമെങ്കിൽ ഇനി ഇത് വരാൻ പോകുന്നു മൈക്രോ ചിപ്പിൽ. അങ്ങനെയെങ്കിൽ ബൈബിളും മൈക്രോ ചിപ്പ്. മനുഷ്യൻ കൈമുദ്ര ഇടുമോ? എന്തിനു വേണ്ടി? വലിയ ആധാരമായ ആധാറിന് വേണ്ടി. ഈ ആധാർ വലിയ കുഴപ്പമാണ്. പലരും വിചാരിക്കും വളരെ നല്ലതാണ്. സ്വോത്രം. എന്താ ആധാറിൻ്റെ പ്രത്യേകത? കഴിഞ്ഞ നാളുകളിൽ ഞാൻ ഞങ്ങളുടെ നാട്ടിൽ കഴിഞ്ഞ വർഷം കരമടയ്ക്കാൻ പോയി. ഞാൻ കരമടയ്ക്കാൻ പോയപ്പോൾ എൻ്റെ വീടിനും വസ്തുവിനും കരമടച്ചു. എൻ്റെ പുറകെ ബാപ്റ്റിസ്റ്റ് ചർച്ചിൽ ഒരു വലിയ പ്രമുഖൻ നിപ്പുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞേക്കുന്ന 10 സെൻറ്റ് വീടുവേ ഉള്ളെന്ന. സ്വോത്രം. ഞാൻ കരമടിച്ചിറങ്ങി 4 പേരുമായിട്ട് വർത്താനം പറഞ്ഞപ്പോൾ ഇദ്ദേഹം പെങ്കൊച്ചിൻ്റെ കരമടയ്ക്കാൻ കൊടുത്തു. അന്നേരം പെങ്കൊച്ച് പറഞ്ഞ് കരമടയ്ക്കാൻ പറ്റുന്നില്ല, സാറിൻ്റെ ആധാറിൻ്റെ കോപ്പി തരണമെന്ന്. ആധാറിൻ്റെ കോപ്പി കൊടുത്തു. പെങ്കൊച്ച് കരമടയ്ക്കാൻ നോക്കിയപ്പോൾ 2 വർഷത്തെ കരം ബാക്കി. എന്നിട്ട് പെങ്കൊച്ച് ആധാർ അടിച്ചപ്പോൾ പറയാം പുനലൂരിലെ 2 ഏക്കർ റബ്ബറിൻ്റെ കരം അടച്ചിട്ടില്ലെന്ന്. സ്വോത്രം. ബാപ്റ്റിസ്റ്റ് ചർച്ചിൽ ഞങ്ങളുടെ ഉപദേശി പറഞ്ഞിരിക്കുന്നത് എനിക്ക് 15 സെൻറ്റ് വീടും ചാത്തന്നൂർ. കമ്പ്യൂട്ടർ നോക്കിയപ്പോൾ 2 ഏക്കർ പുനലൂര്. സന്തോഷമില്ലല്ലോ? പാസ്റ്റർമാരെല്ലാം കുഴങ്ങും. ഇത് വന്നാൽ റെഡിയാകത്തില്ലേ? സ്വോത്രം. ഈ വഴിയാധാരമായ ആധാർ ഭയങ്കര കുഴപ്പം. ഇവിടെ ചെറുപ്പക്കാരും പെൺപിള്ളേരും എല്ലാം ഇരിപ്പുണ്ട്. നിങ്ങൾ നേരെ എവിടെ പോകും? ഉദയംകുളങ്ങര ഫെഡറൽ ബാങ്കിൽ പോകും. 5 ലക്ഷം രൂപ വീടൊക്കെ കാണിച്ച് സർട്ടിഫിക്കറ്റൊക്കെ കൊടുത്ത് ലോൺ എടുക്കും. 3 മാസം കഴിഞ്ഞാൽ പിന്നെ അടയ്ക്കത്തില്ല. അവരെ ഫോണും എടുക്കത്തില്ല. ഇതുമായിട്ട് നേരെ പാറശാല പോയി ഈ ഡോക്യുമെൻ്റ് പാറശാല SBI ചെന്ന് അവിടെ പെങ്കൊച്ചുങ്ങളെ മാനേജറായിട്ടിരിക്കുന്നത്. ആ പെങ്കൊച്ചിൻ്റെ അടുത്ത് പറയും 5 ലക്ഷം ലോൺ വേണമെന്ന്. അവൾ കരമടച്ച രസീതും എല്ലാം നോക്കിയിട്ട് പറയും നാളെ കഴിഞ്ഞ് 2-3 ദിവസം കൂടെ കഴിഞ്ഞ് വരാൻ പറയും. ആധാറിൻ്റെ കോപ്പിയും കൊടുത്തിട്ട് പോകാൻ പറയും. നമ്മുടെ ചെറുപ്പക്കാരൻ വിചാരിക്കും ഇവിടെ 5 ലക്ഷം കിട്ടുമെന്ന്. സ്വോത്രം. അവൾ നല്ല ബുദ്ധിയുള്ള MCOM കാരിയ. അവൾ ഓൺലൈനിൽ ചെക്ക് ചെയ്യും. ആധാർ നമ്പർ വെച്ച് വേറെ എവിടെ ലോണുണ്ട്. 3-ാം ദിവസം ഉദയംകുളങ്ങരയിൽ നിന്ന് ചെറുപ്പക്കാരൻ 5 ലക്ഷം മേടിക്കാൻ പോവാം. മേഘം പൂത്ത് തുടങ്ങി, മോഹം പെയ്തു തുടങ്ങി. പാറശാല ചെന്ന് നല്ല പെൺകുട്ടിയെ ബാങ്കിലെ മാനേജർ. അവൾ കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു പ്രിൻ്റ് എടുത്തിട്ട് പറയും ദാണ്ട് ഉദയംകുളങ്ങരയിലെ ഫെഡറൽ ബാങ്കിൽ സ്വോത്രം ലോൺ അടച്ചിട്ട് നീ വാ കടക്ക് പുറത്ത്. സന്തോഷമില്ലല്ലോ? കാർ വാപ്പസി. സ്വോത്രം. എല്ലാം ശരിയായില്ലേ? സ്വോത്രം. അതുകൊണ്ട് ആ വഴിയാധാരമായ ആധാർ സകലത്തിലും എടുക്കുന്ന നമ്പർ അന്ത്യകാലമായി. ചെറുപ്പക്കാരെയും പെങ്കൊച്ചുങ്ങളെ ശ്രദ്ധിക്കും. ഇനി ബാങ്ക് മാനേജറെ പറ്റിക്കാൻ പോകരുത്. അന്യായ ഭാഷ പറഞ്ഞ് പെങ്കൊച്ചുങ്ങൾ പുറത്താക്കും. സ്വോത്രം. നല്ല ബുദ്ധിയുള്ള പെൺപിള്ളേരുന്ന് ബാങ്ക് മാനേജർ. കേട്ടോ? വഴിയാധാരമായ ആധാർ ആയിക്കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ സകല മനുഷ്യനും കൈവെക്കുമോ? ഇനി ആ വേൾഡ് ഓൺ എ ഫിംഗർ ടിപ്പ്. ഈ മുദ്ര എവിടം വരെ? വായിക്കാമോളെ യോബ് 37:7. സകല മനുഷ്യനും കൈവെക്കും ആധാറിന് വേണ്ടി. വായിക്കാം യോബ് 37:7. വായിച്ച സഹായിച്ചാട്ടെ. സൃഷ്ടിച്ച മനുഷ്യരൊക്കെയും
അറിവാൻ തക്കവണ്ണം താൻ സൃഷ്ടിച്ച മനുഷ്യരൊക്കെ അറിവാൻ തക്കവണ്ണം അവൻ സകല മനുഷ്യരുടെയും കൈ മുദ്രയിടുന്നു. സകല മനുഷ്യരുടെയും കൈമുദ്രയിടുന്നു. മുദ്രയിട്ടില്ലയോ? എന്തിനു വേണ്ടി? പെൻഷന് വേണ്ടി, സ്കൂളിന് വേണ്ടി, സകലത്തിനും വേണ്ടി മുദ്രയിട്ടു. ഇതാ ബൈബിളിന്റെ തനിമ, ഇതാ ബൈബിളിന്റെ നൈർമല്യത. ആരാ നമ്മുടെ ദൈവം? ആരാ ഇതെഴുത? ഇയ്യോബ്. ഇന്നേക്ക് 3000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഊസ് ദേശത്ത് സുന്ദരനായ ഒരു പുരുഷൻ, ആടുമാടുകൾ പോയി, 10 മക്കൾ പോയി. ഹല്ലേലൂയ. സാത്താൻ ഒന്ന് വിസിറ്റ് ചെയ്തപ്പോൾ സ്വർഗ്ഗം ചോദിച്ചു, എൻ്റെ പ്രിയപ്പെട്ട ഇയ്യോബിന്റെ മേൽ നീ കണ്ണുവച്ചോ? അവൻ മുട്ടുമടക്കി ദൈവത്തോട് നിലവിളിച്ചപ്പോൾ സ്വർഗം പറഞ്ഞു, താൻ സൃഷ്ടിച്ച മനുഷ്യനൊക്കെയും അറിയുക. സകല മനുഷ്യന്റെ കൈമുദ്രയിടുന്നു. ബാങ്കിനകത്ത് കൈമുദ്ര, റേഷൻ കട കൈമുദ്ര, എവിടെ ചെന്നാലും പറയും കൈയൊന്ന് വെച്ചേക്ക്. അപ്പോൾ ആരാ ഇയ്യോബ്? ഇയ്യോബിന്റെ പ്രത്യേകത എന്താ? സ്വോത്രം. അവനിപ്പം അവസാനമായിട്ടൊരു ഈ രോഗമായിരുന്നു, ശരീരം മൊത്തം പരിക്കൾ ബാധിച്ചു. അമ്മമ്മ അവൻ അറിയാതെ സൗണ്ട് സിസ്റ്റവും വിറ്റ് കാശ് മേടിച്ചു, ലഘുലേഖയും ബൈബിളും എല്ലാം കത്തിച്ച് ദൂരെ കളഞ്ഞു. ഇയ്യോബിൻ്റെ കൂടെ 2 കൊച്ചു ഉപദേശിമാരുണ്ടായിരുന്നു. അവരെ എന്താ എലീഫസും ബിൽദാദും. അവരെയൊക്കെ വിളിച്ചിട്ട് അമ്മമ്മ നല്ല അൽപകാമം കുഴിമന്തി പാവപ്പെട്ട ഇയ്യോബിനെ എവിടെ കൊണ്ടുപോയെന്നറിയോ? പശുക്കൾ കിടക്കുന്ന തൊഴുത്തിനകത്ത് കൊണ്ടുപോയി കടത്തിയിരിക്കുക. അവിടെ വല്ലപ്പോഴും ഒരു കട്ടൻ ചായ, ഒരു ചപ്പാത്തി, ഓട്ട് കഷ്ണം എടുത്ത് ഇയ്യോബ് ചൊറിഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമേൽ നിൽക്കുക. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി കാണുന്നത് താൽക്കാലികം, കാണാത്തത് നിത്യം. എവിടെ? ഇയ്യോബിന്റെ പ്രത്യാശ, ഭക്തന്മാരുടെ മരണം. നിങ്ങൾക്ക് ഏവർക്കും അറിയാം. നമ്മളിൽ വെളിപ്പെടാനുള്ള ദൈവത്തിന്റെ തേജസ് ഓർക്കുമ്പോൾ ഇന്ന് രാത്രി പ്യുവർ വചനം കേൾക്കണം. ബഥാനിയയിൽ ഒരു നല്ല ഭവനം ഉണ്ടായിരുന്നു. ആ ഭവനത്തിന്റെ പേര് ലാസറിന്റെ ഭവനം. അവിടെ 3 അംഗങ്ങളുണ്ടായിരുന്നു. ലാസർ 2, മാർത്ത 3, മറിയ. ലാസർ പാസ്റ്റർ പറഞ്ഞ പോലെ പോസ്റ്റോട്ടിപ്പ്, മറിയ വരുന്നവർക്ക്, മാർത്ത വരുന്നവർക്ക് കട്ടൻ കാപ്പി, മറിയ നോട്ട് ബുക്ക്. യേശു ബൈബിൾ കോളേജ് അവിടെ നടത്തിയ സ്വോത്രം. എല്ലാവരും ഓർഡിനേഷൻ മേടിച്ചുകൊണ്ട് പോയി. യേശു ഓർഡിനേഷൻ കൊടുത്തു, പോയി. ആദ്യം ലാസറിന് നെഞ്ചുവേദന, 2 ഷുഗർ കൂടി, കാല് മുറിച്ചു, 3 ക്യാൻസർ വന്നു. ഇപ്പം ലാസർ വല്ലാത്ത അവസ്ഥ. യേശുവിന് വാട്സപ്പൊക്കെ അടിച്ചു. നാട്ടുകാരെല്ലാം പറഞ്ഞു, യേശു ഇവിടുന്ന് കട്ടൻ ചീനി മീൻ പൊരിച്ചതും പൂവാർ ലൈലിൽ നിന്ന് വരുന്നില്ല. ലാസർ അങ്ങനെ ഉറക്കമായി. അവനെ മരുന്ന് കുത്തും, മോർഫിൻ. സഹോദരിമാർ ചോദിക്കും, ലാസറെ ഉറക്കവാ. കണ്ണ് തുറന്ന് വീണ്ടും ചോദിക്കുമ്പോൾ യേശു വന്നു. ഇന്ന് നടക്കെ നമ്മുടെ ചിറ്റപ്പം വന്നോ കൊച്ചപ്പം വന്നോ എന്നല്ല, യേശു വന്നു. അവർ പറയും, വരും മോനെ. അവൻ കണ്ണടച്ചു. അങ്ങനെ ലാസർ മരിച്ചിട്ട് ഉർമാലികൾ കൊണ്ട് തുച്ചി എവിടെ കൊണ്ടുപോയി? കല്ലറയ്ക്കകത്ത് വെച്ചു. എന്താ? 1-ാം ദിവസം 24 മണിക്കൂർ യേശു വന്നില്ല. 2-ാം ദിവസം 48 മണിക്കൂർ യേശു വന്നില്ല. 3-ാം ദിവസം 72 മണിക്കൂർ യേശു വന്നില്ല. 4-ാം ദിവസം 96 മണിക്കൂറാണ് യേശു വന്ന്. യഹൂദൻ്റെ ഒരു ആചാരമുണ്ട്, ഒരു മനുഷ്യൻ മരിച്ചാൽ 1 ദിവസമല്ല 3 ദിവസം കല്ലറയുടെ ചുറ്റും ആത്മാവ് നിൽക്കുമെന്ന്. സ്വോത്രം. അതുകൊണ്ടാണ് യേശു വരാഞ്ഞ്. കഷ്ടകാലത്തിന് യേശു വന്നൊരു ഹല്ലേലൂയ പറഞ്ഞ് അവൻ്റെ ആത്മാവിനെ കൊടുത്തു കഴിഞ്ഞാൽ യഹൂദ പരീക്ഷകൾ ഒരു കാര്യം പറയും. എന്താ പറയുന്നതെന്നറിയാമോ? യേശു വന്ന് ആത്മാവിനെ കൊടുത്തു. യഹൂദൻ്റെ പ്രമാണം തൽമൂദ് 4-ാം ദിവസം അസ്ഥിയോടും മാംസത്തോടും വേർപെടും. ഇനിയുള്ളതാ മെഡിക്കൽ സയൻസ്. ആര് വീട്ടിൽ വന്നു? യേശു വീട്ടിൽ വന്നു. മാർത്തയും പറഞ്ഞു, യേശുവേ നീ ഭവനത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് സംഭവിക്കത്തില്ലായിരുന്നു. യേശു പറഞ്ഞു, കുഞ്ഞുങ്ങളെ അവൻ ഉറങ്ങുക, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. കണ്ടോ? യേശു കല്ലറയുടെ അടുത്തേക്ക് പോയി. 3 ദിവസം കല്ലറയ്ക്ക് ചുറ്റും ആത്മാവ് നിൽക്കുമെന്ന്. ഇവിടെ നമ്മുടെ മര്യാപുരത്ത് അപ്പച്ചൻ 2 വർഷം മരിച്ച കല്ലറയുടെ അടുത്തൂടെ മക്കൾ പോകത്തില്ല. ആരെങ്കിലും പറയും അപ്പച്ചൻ്റെ ആത്മാവ് അവിടെ ഉണ്ടെന്ന്. സ്വോത്രം. യഹൂദൻ്റെ 3 ദിവസം. 1-ാം ദിവസം 24 മണിക്കൂർ കഴിയുമ്പോൾ രക്തം കട്ട പിടിക്കും. 48 മണിക്കൂർ അസ്ഥികൾ വിണ്ടുകീറും. 3-ാം ദിവസമാകുമ്പോൾ ശരീരത്തിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങൾ അവസാനിച്ചു. 4-ാം ദിവസം മനുഷ്യൻ്റെ ബോഡിയുടെ പ്രത്യേക നാറ്റം വെച്ച കല്ലറയുടെ നടുവിൽ വന്ന് യേശു വിളിച്ചു. യോഹന്നാൻ 11:43, ലാസറേ പുറത്തു വരിക. അവൻ എന്ത് ചെയ്തു? പുറത്തു വന്നു. ഉടനെ 108 ആംബുലൻസ് പിടിച്ച് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയോ? ഇല്ല. യോഹന്നാൻ 12:2 വീട്ടിൽ വായിക്കണം. അവിടെ ഒരു പന്തി ഒരുങ്ങി. മരിച്ച കൂട്ടത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ലാസർ അവൻ്റെ കൂടെ പന്തിയിൽ. ഇന്ന് രാത്രി വചനം കേൾക്കണം. അവൻ്റെ കാല് തള്ളവരൽ മുറിച്ചതാ ഷുഗർ കൊണ്ട്. അവൻ്റെ ശരീരത്തിനകത്ത് ഓപ്പറേഷൻ ചെയ്ത പാട്. അവൻ്റെ തലമുടി ക്യാൻസറിന് കീമോതെറാപ്പി കൊടുത്തില്ല. പക്ഷേ അവൻ പന്തിയിലിരിക്കുമ്പോൾ ഇന്ന് രാത്രി പെന്തിക്കോസ്തുകാർ പറയണം,
ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കയില്ല. ബലഹീനതയിൽ വിതയ്ക്ക്, ശക്തിയിൽ ഉയർക്ക്, അപമാനത്തിൽ വിതയ്ക്ക്, തേജസ്സിൽ ഉയർക്ക്. മക്കളെ, പ്രാകൃത ശരീരം മാറ്, ആത്മീയ ശരീരമായി നാം രൂപാന്തരപ്പെടും. അതുകൊണ്ട് ഇന്ന് രാത്രി കരമുയർത്തിയാട്ടെ. നമ്മളിൽ വെളിപ്പെടാനുള്ള ദൈവത്തിൻ്റെ തേജസ് ഓർക്കുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടം സാരമില്ല. പൗലോസ് അതുകൊണ്ടാ പറഞ്ഞത്, ഇപ്പോൾ നിങ്ങൾ അംശമായി കാണുന്നു, ഇപ്പോൾ നിങ്ങൾ അംശമായി പ്രവചിക്കുന്നു, പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും. നമ്മുടെ പ്രിയൻ വരുമ്പോൾ അവൻ്റെ കരത്തിൽ നിന്ന് സാമ്പാശുപാടിയുള്ള കൈപിടിക്കുക. അവനാ ഇയ്യോബ് 100 കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ചു. അതിനകത്ത് ഒരു കണ്ടുപിടുത്തം, താൻ സൃഷ്ടിച്ച മനുഷ്യനൊക്കെ എവിടെയെന്നറിയാൻ സകല മനുഷ്യൻ്റെ കൈമുദ്രയിടുന്നു. അങ്ങനെയെങ്കിൽ മനുഷ്യൻ്റെ കൈക്കകത്ത് രേഖയുണ്ടോ? പറയാം. സ്വോത്രം. ഇന്ന് രാത്രി ഞാനിവിടെ കൺവെൻഷൻ വന്നു, ഉണ്ണിക്കുട്ടൻ ഇവിടെ ഇരിക്കുന്നു, സൽപാസ് ഇവിടെ ഇരിക്കുന്നു, സാംപാസ് ഇവിടെ ഇരിക്കുന്നു. ഞങ്ങൾ റേഷൻ കട അരി മേടിക്കാൻ പോയി മരിയാപുരത്ത്. എല്ലാവരും കേൾക്കണം. എൻ്റെ കാർഡ് സാംപാസ് കൊടുത്തു, സാംപാസിൻ്റെ കാർഡ് സൽപാസ് കൊടുത്തു, സൽപാസ് ഉണ്ണിക്കുട്ടന് കൊടുത്തു, ഉണ്ണിക്കുട്ടൻ്റെ കാർഡ് അജിക്ക് കൊടുത്തു. ഞങ്ങൾ റേഷൻ കടയിൽ ചെന്ന് കൈവച്ച് ഈ പോസ് പറയും, വിരലടയാളം പരിശോധിക്കൂ. റേഷൻ കടയിൽ ഇരിക്കുന്ന പെങ്കൊച്ച് പറയും, അണ്ണാ നമ്മളെ പറ്റിക്കല്ലെന്ന്. സന്തോഷമില്ലല്ലോ. തമിഴ്നാട് ഭാഷയിലാന്ന് ഏമാത്തി കാണിക്കരുതെന്ന്. സ്വോത്രം. അങ്ങനെയെങ്കിൽ നമ്മുടെ കൈക്കകത്തൊരു രേഖയുണ്ടോ? ഉണ്ട് കുഞ്ഞുങ്ങളെ. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് പിണ്ടാകാരമായിരുന്നെങ്കിൽ അവൻ്റെ കണ്ണ് നിന്നെ ദർശിച്ചെങ്കിൽ ഇരിക്കുന്നത് അറിയുന്ന ദൈവം, എഴുന്നേൽക്കുന്നത് അറിയുന്ന ദൈവം, നടപ്പും കിടപ്പും അറിയുന്ന ദൈവം, ദൂരത്ത് നിന്ന് നിരൂപണങ്ങളെ ഗ്രഹിച്ചാക്കിയ ദൈവം, ആകാശത്തിൽ കയറിയാൽ അവൻ്റെ കരം തേടിയെത്തും. ഭൂമിക്ക് കീഴെ പാതാളത്തിനകത്ത് കിടക്ക വിരിച്ചാലും അവൻ്റെ കരം തേടിയെത്തും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ ഹല്ലേലൂയ കൈക്കകത്ത് രേഖ വരച്ചവനാ നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവം. അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങൾ മരിയാപുരത്ത് കൈവയ്ക്കുമ്പോൾ ഈ പോസിൻ്റെ കമ്പ്യൂട്ടറിനകത്ത് രേഖ വരുമെങ്കിൽ ഇന്ന് രാത്രി പറയണം, ആരാ നമ്മുടെ കൈക്കകത്ത് രേഖ വരച്ചത്? സ്വർഗത്തിലെ ദൈവം. ആരാ നമ്മുടെ ദൈവം? സാധാരണ ദൈവമല്ല. അഗ്നിജ്വാലയ്ക്കത്ത് കണ്ണുള്ളവർ, 10,000 മീൻ കെട്ടിപ്പറിയുന്ന ഗലീല കടലിനകത്ത് തൻ്റെ ഭക്തന് വേണ്ടി ഒരു ക്യാമറ പോലും വെക്കാതെ ചതുദ്രമ പണത്ത് ഒരുക്കിയവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. അതുകൊണ്ട് ഇന്ന് രാത്രി കർമ്മേൽ ഫെസ്റ്റിൽ റേഷന് വേണ്ടി, കമ്പ്യൂട്ടറിന് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ബാങ്കിൽ കൈയിട്ട ദൈവമക്കൾ, ഇനി നിങ്ങളുടെ കൈ കോട്ടൂര മന്ത്രവാദിയുടെ കയ്യിലും കൊടുക്കരുത്. സെക്രട്ടേറിയറ്റിനകത്തിരിക്കുന്ന ഹല്ലേലൂയ നടയിലിരിക്കുന്ന തത്തയെ വിട്ട് കൈ നോക്കുന്നവൻ്റെയിലും കൊടുക്കരുത്. അമ്മാമേ, നമ്മുടെ കയ്യിൽ രേഖ വരച്ചവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. അങ്ങനെയെങ്കിൽ കടക്കാം മൈക്രോ ചിപ്പിലേക്ക്. വരാൻ പോകുന്ന ഫ്യൂച്ചർ വെൻഡാസ് AI ക്യാമറ. വൈക്കം മക്കളെ, പുറപ്പാട് 13:9 മനുഷ്യൻ്റെ കയ്യിൽ, ഇസ്രായേൽ ജനം മനുഷ്യൻ്റെ കയ്യിൽ ചിപ്പ് വെക്കുക. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ തിരുവചനം വായിച്ച് സഹായിക്കാം. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിന്റെ 9-ാമത്തെ തിരുവചനം വായിച്ചാട്ടെ. യഹോവയുടെ ന്യായപ്രമാണം നിന്റെ വായിൽ ഉണ്ടായിരിക്കേണ്ടതിന്, യഹോവയുടെ ന്യായപ്രമാണം നിന്റെ വായിൽ ഉണ്ടായിരിക്കേണ്ടതിന് ഇത് നിനക്ക് നിന്റെ കൈയിന്മേൽ അടയാളമായി. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ഇസ്രായേലിന്റെ വചനം കെട്ടിവെച്ചിരിക്കുന്നത് കൈക്കകത്തിനാ. അതുകൊണ്ട് അവർ യൂതുകെ വൗകെ 2 തലമേൽ വായിച്ചാട്ടെ. നിന്റെ കണ്ണുകളുടെ നടുവിൽ ജ്ഞാപക ലക്ഷ്യമായും അതാ നെറ്റി കണ്ണുകളുടെ നടുവിൽ. ഇസ്രായേലിനകത്ത് മോശയുടെ കൊച്ചുമക്കൾ ഹസദിക്ക്, ഹർദിക്ക്, നെറ്റൂരി കർത്ത യവന്മാർ വാക്സിൻ പോലും എടുത്തിട്ടില്ല. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ എതിർ ക്രിസ്തു ചിപ്പുമായി വരും. അതാ യേശു പറഞ്ഞു, ഞാൻ പിതാവിൻ്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല, മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ. കയ്യിലെ വചനത്തെ മാറ്റും, തലയിലെ കെട്ടിനെ മാറ്റും. അങ്ങനെയെങ്കിൽ കൈമേലും നെറ്റിമേലും ചിപ്പ് വരും. അതാ കുഞ്ഞ് വാങ്ങിച്ചത് വായിക്ക് വാങ്ങുവാനും വിൽക്കുവാനും കൈമേലും നെറ്റിമേലും ചിപ്പ്. എന്നാൽ ബൈബിളിനകത്തുണ്ടോ ഈ മൈക്രോ ചിപ്പ് വരും? അത് ലോകത്തിൽ സംഭവിക്കുമോ? ഇന്ന് രാത്രി ദൈവജനം മനസ്സിലാക്കണം. ഏറ്റവും നിർണായകമായി കണ്ടുപിടുത്തം ഇന്ന് ലോകത്തിൽ മനുഷ്യൻ്റെ കൈമേലും നെറ്റിമേലും ചിപ്പ് കൊടുക്കാം. ഏറ്റവും നിർണായകമായ സംഭവം ലോകത്തിൽ വന്നു കഴിഞ്ഞു. ദാണ്ടേ ദാ കിടക്കുന്നു, ബൈബിൾ പ്രവചനം നിവർത്തിയാകുന്നു. മനുഷ്യൻ്റെ കയ്യിൽ ചിപ്പ്. ദാ കിടക്കുന്നു ബൈബിൾ പ്രവചനം. ഓസ്ട്രേലിയ അതിനാസ്പദമായി ഇന്ത്യയിൽ ഒരു സംഭവം വരുന്നുണ്ട്. അതിൻ്റെ പേരാ ഇന്നത്തെ ആയുഷ്മാൻ കാർഡ്. കരമുയർത്തുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. ഇത് അമേരിക്കയിൽ ആദ്യം തുടങ്ങിയത് ബരാക് ഒബാമ. അപ്പം നമ്മുടെ ബൈബിളിനകത്ത് എഴുതി മനുഷ്യൻ്റെ കൈമേലും നെറ്റിമേലും ചിപ്പെങ്കിൽ ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് യോഹന്നാൻ പത്മോസിൻ്റെ ഏകാന്തതയിൽ കിടന്നപ്പോൾ
ആർക്കും അറിയത്തില്ല. കൈമേലും ദാ കിടക്കുന്നു. അമേരിക്കയിൽ വൈറ്റ് ഹൗസിൽ കയറിയ ബ്ലാക്ക് മാൻ ബരാക് ഒബാമ കൈമേൽ ചിപ്പ് വച്ചെങ്കിൽ കർമ്മേൽ ഫെസ്റ്റിനകത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഇന്ന് രാത്രി കരമുയർത്തി പറയണം, വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയമെടുത്തു. സ്വോത്രം. ഇന്ന് രാത്രി മൈക്രോ ചിപ്പുമായി ഒരുവൻ വരുന്നു. അതായത് G7 ഉച്ചകോടി, ഏകലോക ഭരണം. അങ്ങനെയെങ്കിൽ ഇന്നത്തെ കമ്പ്യൂട്ടർ സിസ്റ്റം മാറിക്കഴിഞ്ഞു. ഏറ്റവും നിർണായകമായി ഈ മൈക്രോ ചിപ്പ് വച്ചാൽ മനുഷ്യൻ്റെ തലച്ചോറിനെ കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കാം. അതിൻ്റെ പേരാ ഹ്യൂമൻ ട്രാക്കിംഗ് സബ്ലമൽ ഇംപ്ലാന്റിംഗ് ടെക്നോളജി. വായിച്ചു തരാം. വെളിപ്പാട് 13:10 വായിക്കാം. അടിമയാക്കി. വായിച്ചിട്ട് മക്കളെ, വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 10-ാമത്തെ വാക്യം. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ. മതി, അവിടെ നിൽക്കട്ടെ. ബാക്കി ഞാൻ പറയുമ്പോൾ ദാണ്ടേ തലച്ചോറുകളെ ബന്ധിപ്പിക്കുവാൻ ഇൻ്റർനെറ്റ്. ഇന്ന് രാത്രി ദാ വരുന്നു എലോൺ മസ്ക്. ദാ കിടക്കുന്നു എലോൺ മസ്ക്. ഒരു കൊച്ചിൻ്റെ തലയിൽ ചിപ്പ് വെച്ചു. ബൈബിൾ ദാ കിടക്കുന്നു. ലോകം ടെലിപ്പതിയിലേക്ക്, അജി കൃത്യമായിട്ടെടുത്തു, ലോകം ടെലിപ്പതിയിലേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പത്മോസിൻ്റെ ഏകാന്തതയിൽ യോഹന്നാൻ പറഞ്ഞു, അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. ലോകം ടെലിപ്പതിയിൽ ആരാ? ഒരു ചെറുപ്പക്കാരൻ്റെ തലയിൽ. ദാണ്ടേ എത്ര ക്ലിയർ ബൈബിൾ. മസ്തിഷ്കത്തിൽ ചിപ്പ്, വഴിത്തിരിവായിക്കും ന്യൂറാലിങ്ക് ഇന്റർനാഷണൽ. ദാ കിടക്കുന്നു മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൽ ചിപ്പ്. ആരാ? യഹൂദൻ. എലോൺ മസ്ക് എന്ന് പറയുന്ന ഒരു യഹൂദ. അവൻ 2016 അമേരിക്കയിൽ ഒരു കമ്പനി തുടങ്ങി, കാലിഫോർണിയ ന്യൂറാലിങ്ക് ഇന്റർനാഷണൽ. ആദ്യം അവൻ പൂച്ചയുടെ മനുഷ്യൻ്റെ ഒക്കെ ചെക്ക് ചെയ്തു. അവൻ ആദ്യം കുരങ്ങൻ്റെ ചിപ്പ് വെച്ചു. ദാ 2023 ദാ കിടക്കുന്നു 24 ജനുവരി തല തളർന്ന ഒരു ചെറുപ്പക്കാരൻ്റെ തലയിൽ ചിപ്പ് വെച്ചു. ഇതിൻ്റെ പേരാ ഹ്യൂമൻ ട്രാക്കിംഗ് സബ്ലമൽ ഇംപ്ലാന്റിംഗ് ടെക്നോളജി. അർത്ഥം 5 കാര്യം ഈ മൈക്രോ ചിപ്പിലൂടെ ഒരു ഭരണാധികാരിക്ക് നിർവഹിക്കാം. അതിനാസ്പദമായി AI ക്യാമറയും വന്നു. എന്താ AI ക്യാമറ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നിയന്ത്രിത ബുദ്ധി വഴി മനുഷ്യനെ നിയന്ത്രിക്കാം. AI ക്യാമറയുടെ പ്രത്യേകത എന്താ? ഇന്ന് കേരളത്തിൽ KN ബാലഗോപാൽ ഇറങ്ങിയപ്പോഴേ ക്യാമറയ്ക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറ എവിടെ തുടങ്ങി? പാറശാല ഇഞ്ചിവിള മുതൽ കാസർഗോഡ് തലപ്പാടി വരെ 756 ക്യാമറ. കയറുമില്ല, വയറുമില്ല. ചെകുത്താൻ്റെ കണക്ക് 2 മുള്ളും 1 ക്യാമറയും ബാറ്ററി സപ്ലൈ 1 IC-യും സിം കാർഡ് പോലെ. പാറശാല ഒരു വണ്ടി ഇത് സിഗ്നൽ കട്ട് ചെയ്താൽ 3 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ കരങ്ങളിൽ ഫൈൻ. 1 ഓ സിഗ്നൽ വരും. ശാസ്തമംഗലത്ത് കെൽട്രോണിനകത്ത് 30 പേർ, ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. 2 നിങ്ങളുടെ മൊബൈലിനകത്ത് പടം സഹിതം വരും. 1 പാറശാലയിൽ പടം, 2 കെൽട്രോണിൽ മെസ്സേജ്, 3 നിങ്ങളുടെ മൊബൈലിനകത്ത് ഫോട്ടോ. 3 മിനിറ്റ് കൊണ്ട് എവിടെ വെച്ച് കാര്യം ശരിയാക്കിയെന്ന് വരും. അതിൻ്റെ പേരാ AI ക്യാമറ. AI ക്യാമറ. പാറശാലയിൽ നിന്ന് ശാസ്തമംഗലത്തേക്ക് വയറുണ്ടോ? ഒന്നുമില്ല. കാസർഗോഡ് പോകണം, തലപ്പാടി, കേരള കർണാടക ബോർഡറാണ്. ഞാൻ ഞെട്ടിപ്പോയി. ക്യാമറ നിരത്തി വെച്ചേക്കുക. എല്ലാ ക്യാമറയും ഇങ്ങനെ ഇരിക്കുന്നു. നമ്മുടെ ചെകുത്താൻ്റെ കണക്ക് 2 മുള്ള്, കറണ്ട് കൊടുക്കാൻ 1 പിന്നെ അതിനകത്തൊരു മൈന്യൂട്ട് സിമ്മുണ്ട്. പടപട ഇപ്പോൾ അജിർ കാടിയുന്ന പോലെ മിനിറ്റ് കൊണ്ട് കൊടുക്കുന്നു. AI ക്യാമറ. ഒരു ദിവസം 50,000 വണ്ടികളെ കേരളത്തിൽ മോണിറ്റർ ചെയ്യുന്നു, കരമുയർത്തുന്നവർക്കായി. അങ്ങനെയെങ്കിൽ ഇനി മനുഷ്യൻ്റെ കയ്യിൽ സാറ്റലൈറ്റ് കൊടുത്താൽ, ഹല്ലേലൂയ, മൈക്രോ ചിപ്പിനെ സാറ്റലൈറ്റ് വഴി മോണിറ്റർ ചെയ്യുക. അതിൻ്റെ പേരാ അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. ഹ്യൂമൻ ട്രാക്കിംഗ് സബ്ലമൽ ഇംപ്ലാന്റിംഗ് ടെക്നോളജി. അതിനെന്ന് കമ്പ്യൂട്ടർ സ്റ്റുഡൻസ് വിളിക്കുന്നു ഫ്യൂച്ചർ ഫന്റാസിയ. ലോകം കാണാൻ പോകുന്ന അത്ഭുതം. AI ക്യാമറയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് പറഞ്ഞ് 2 മിനിറ്റ് കടമെടുത്താലും കേൾക്കണം. സ്വോത്രം. എന്താ AI ക്യാമറ? വളരെ കുഴപ്പം. കുടുംബജീവിതം തകർക്കുന്ന ഈ പുള്ളിക്കാരൻ. സ്വോത്രം. നെയ്യാറ്റിൻകര ഒരു പയ്യൻ, അവൻ ഇവിടുന്ന് കല്യാണം കഴിച്ചു, പൂവാറിൽ നിന്ന് കല്യാണം കഴിച്ചു. അവൻ എന്ത് ചെയ്തെന്നറിയാമോ? നെയ്യാറ്റിൻകരക്കാരൻ്റെ പൂവാറിൽ ഭാര്യയുടെ വീട്ടുകാർ നല്ലൊരു ബുള്ളറ്റ് കൊടുത്തു. എന്താ പിള്ളേരെ പേടിയ. RC ബുക്ക് ആരുടെ പേരിലായിരുന്നു? പെങ്കൊച്ചിൻ്റെ പേരിലായിരുന്നു. അപ്പോൾ ആദ്യം അവരൊക്കെ തങ്ങളി ബുള്ളറ്റിൽ കറങ്ങി. ഒരു ദിവസം ആ പയ്യൻ പറഞ്ഞു, എനിക്ക് സിറ്റി വരെ പോകണം. നെയ്യാറ്റിൻകര ഭാര്യയോട് പറഞ്ഞു. അവനൊരു ഹെൽമറ്റും എടുത്ത് യാത്രയായി നെയ്യാറ്റിൻകര ആശുപത്രി ജംഗ്ഷനിൽ വന്നപ്പോൾ കൂടെ പഠിച്ച ഒരു പെങ്കൊച്ചിനെ കണ്ട് പെങ്കൊച്ചിനോട് പറഞ്ഞ്, ഞാൻ സിറ്റിക്ക് പോവാൻ കയറുന്നു ചോദിച്ചു. വേറെ ദുരിമത കാര്യമൊന്നുമില്ല. 2 കൂടെ വർത്താനം പറഞ്ഞ് യാത്രയിൽ ബാലരാമപുരത്ത് എന്നപ്പോൾ ക്യാമറ ഒറ്റയടി. സന്തോഷമില്ലല്ലോ? സ്വോത്രം. പടം എവിടെ വന്ന്? RC ബുക്ക് ഭാര്യയുടെ പേരില്ല. ബാലരാമപുരത്ത് നിന്ന് അടിച്ചത് ആ സെക്കൻഡ് കെൽട്രോൺ. ശാസ്തമംഗലം 2 MBD 3
ഭാര്യയുടെ മൊബൈലിൽ പടം സഹിതം ചേട്ടൻ്റെ ബൈക്കിൻ്റെ പുറകെ ഒരു പെണ്ണ് തലയിൽ ചട്ടിത്തൊപ്പിയില്ല. സ്വോത്രം. വെടിവെച്ചാൻ കോവിൽ എത്തുന്നതിന് മുമ്പിട്ട് ഭാര്യ ഫോൺ ചെയ്യുന്നു, ചേട്ടൻ സിറ്റിയിൽ പോയതാന്നോ പെങ്കൊച്ചുമായിട്ട് കറങ്ങാൻ പോയാന്നോ. കാര്യം തീർന്നല്ലോ. റെഡി. ഇനി നിങ്ങളുടെ കാര്യം വിട്. ഞാനിവിടെ മര്യാപുരത്ത് പാസ്റ്റർ കൺവെൻഷൻ വരുവാ. ഞാൻ നമ്മുടെ കഷ്ടകാലത്ത് ഞാൻ ബാലരാമൂർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞപ്പോൾ പരിചയമുള്ള CSIയിൽ ഒരു സൗകര്യം ഇരിക്കുന്നു. ഞാൻ വണ്ടി ചവിട്ടി നിർത്തി സൗകര്യോട് ചവിട്ടി പോയോ. അപ്പോൾ പറയും നെയ്യാറ്റിൻകര പോവാ. ഞാൻ പറഞ്ഞ് അമരവിള. ഞാൻ പറഞ്ഞു ഞാൻ അവിടെ ഇറക്കാം, ഞാൻ ഉദയംകുളങ്ങര വഴിയല്ലേ പോകുന്നതെന്ന് പറഞ്ഞ് ധൈര്യമായിട്ട് കയറാൻ പറയും. ഫ്രണ്ടിലിരുത്തി കഷ്ടകാലത്തിന് ബെൽറ്റ് ഇടാനും മറന്നുപോയി. നെയ്യാറ്റിൻകര കഴിഞ്ഞപ്പോൾ ഈ ക്യാമറ ഒറ്റയടിയായി ക്യാമറ എൻ്റെ ഭാര്യയുടെ പേരിലായിരുന്നു എൻ്റെ വണ്ടിയുടെ RC ബുക്കും പേപ്പറും. അമരവിള ഈ സഹോദരി ഇറക്കി പുതിയംകുളങ്ങര കട്ടനടിക്കാൻ കയറിയപ്പോൾ ഭാര്യ വീട്ടിൽ നിന്ന് വിളിച്ചു വയ്ക്കുന്നു, അച്ഛൻ കൺവെൻഷന് പോയതാന്ന്, ചേച്ചിയായിട്ട് കറങ്ങാൻ പോയാന്ന്. സന്തോഷമില്ലല്ലോ. സ്വോത്രം. കാര്യം പോയില്ലയോ. കഴിഞ്ഞ ദിവസം ന്യൂസ് ചാനലിൽ വാർത്ത ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സിനോട് ഞാൻ ചോദിച്ച്, മോനെ കുടുംബജീവിതം തകരുമല്ലോ ഈ പോക്ക് പോയാൽ. അപ്പോൾ അവരെന്നോട് പറയും, പാസ്റ്റർ ഇതിനും വഴിയുണ്ടെന്ന് പറഞ്ഞു. സ്വോത്രം. എല്ലാവരും കേട്ടോണം. പിന്നെ ഞാൻ വരുമ്പോൾ കട്ടൻ മേടിച്ച് തരണം. സ്വോത്രം. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വണ്ടിയുടെ രേഖകൾ പരിശോധിക്കണമെങ്കിൽ RC ബുക്കിൻ്റെ കോപ്പിയായിട്ട് നാളെ, ഇനി ചിലപ്പോൾ അവധിയായിരിക്കും, അടുത്ത ദിവസം അക്ഷയയിലോ അല്ലെങ്കിൽ ഈ ഓൺലൈൻ ചെയ്യുന്ന ചില സ്ഥലങ്ങളുണ്ട്. ഓൺലൈൻ അക്ഷയ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ വേറെ ചില പിന്നെ പച്ചയും ബോർഡൊക്കെ വെച്ച് ഓൺലൈനുണ്ട് ഇപ്പോഴത്തെ. അവിടെ പോയിട്ട് എന്ത് ചെയ്യണം, സുഗമ ഓൺലൈൻ അവിടെ ചെന്നിട്ട് അവരോട് പറയണം പരിവാഹനം എടുക്കാൻ. പരിവാഹനം എടുക്കുമ്പോൾ നിങ്ങളുടെ വണ്ടി നമ്പർ കിട്ടും. അപ്പോൾ ചെറുപ്പക്കാരി ചെല്ലുമ്പോൾ വണ്ടി നമ്പർ അടിക്കുമ്പോൾ അതിനകത്ത് കോണ്ടാക്റ്റ് നമ്പർ വരുന്നത് ഭാര്യയുടെയാണ്. സന്ദേശം മുഴുവൻ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത് മാറ്റാൻ പറ്റുമെന്ന് പെങ്കൊച്ചിനോട് ചോദിച്ചാൽ അവൾ പറയും, ഒരു കാരണവശാലും നടക്കത്തില്ല, ആധാർ സഹിതം രജിസ്ട്രേഷനിൽ പോയതാണ്. അപ്പോൾ ഒരു ഓപ്ഷൻ കൊടുക്കാം. അതിൻ്റെ പരിപാടിയാണ്, 1 മാസം കൂടെ കഴിഞ്ഞാൽ ഈ നമ്പർ കട്ടാകും, അതുകൊണ്ട് വേറൊരു നമ്പർ ആഡ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ പറയാം അത് പറ്റും. അന്നേരം പെങ്കൊച്ച് ചോദിക്കും, ആ ഇടുന്ന നമ്പറിൻ്റെ മൊബൈൽ കൊണ്ടുവന്നിട്ടുണ്ടോ? പയ്യൻ പറയും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ പെങ്കൊച്ച് പരിവാഹനം എടുത്തിട്ട് പഴയ നമ്പറിൽ ഒരു മെസ്സേജ് കൊടുക്കും, ഇതൊരു മാസം കഴിഞ്ഞ് കട്ട്. പയ്യൻ്റെ ഇരിക്കുന്ന നമ്പർ അങ്ങോട്ട് കൊടുക്കും, ഭാര്യ പോലും അറിയത്തില്ല. അപ്പോൾ അവളൊന്ന് ഞെക്കും, ഒരു OTP വരും, ഇങ്ങോട്ട് തരാൻ പറയും, ആഡ് ചെയ്യും. ആധാരം പ്രശ്നമല്ല, ഒന്നുമല്ല. 25 രൂപയുടെ കേസ്. ആര് എവിടെയും ബൈക്കെ കയറ്റിക്കൊണ്ടുപോകാം. സന്തോഷമില്ലല്ലോ. ഭാര്യ പോലും അറിയത്തില്ല. ഇതാണ് ഇതിലും രക്ഷപ്പെടാൻ വഴി. ഇന്നത്തെ സയൻസ് അവിടം വരെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അതിൻ്റെ പേര് AI ക്യാമറ. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ, ശ്രദ്ധയോടെ കേൾക്കണം, 2 വാക്ക് വായിച്ചുകൊണ്ട് ഇടവേളയിലേക്ക് പോ. ബാക്കി അതിൻ്റെ പറയും, കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ഇന്നത്തെ മനുഷ്യൻ്റെ സകല കാര്യങ്ങളും ഒരു മൈക്രോ ചിപ്പിൽ കൊണ്ടുവരാം. അതിന് അമേരിക്കയിൽ നിന്ന് ഒരെണ്ണം വരുന്നു, മൈക്രോ നീഡിൽ പാച്ച്. അതുപോലെ തന്നെ ഇന്ന് എലോൺ മസ്ക് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ എലോൺ മസ്ക് പറയുന്നത്? ഒരു മൈക്രോ ചിപ്പിനകത്ത് നിന്ന് എത്ര കാര്യം ഇതാ കിടക്കുന്നു. ഇതിനകത്ത് ബാങ്ക് അക്കൗണ്ട്, സകല ഇടപാട് സ്റ്റോർ ചെയ്യുന്ന പോലെ ഒരു മൈക്രോ ചിപ്പിനകത്ത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് 1000 കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാം. ഇതൊക്കെ പണ്ട് കേട്ടാൽ ഞങ്ങളും ഞെട്ടിപ്പോയി നടക്കുമെന്ന്. പണ്ട് ഇവിടെ നമ്മുടെ പ്രകാശ് ബ്രദർ പാട്ടിടുന്നത് ഒരു CD ഓൺ ചെയ്യും. CD ഓൺ ചെയ്യുമ്പോൾ ഇവിടെയെല്ലാം പാട്ട് കേൾക്കും. ആ സമയത്ത് ആ പ്രകാശ് ബ്രദർ ഡീസൽ മേടിക്കാൻ പോകുമ്പോൾ ഒരു സംഭവം നടക്കും, CD കട്ടാവും. സനൽ പാസ്റ്റർക്ക് അറിയത്തില്ല, ആകെ ബുദ്ധിമുട്ടാണ്. ആ കാലം പോയി. ഇന്ന് പ്രകാശ് ബ്രദർ ഒരു പെൻഡ്രൈവായിട്ട് വരും, കുത്തിക്കഴിഞ്ഞാൽ 10 ദിവസവും മര്യാപുരം നിൽക്കാതെ പാട്ട് കേൾക്കും. കരമുയരുന്നില്ലല്ലോ. സ്വോത്രം. സഹോദരിമാർ ബ്ലൗസെ കുത്തുന്നതിൻ്റെ കണക്ക്, പിന്നിൻ്റെ കണക്ക്, ഒരു പെൻഡ്രൈവ്, ഒരു കോയിൽ, അതിനകത്ത് 1000 കാര്യം കയറും. അങ്ങനെയെങ്കിൽ അത് കയ്യിൽ കൊടുത്താൽ സാറ്റലൈറ്റ് വഴി മോണിറ്റർ, അത് തലയിൽ കൊടുത്താൽ സാറ്റലൈറ്റ് വഴി മോണിറ്റർ, ന്യൂറോലിങ്ക് ഇൻ്റർനാഷണൽ. ഇനിയുള്ള കാര്യം, ഒരു മനുഷ്യൻ്റെ തലച്ചോറിൽ 3 ഘടകം, സെറിബ്രം, സെറിബെല്ലം, മെഡുല്ല, ഒബ്ലാങ്കേറ്റ. ഇതിനകത്ത് ബുദ്ധിശക്തി, ഓർമ്മശക്തി, സംസാരശക്തി. 1 മിനിറ്റിൽ 40 ചിന്ത, 1 മണിക്കൂറിൽ ഒരു മനുഷ്യൻ്റെ മസ്തിഷ്കത്തിലെ ചിന്ത 2400 ചിന്ത. ഇന്ന് രാത്രി മര്യാപുരത്തേക്ക് എൻ്റെ തലയിപ്പോൾ കാനഡ ടൊറൻറ്റോയിലെത്തും, അത്രയും ചിന്ത. അങ്ങനെയെങ്കിൽ ഈ ചിപ്പ് കൊടുത്താൽ ഇതെല്ലാവരും വെക്കും. 5 കാര്യം ഈ ചിപ്പ് കൊണ്ടറിയാം. ഒന്ന്, ഈ ചിപ്പ് കയ്യിലുണ്ടെങ്കിൽ മൊബൈൽ വേണ്ട, സാറ്റലൈറ്റ് വഴി GPS വഴി മനുഷ്യൻ്റെ ലൊക്കേഷൻ തരും. കരമുയർത്താം. ഇന്നത്തെ സ്കൂൾ ബസ്സിനകത്ത് മൊത്തം ഒട്ടിച്ചു GPS. ഡ്രൈവർ മൊബൈൽ എടുക്കണ്ട, അതിനകത്തൊരു നമ്പറുണ്ട്. അത് മാറണല്ലൂർ പിന്നെ ക്രൈസ്റ്റ് സ്കൂളിലെ കന്യാശ്രീ അമ്മച്ചി ഒറ്റ ഞെക്കിയാൽ ബിരാലി മൂട്ടി കിടക്കുന്ന വണ്ടിയെ GPS വഴി മോണിറ്റർ ചെയ്യാം. ക്ലിയറായോ?
ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മെഡിക്കൽ സയൻസ് പറയുന്നു ഈ ചിപ്പ് വച്ചാൽ തളർവാദ രോഗികൾ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യത. അത് കഴിഞ്ഞെങ്കിൽ ശരീരത്തിൽ സ്ട്രോക്ക്. ഇതുണ്ടെങ്കിൽ ഈ ചിപ്പ് വച്ചാൽ ECG പോലും എടുക്കണ്ട. ദാണ്ട് നിങ്ങളുടെ പേന ദാണ്ട് ദാ ഇവിടെ നെയ്യാറ്റിങ്കര നല്ല സൂപ്പർ മാർക്കറ്റ് ശബരീസ്, അവിടെ ചെന്ന് ഇങ്ങനെ കാണിക്കുമ്പോൾ ലാപ്ടോപ്പിനകത്ത് സ്കാനർ കൊടുക്കുമ്പോൾ പേനയുടെ വില തെളിയുന്ന പോലെ ചിപ്പ് കാണിച്ചാൽ മനുഷ്യനിൽ വരാവുന്ന അസുഖങ്ങളെ പിടിക്കാം. മൂന്നാമത്തെ സംഭവം, 80% മനുഷ്യരിലും ക്യാൻസർ സെല്ലുണ്ടെന്ന് പറയുന്നു. ഈ ചിപ്പ് മോണിറ്റർ ചെയ്താൽ ഈ ചിപ്പ് വിളിച്ചു പറയും ക്യാൻസർ എന്ന് വരും. അപ്പോൾ മെഡിക്കൽ സയൻസ് പറയുന്നു ഈ ചിപ്പ് വച്ചാൽ 30 വർഷം ആയുസ് നീട്ടിക്കിട്ടും. സന്തോഷമില്ലല്ലോ? അപ്പം ആര് വെക്കും? രാഷ്ട്രീയക്കാർ വെക്കൂ? മന്ത്രിമാർ വെക്കൂ? അവരല്ല, ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാർ ആദ്യം വെക്കും. 30 കൊല്ലം കൂടെ പ്രസംഗിച്ച് കാശ് കിട്ടത്തില്ലേ? സന്തോഷമില്ലല്ലോ? ഇതാ സർപ്പം ഹൗവയെ ഉപായത്തിൽ ചതിച്ചതുപോലെ. നാലാമത്തെ സംഭവം, ഈ ചിപ്പിൻ്റെ പ്രത്യേകത എന്താ? വായിച്ചു തരാം. ഇതിന് വിളിക്കുന്ന പേരാ RNM, റിമോട്ട് ന്യൂറൽ മോണിറ്ററിങ്. ഞാൻ പറയുമ്പോൾ മോള് വായിക്കണം. നാലാമത്തെ സംഭവം നിങ്ങൾ കേൾക്കണം. ഈ ചിപ്പ് വച്ചാൽ വൻകിട കമ്പനികൾ, റിലയൻസ്, അദാനി, ഇതുപോലെ ടാറ്റ, ഇവരെല്ലാം ഈ ചിപ്പ് വെക്കാൻ തയ്യാറ്. എന്താ? അവരുടെ വർക്കേഴ്സ് എല്ലാവരും കേൾക്കണം. ടെക്നോ പാർക്കിൽ ഒരു കമ്പനി, ഒരു ചെറുപ്പക്കാരന് 4 ലക്ഷം രൂപ ശമ്പളം. അപ്പോൾ മുതലാളിക്ക് ഒരു സംശയം, ഇവ ഈ വരുന്ന കൊട്ടേഷൻ മറിക്കുന്നു. അപ്പം മുതലാളി ഇവനെ പിരിച്ചുവിടാൻ പറ്റുമോ? കമ്പനി കൊടയും. അതിന് പൊന്നെ ചക്കര് മുത്തേന്നും പറഞ്ഞ് യവൻ്റെ കയ്യിൽ ചിപ്പ് വച്ചാൽ യവൻ ആരോട് സംസാരിക്കുന്നെന്ന് ഫെഡറൽ ബാങ്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്ന പോലെ ഈ ചിപ്പ് മുതലാളിയുടെ മൊബൈലുമായിട്ട് കണക്ട് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് കോൾ ഹാക്ക് ചെയ്ത് മുതലാളിക്ക് കൊടുക്കുക യവൻ ആർക്ക് മെസ്സേജ് അയക്കുന്നെന്ന്. ക്ലിയർ? കമ്പ്യൂട്ടറിൻ്റെ അതിവേഗ ശൃംഖല. നാലാമത്തെ കാര്യം, സൗകര്യമാർക്ക് ഏറ്റവും നല്ല കാര്യം, ഈ ചിപ്പ് കയ്യിൽ വെച്ചിട്ട്, മൊബൈൽ ഫോൺ കയ്യിൽ വെച്ചിട്ട് ചെങ്ങന്നൂർ അവറാച്ചനെ വിളിക്കണമെന്ന് തലയൊന്ന് ആലോചിച്ചാൽ ചിപ്പ് മൊബൈലിനോട് പറയും കണക്ട് ചെയ്തേക്കാം. സന്തോഷമില്ല? കൈ ഞെക്കണ്ട. ചെങ്ങന്നൂർ തോമാച്ചാനെ ഓൺലൈനിൽ കിട്ടി. എന്തൊരു നല്ല കാലം ആ വരാൻ പോകുന്നു. RNM, റിമോട്ട് ന്യൂറൽ മോണിറ്ററിങ് ലോകം ഒരുവൻ്റെ കയ്യിലേക്ക്. 1, മനുഷ്യൻ്റെ ലൊക്കേഷൻ. 2, വരാൻ പോകുന്ന പാർക്കിസൺസ്, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്. 3, മനുഷ്യൻ്റെ ശരീരത്തിൽ വരാൻ പോകുന്ന ക്യാൻസറിനെ കണ്ടുപിടിക്കാം. 4, ഇന്നത്തെ ലോക സാമ്പത്തിക മേഖലയിൽ ഇത് വെച്ചാൽ കമ്പനിയുടെ ഉടമകൾ സേഫ്, കമ്പനിയിൽ വർക്കേഴ്സിനെ മുഴുവൻ കമ്പ്യൂട്ടറിൻ്റെ നെറ്റ്വർക്കിൽ. 5, മനുഷ്യൻ തല കൊണ്ട് ചിന്തിക്കുമ്പോൾ ടച്ച് മൊബൈൽ ഡയൽ ചെയ്ത് നമ്മുടെ ഇത്തരം സിസ്റ്റം ക്ലിയർ വിളിച്ചോളാൻ. അതാ അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. മൈക്രോ ചിപ്പ്. അടുത്ത വാക്ക് വായിച്ചിട്ട് മോനെ. വാളാൽ. വായിച്ചിട്ട് അടുത്ത വാക്ക് വാളാൽ. വെളിപ്പാട് 13:10 അടിമയാക്കിക്കുന്ന അടിമയായി പോകും. അടുത്ത വാക്ക് വായിച്ചിട്ട് വാളുകൊണ്ട്. കൊല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും. അതാ ഇന്നത്തെ ആക്രമണങ്ങൾ. IS. അടുത്തത് ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ട് ആവശ്യം. അന്ത്യം വരെ കാത്തിരിക്കുന്നവരെ ചേർക്കുവാൻ എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരാറായി. അങ്ങനെയെങ്കിൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ടെക്നോളജിയായ യഹൂദൻ എലോൺ മസ്ക്, അവന്മാർ ഇത് വെക്കുമോ? യഹൂദൻ ഒരിക്കലും ചിപ്പ് വെക്കത്തില്ല. ഇനി യഹൂദൻ എന്തുകൊണ്ട് ചിപ്പ് വെക്കത്തില്ല? ഒരു വാക്യം കൂടെ വായിക്കുമ്പോൾ ഇടവേള. ലേവ്യ പുസ്തകം 13-ാം അധ്യായം 28-ാമത്തെ വാക്യം. യഹൂദൻ ചിപ്പ് വെക്കത്തില്ല. വായിക്കാം. പുള്ളി തൊക്കിന്മേൽ പരക്കാതെ. വായിച്ചാട്ട് മക്കളെ. പുള്ളി തൊക്കിന്മേൽ പരക്കാതെ കണ്ട നിലയിൽ തന്നെ നിൽക്കുകയും നിറം മങ്ങിയിരിക്കുകയും ചെയ്താൽ അത് തീപ്പൊള്ളലിന്റെ തിമർപ്പ്. യഹൂദൻ വെക്കത്തില്ല ചിപ്പ്. പുരോഹിതൻ. വായിച്ചാട്ട് മോളെ. പുരോഹിതൻ അവനെ ശുദ്ധിയുള്ളവനെന്ന് വിധിക്കണം. പുരോഹിതൻ അവനെ ശുദ്ധിയുള്ളതെന്ന് വിളിക്കണം. ഇത്രയും ടെക്നോളജി ഉള്ള അമേരിക്കയിലെ ബരാക് ഒബാമ, ഓസ്ട്രേലിയ, ഈ ഓൺലൈൻ കാണുന്ന ദുബായിൽ എമിറേറ്റ്സ് ഐഡി ആയിരുന്നു, അമേരിക്കയിൽ അമേരിക്കൻ ഐഡൻറ്റിറ്റി ആയിരുന്നു. ദുബായിൽ അറബിയുടെ കയ്യിൽ ചിപ്പ് വെച്ച് കൊടുത്തു. സ്വീഡൻകാരൻ വന്നിട്ട് എത്തിസലാട്ടിൻ്റെ സഹായത്തോടു കൂടി അറബിയുടെ കയ്യിൽ ചിപ്പ് വെച്ച് കൊടുത്തു. ഏഷ്യാനെറ്റ് നോക്കിയാൽ ഈ ന്യൂറാലിങ്ക് ബൈബിളുമായിട്ട് അവർ തന്നെ വാർത്ത പറയുന്നു. ഇത് ബൈബിളിലെ പ്രവചനമായി എലോൺ മസ്കുമായി ചേർന്ന് നടത്തുന്നത്. എലോൺ മസ്കിൻ്റെ അടുത്ത് ഇപ്പോൾ കേരളത്തിൽ മത്സരിച്ച
രാജീവ് ചന്ദ്രശേഖർ, തിരുവനന്തപുരം മത്സരിച്ച രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ 2023 ലണ്ടനിലൊരു കോൺഫറൻസ് ഉണ്ടായിരുന്നു, ചാറ്റ് ജി പി ടി കോൺഫറൻസിൽ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രി അന്ന് എലോൺ മസ്ക് പറഞ്ഞൊരു കാര്യമുണ്ട്, മോഡി സാറിനോട് പറയണം, ഈ ചിപ്പ് മനുഷ്യൻ്റെ കയ്യിൽ കൊടുത്താൽ ഇവിടെ ബാങ്ക് മോഷണം അതുപോലെ തന്നെ കൊലപാതകം ഒന്നും കാണത്തില്ല. സംശയമുള്ളവരുടെ ശരീരത്തിൽ ചിപ്പ് വച്ചാൽ സാറ്റലൈറ്റ് വഴി മോണിറ്റർ ചെയ്യാം. കാലം പോയി. നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ സംശയമുള്ള കാപ്പ കേസിലെ പ്രതികളിലെ ഇത് വെച്ചിട്ടുണ്ട്. ഏത് കേസ് വന്നാലും അവൻ്റെ വീട്ടിലാണ് പോലീസ് വണ്ടി ഉടനെ പോകുന്നത്. ആ കാലം പോയി. ഈ ചിപ്പ് വച്ചാൽ എന്താ സംശയം? ആരുടെ കയ്യിലുണ്ട്? അവർ ബാങ്ക് റോബറിക്ക് പോന്നോ, കത്തിക്കുത്തിന് പോന്നോ, മതിലിയാടുന്നു എന്നറിയാം. പറഞ്ഞത് എലോൺ മസ്ക്. ഇപ്പോൾ മൂന്നാമത് മോഡി സാർ അധികാരത്തിൽ വന്നു. നിങ്ങൾ കാണാൻ പോകുന്നൊരു സംഭവം ഇന്ന് ഞാൻ പറയാൻ പോകുന്നു. വരാൻ പോകുന്ന ഇസ്രയേലിൻ്റെ വ്യവസായി എലോൺ മസ്ക് ഇന്ത്യയിൽ മോഡി സാറുമായിട്ട് കൈ കൊടുക്കാൻ പോകുന്നു. എത്ര? $100 കോടി കരാർ. അഥവാ ഇസ്രയേലിൻ്റെ ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം വരാൻ പോകുന്നു, വാൾമാർട്ട് ഇന്ത്യയിൽ. അതിൻ്റെ പിൻപിലാ എലോൺ മസ്ക്. അവനിവിടെ വരും മക്കള്. ലോകം ഒരുവൻ്റെ കയ്യിൽ വരണമെങ്കിൽ വരും. അന്ന് എലോൺ മസ്ക് മോഡി സാറിൻ്റെ രാജീവ് ചന്ദ്രശേഖരോട് പറഞ്ഞ് ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് പറയണം, 150 കോടി ജനങ്ങളിലേക്ക് ഇന്ത്യ പോകാൻ ഞങ്ങൾ ഈ ചിപ്പ് വെക്കാം. കൃപ പ്രാപിച്ച ദൈവമക്കളെ, നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായി. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ. പലരും പറയും ഉപദേശിമാരിത് പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന്. കോവിഡ് വരുന്നത് വരെ സകലരും വിചാരിച്ച് ലോകം നല്ലതുപോലെ പോകുന്നു. കോവിഡ് വന്നപ്പം ചേട്ടനും ചേച്ചിക്കും അപ്പച്ചനും അമ്മച്ചിക്കും ഒരു നെഞ്ചുവേദന എന്തോ നടക്കുമെന്ന്. സ്വോത്രം. ഇതാ ഈറ്റ് നോവിൻ്റെ ആരംഭം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി യഹൂദൻ ചിപ്പ് വെക്കത്തില്ല. ഒന്ന്, കമ്പ്യൂട്ടറിൻ്റെ പ്രതിമയെ യഹൂദൻ വണങ്ങത്തില്ല. 2, അവൻ മൈക്രോ ചിപ്പ് വെക്കത്തില്ല. അന്ന് എതിർ ക്രിസ്തുവിൻ്റെ പട്ടാളക്കാർ ആരെ അറക്കും? യഹൂദൻ്റെ കഴുത്തറത്ത് താഴെ വീഴും. ആ രക്തസാക്ഷികളുടെ പേരാ പീഡാകാല രക്തസാക്ഷികൾ, കരമുയർത്തുന്നവർക്കായി. അതുകൊണ്ട് യേശു പറഞ്ഞു, ഞാൻ പിതാവിൻ്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ കൈക്കൊണ്ടല്ലോ, മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വരും. അങ്ങനെയെങ്കിൽ 2 ചിപ്പ് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ വെക്കാൻ പറ്റുമോ? പഞ്ചാബിൽ നിന്ന് അരിമണിയുടെ വലിപ്പത്തിൽ അമേരിക്ക ഒരെണ്ണം വരുന്നു, മൈക്രോ നീഡിൽ പാച്ച്. എലോൺ മസ്ക് ദാ ഒരു പയ്യൻ്റെ തലമേൽ ചിപ്പ് വെച്ചു. ന്യൂറാലിങ്ക് ദാ കിടക്കുന്ന പയ്യൻ്റെ മേൽ ചെസ്സും കളിച്ചു. അങ്ങനെയെങ്കിൽ മനുഷ്യൻ്റെ കൈമേലും നെറ്റിമേലും ചിപ്പ് വരാറായി. 2 ചിപ്പ് നമ്മുടെ കയ്യിൽ വെക്കുമോ? വായിക്കാമോളെ എഫേസ്യ ലേഖനം 4:30. നമ്മുടെ അകത്തൊരു ചിപ്പുണ്ട്. വായിക്കാം എഫേസ്യർ 4:30. വായിച്ചാട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. വെളിപ്പാടിൽ മൃഗത്തിന്റെ മുദ്ര. ഇതിനകത്ത് അടുത്ത മുദ്ര. അടുത്ത വായിച്ചാട്ടെ. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. കരമുയർത്തുന്നവർക്കായി 2 ചിപ്പ് നമ്മുടെ കയ്യിൽ വെക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നാനോ, സിലിക്കോൺ, മൈക്രോ, DNA, എലോൺ മസ്കിൻ്റെ മുദ്രയും ദാ വെച്ച് കഴിഞ്ഞു. മസ്തിഷ്കത്തിൽ ചിപ്പ് ന്യൂറാലിങ്ക്. താമസമിന മനുഷ്യൻ്റെ കൈകളിലേക്ക് മൈക്രോ ചിപ്പ് വെക്കാൻ കാലമായി. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ആ ചിപ്പ് നമ്മുടെ ശരീരത്തിൽ കയറുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിൻ്റെ ചിപ്പ് വച്ചവരെ ചേർക്കുക. എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരാറായി. കർമ്മേൽ ബസിൻ്റെ 10ാമത് രാത്രി കരമുയർത്തിയാട്ടെ. ആ കരമുയർത്തിയാട്ടെ എല്ലാ കരങ്ങൾ. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ നിന്നാകുന്നു. അവിടെ നിന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി മടങ്ങി വരുന്നു. സഹിഷ്ണുതയുടെ എൻ്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിലെങ്ങും വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഇതോ ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാ. ഇന്ന് രാത്രി നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചുകൊള്ളുക. ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. മരിയാപുരം, പ്ലാത്താങ്കര, ചെങ്കല് വരുവാനുള്ളവൻ വരും, കാലമേറെയില്ല. ഒരു കാര്യം പറഞ്ഞ് ഇടവേളയിലേക്ക് 2 വാക്യം കഴിയുമ്പോൾ ഈ രാത്രി സമാപിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇവിടെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതായിരിക്കുന്നു, 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾ. ഇവർക്ക് വേണ്ടി ഇന്നൊരു സംഭവം വന്നിട്ടുണ്ട്. അതിൻ്റെ പേരാ പോളിയോ. പോളിയോ കണ്ടുപിടിച്ചതാരാ? ഒരു ഇസ്രായേൽ ശാസ്ത്രജ്ഞൻ്റെ. അവൻ്റെ പേരാ പോളിയോ കണ്ടുപിടിച്ച ജോൺ ലിറ്റിൽ വാക്സ്. നോട്ട് ചെയ്യണം. അതിൻ്റെ പ്രത്യേകത എന്താ? 5 വയസ്സിൽ താഴെയുള്ളൊരു കുഞ്ഞ് വീട്ടിനകത്ത് കാല് മുടന്തി കിടക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി മോഡി സാറും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും ആരോഗ്യമന്ത്രി വീണ ജോർജും ഇഷ്ടപ്പെടുന്നില്ല. അവരിവിടെ പരസ്യം കൊടുക്കും. പഞ്ചായത്ത് മെമ്പർ ജീപ്പ്, നാളെ പോളിയോ, നാളെ പോളിയോ കുഞ്ഞുമായിട്ട് വരാൻ. അന്ന് മര്യാപുരത്തെ സഹോദരി കൊച്ചു കുഞ്ഞിനെ കൊണ്ട് ഷീല കല്യാണ മണ്ഡപത്തിൽ ചിക്കൻ തിന്നാൻ പോകും.
പിന്നെ കുഞ്ഞിന് പോളിയോ വന്നിട്ട് കുറ്റം പറയരുത്. സന്തോഷമില്ലല്ലോ? നീ പോളിയോ കൊടുക്കണം. അതാ പോളിയോയുടെ പ്രത്യേകത എന്താ? മനുഷ്യകുലത്തിന് വരാനിരിക്കുന്ന ലോകത്തിൽ നിന്ന് അഡ്വാൻസ് വാക്സിൻ. എന്നാൽ ഇന്ന് രാത്രി ഇവിടെ മരിയാപുരത്ത് മനുഷ്യകുലത്തിനൊരു പോളിയോ വന്നു. അതിൻ്റെ പേരാ പാപം. പാപത്തിൻ്റെ പേരാ തിന്മയുടെ ശക്തി. മദ്യപാനം, പുകവലി, ഇതല്ല. ഇന്ന് രാത്രി പ്രിയപ്പെട്ട ദൈവമക്കളെ, പാപത്തിന് റേഡിയേഷൻ ഉണ്ടോ? പാപത്തിന് ആൻറ്റിബയോട്ടിക് ഉണ്ടോ? നെയ്യാറ്റിങ്കര തിരുവനന്തപുരം RCC ചെന്നിട്ട് പാപത്തിന് കീമോതെറാപ്പി ഉണ്ടോ? മെഡിക്കൽ കോളേജ് ചെന്ന് ന്യൂറോ സർജനോട് പറയും എൻ്റെ ശരീരത്തിൽ പാപം, സർജറി പുറത്തു പോകാൻ പറയും. എന്നാൽ ഈ 10ാമത് കർമേൽ ഫെസ്റ്റിവലിൽ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി ഒരു വാക്സിനെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. അതത്രേ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം. കരമുയർത്തുന്നവർക്കായി സകല പാപവും പോക്കി ശുദ്ധീകരിക്കാൻ. സകലമല്ല, സകല പാപവും. മകനെ, മകളെ, ചെറുപ്പക്കാരാ, വീട്ടിനകത്തിരിക്കുന്ന അപ്പച്ച, ബോക്സിന് കീഴിലിരിക്കുന്ന കുഞ്ഞ്, ഒരു രാത്രി കൂടി നാളെ യോഗമില്ല. പുണ്യ സ്ഥലങ്ങൾ തേടണ്ട, സ്വോത്രകാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട. നെഞ്ചത്ത് കൈവച്ച് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കൽവാറി സിൽവയിൽ ആട്ടിൻകുട്ടി ഇറക്കപ്പെട്ടെങ്കിൽ അവൻ്റെ ചങ്കിലെ ചോരയാൽ എന്നെയൊന്ന് കഴുകണമെന്ന് ആരിന്ന് രാത്രി പ്രാർത്ഥിക്കും. താങ്കളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കുവാൻ യേശു വരാറാ. ഇസ്രായേലേ, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. 2 വാക്യം കൂടെ വായിക്കുമ്പോൾ അവസാനിപ്പിക്കും. ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ പാട്ട് പാടുമ്പോൾ കർത്താവിൻ്റെ വേലയ്ക്ക് പരദേവനഹോ നമുക്ക് പരദേവനഹോ നമുക്ക് പരിത്രാണനത്തിനധിപൻ, മരണത്തിൽ നിന്നൊഴിവ് കർത്തനാം അഖില ശക്തന് തിരുകരത്തിലുണ്ടനുഷമേ. ഈ പരദേവനഹോ നമുക്ക് പരിത്രാണനത്തിനധിപൻ, മരണത്തിൽ നിന്നൊഴിവ് കർത്തനാം അഖില ശക്തന് തിരുകരത്തിലുണ്ടനുഷമേ. പരദേവനഹോ നമുക്ക് വൻതലയെ തകർക്കും പിഴച്ചു നടക്കുന്നവന്റെ മൂടികൾ, വൻതലയെ തകർക്കും പിഴച്ചു നടക്കുന്നവന്റെ മൂടികൾ, മൂടിയ നറുകയാതനെ മുടിക്കും ആദിനാഥനുര ചേരുതാനനുഷമേ. ഈ പരദേവനഹോ നമുക്ക് പരിത്രാണനത്തിനധിപൻ, മരണത്തിൽ നിന്നൊഴിവ് കർത്തനാം അഖില ശക്തന് തിരുകരത്തിലുണ്ടനുഷമേ. പരദേവനഹോ നമുക്ക്
ശ്രീയേറൂശലേമിലുള്ള ശ്രീയേറൂശലേമിലുള്ള നിന്മന്ദിര നിമിത്തം അരജർ നിനക്കു ഭയന്നു തിരുമുൽ നിന്മന്ദിര നിമിത്തം അരജർ നിനക്കു ഭയന്നു തിരുമുൽ കാഴ്ച കൊണ്ടുവരും യേശുവിന്നു ജയമേശുവിന്നു ജയമേശുവിന്നു ജയമേ ഈ പരദേവനകോ നമുക്ക് പരിത്രാണത്തിനധിപൻ മരണത്തിൽ നിന്നൊഴിവ് കർത്തന മകില ശക്തൻ തിരുകരത്തിലുണ്ടനിശമേ ഈ പരദേവനകോ നമുക്ക് പരിത്രാണത്തിനധിപൻ മരണത്തിൽ നിന്നൊഴിവ് കർത്തന മകില ശക്തൻ തിരുകരത്തിലുണ്ടനിശമേ പരദേവനകോ നമുക്ക് സന്തോഷമുള്ളവർ കരങ്ങളെ അടിച്ചൊന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം. 15 മിനിറ്റ് കൂടെ വചനം, അതിനുശേഷം ആരാധന അവസാനിപ്പിക്കും. സഹിഷ്ണുതയോടെ എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂതലത്തിലെങ്ങും വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഇതാ ഞാൻ വേഗം വരുന്നു, നിൻ്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചുകൊള്ളുക. 2 കാര്യം പറയുമ്പോൾ നിർത്തും, ബാക്കി മറ്റൊരിക്കൽ. അങ്ങനെയെങ്കിൽ ഈ മൈക്രോ ചിപ്പ് മനുഷ്യൻ്റെ ശരീരത്തിൽ വെച്ചാൽ, മൈക്രോ ചിപ്പ് മാത്രമല്ല വെക്കുന്നത്, ചിപ്പിൻ്റെ കൂടെ ഒരു ലിഥിയം ബാറ്ററി കാണും. അതുപോലെ തന്നെ അമേരിക്കക്കാർ പറയുന്ന മൈക്രോ നീഡിൽ പാച്ച്, ഒരു ബാൻഡേഡ് ഒട്ടിച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു കോയിലും കാണും, അതിൻ്റെ കൂടെ ഒരു ബാറ്ററിയും കാണും. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ, എല്ലാവരും ശ്രദ്ധിക്കണം, സയൻസാണ്. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ മര്യാപുരത്തൊരു വീട്, ഒരു പിതാവ് 52, മാതാവ് 50, 2 കുഞ്ഞുങ്ങൾ 24, 22, ഇവരെ 4 പേരുടെ കൈകളിലും ഈ മൈക്രോ ചിപ്പ് വെക്കും. എന്നിട്ട് വിനിമയം മുഴുവൻ ഇത് തന്നെ വേണം, അടിച്ചേൽപ്പിക്കും, വെച്ചേ പറ്റത്തുള്ളൂ. ഇത് വെച്ച് കഴിഞ്ഞാൽ ഇനിയുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. 6 മാസത്തിലൊരിക്കൽ ഇതിൻ്റെ അകത്തെ ലിഥിയം ബാറ്ററി മാറ്റണം. മാറ്റിയില്ലെങ്കിൽ മൈക്രോ ചിപ്പ് പൊട്ടും. ഇതിൻ്റെ പ്രത്യേകത. ഇനി നിങ്ങളുടെ വീട്ടിൽ ടെലിവിഷന് റിമോട്ടുണ്ട്, AC-ക്ക് റിമോട്ടുണ്ട്, ചില ഫാനിന് റിമോട്ടുണ്ട്, CD-ക്ക് റിമോട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം പുറകിൽ 2 ബാറ്ററി ഉണ്ട്, ഇല്ലാതെ ഒരു രക്ഷയില്ല. ആ ബാറ്ററി തക്ക സമയത്ത് മാറിയില്ലെങ്കിൽ ബാറ്ററി പൊട്ടി അതിനകത്ത് ആസിഡ് ഇറങ്ങിയാൽ ആ കമ്പിച്ചുരുൾ ദ്രവിച്ചിരിക്കുന്നത് കാണാം. ഞാൻ ഉപയോഗിക്കുന്ന വാച്ച് ബാറ്ററി ഇടുന്ന വാച്ചാണ്. ഈ ബാറ്ററി തീർന്ന ദിവസങ്ങൾക്കകം മാറ്റിയില്ലെങ്കിൽ ഇത് അവിടെ കിടക്കുമ്പോൾ പെതിയെ ലീക്ക് ചെയ്താൽ, ബാറ്ററിയിൽ ആസിഡ് ഇറങ്ങിയാൽ പിന്നെ വാച്ചിൻ്റെ കാര്യം പോയി. നിങ്ങളുടെ റിമോട്ടിനകത്ത് കമ്പിച്ചുരുളിൽ ഈ കറുപ്പടിച്ച് കഴിഞ്ഞാൽ അഥവാ ദ്രവിച്ചാൽ രക്ഷയില്ല. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഒരു സംഭവമുണ്ട്, 6 മാസത്തിനകം മാറ്റിയില്ലെങ്കിൽ പ്രായം കൂടി അപ്പന് പ്രഷറും ഷുഗറും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് രക്തം ഇതിനെ താങ്ങത്തില്ല, പെതിയെ ഇതങ്ങോട്ട് പൊട്ടും, അത് രക്തത്തിലിറങ്ങും. അന്നൊരു പുണ്ണ് വരും, അതിൻ്റെ പേര് സെപ്റ്റോ വാജനിക് വൂണ്ട്, അല്ലെങ്കിൽ ബ്ലഡ് വൂണ്ട്, രക്തപ്പൊണ്ണ്. ആർക്കും തീരുമാനിക്കാം ഇന്ന് രാത്രി പോകണോ വേണ്ടയോ. വായിക്കാം വെളിപ്പാട് പുസ്തകം 16:2, മൈക്രോ ചിപ്പ് പൊട്ടും. വായിച്ചിട്ട് മോളെ, വെളിപ്പാട് 16:2, അത് കഴിഞ്ഞ് 11-ാമത്തെ വാക്യം വായിച്ചിട്ട് മക്കളെ. ഒന്നാമത്തവൻ പോയി തന്റെ കലശം ഭൂമിയിൽ ഒഴിച്ചു. ഒന്നാമത്തവൻ പോയി തന്റെ കലശം ഭൂമിയിൽ ഒഴിച്ചു. അപ്പോൾ മൃഗത്തിന്റെ മുദ്രയുള്ളവരും, ആ മൃഗത്തിന്റെ മുദ്ര ദാ കിടക്കുന്ന ഈ വരുന്ന മൈക്രോസോഫ്റ്റും ബിൽഗേറ്റ്സും ഒക്കെ ഈ മുദ്ര കൊണ്ടുവരാൻ നിൽക്കുക എലോൺ മസ്കിന്റെ കൂടെ. ദാണ്ട് മൃഗത്തിന്റെ മുദ്രയുള്ളവരും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരുമായ മനുഷ്യർക്ക്. സോഫിയ ചേച്ചി, റോബോട്ടിന്റെ മൂത്ത ചേച്ചി വരുന്നുണ്ട്, ചാറ്റ് GPT. എന്നാൽ പാപ്പനും കൂടെ അവള് വന്നതാ. അവക്കുള്ള മൂത്ത ചേച്ചി ഇനി യെരുശലേം ദൈവാലയത്തിൽ വരുന്നുണ്ട്, ഇസ്രായേലിനോട് ചേർന്ന് ഇതെല്ലാം പറഞ്ഞു. പ്രതിമയെ വണങ്ങാത്ത മനുഷ്യർക്ക്, വായിച്ചിട്ട് മക്കളെ, വല്ലാത്ത ദുർവ്രണമുണ്ടായി. വല്ലാത്ത ദുർവ്രണമുണ്ടായി. ബൈബിൾ സാധാരണ മുറിവല്ല, അല്ലെങ്കിൽ സാധാരണ മനുഷ്യ ശരീരത്തിൽ വരുന്ന ഇതല്ല, ദുർവ്രണം. ഇംഗ്ലീഷിൽ സെപ്റ്റോ വാജനിക് വൂണ്ട്. കരിയത്തില്ല. ഷുഗർ രോഗിക്ക് ചില മുറിവ് വന്നാൽ കാലിൻ്റെ വിരലും കൊണ്ടേ പോകും. ഇനി ഒരു സയൻസ് കൂടെ കേൾക്കാം. മോൾ 11 പറയുമ്പോൾ വായിച്ചേരണം. ദാണ്ടേ, ഈ ചില നായ്ക്കൾ
ശരീരത്തെ മുറിവ് പറ്റി മര്യാപുരത്തൂടെ പോകും. അപ്പോൾ ഈ അപ്പച്ചന്മാർക്കറിയാം അതിൻ്റെ സ്മെല്ല് കേൾക്കുമ്പോൾ. അപ്പച്ചൻ മുറ്റത്തിരുന്ന് പേപ്പർ വായിക്കാന്ന് പറയും, മോളെ ആ ഗേറ്റ് അടച്ചേറ്, കതവ് അടച്ചേറ്. ആ വൃത്തികെട്ട നായ പോകുന്നു. സ്വോത്രം. നായ പോകുന്ന 4 പറമ്പിനപ്പുറം. ആ മുറിവിൻ്റെ സ്മെല്ല്, ശരീരത്തിൽ ഉണങ്ങാത്ത മുറിവിൻ്റെ സ്മെല്ല് അപ്പച്ചൻ അടിക്കും. ഗേറ്റ് അടയ്ക്കാൻ പറയും. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ, ഈ മൈക്രോ ചിപ്പ് വെച്ചാൽ ശരീരത്തിനകത്ത് പരുക്കൾ വരും, അത് പൊട്ടും. അതിൻ്റെ പേര് ദുർവ്രണം. അന്നത്തെ മനുഷ്യൻ്റെ അവസ്ഥ. വെളിപ്പാട് 16:11. കുഞ്ഞു വായിച്ചാട്ട് സഹായിച്ചാട്ട്. അന്ന് അവർ കഷ്ടത നിമിത്തം നാവ് കടിച്ചും കൊണ്ട് കഷ്ടത നിമിത്തം നാവ് വേദന കൊണ്ട് കടിച്ചു മുറിക്കും. അടുത്തത് കഷ്ടങ്ങളും വ്രണങ്ങളും മതി. അതിന്റെ ബാക്കി ഞാൻ തുടരുന്നില്ല. മറ്റൊരവസരത്തിൽ അക്കാലത്ത് മനുഷ്യൻ മരണം അന്വേഷിക്കും. കരമുയർത്തുന്നവർക്കായി മരണം അവരെ വിട്ടോടിപ്പോകും. മര്യാപുരമേ, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. കരമുയർത്താം. ഇതാകുന്നു രക്ഷാ ദിവസം. ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിൽ 2 ഓപ്ഷൻ ഞങ്ങൾ വെക്കുന്നു. നാളെ ഇവിടെ യോഗമില്ല. എതിർ ക്രിസ്തുവിൻ്റെ പൊട്ടുന്ന ചിപ്പ് വേണോ, കാകളത്തിങ്കൽ എടുക്കപ്പെടുന്ന പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര വേണോ? കരമുയർത്തുന്നവർക്ക് ഇന്ന് രാത്രി നാളെ യോഗമില്ല. മര്യാപുരത്തോട് മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം യേശുവിൻ്റെ നാമം. ദേശമേ, ദേശമേ, യഹോവയുടെ വചനം കേൾക്ക. ഈ സത്യവചനം കേട്ട് ഇതുവരെ രക്ഷയുടെ പെട്ടകത്തിനകത്ത് കടക്കാതെ ജീവിതത്തിൻ്റെ ഹല്ലേലൂയ ഉൾക്കാമ്പുകൾ വഹിച്ചുകൊണ്ട് ഓടുന്ന ചെറുപ്പക്കാരി, ഇന്ന് രാത്രി നീ മരിച്ചാൽ നിത്യത എവിടെ? ഇന്ന് രാത്രി കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. ഇന്ന് രാത്രി ഞാൻ കഴിഞ്ഞ ദിവസം ടൈറ്റാനിക്കിനെ പറ്റി പറഞ്ഞു. എന്താ വിശുദ്ധ ബൈബിൾ? ടൈറ്റാനിക്കിനൊരു പ്രത്യേകത. ഒരു വാക്കുകൂടെ മോൾ വായിക്കണം പറയുമ്പോൾ. ടൈറ്റാനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ പത്രത്തിലൊരു വാർത്ത കണ്ടു. ടൈറ്റാനിക്കിൻ്റെ പ്രത്യേകത കണ്ടോ? പഴയ ടൈറ്റാനിക്ക് തകർന്നത് കാണുവാൻ 5 പേര് പോയി. കാനഡക്കാരൻ, ദുബായ്ക്കാരൻ, പാകിസ്ഥാൻകാരൻ. ഒരു പേടകത്തിനകത്ത് ഓഷ്യൻ ടൈറ്റാനിക്. അവർ പൊട്ടിയ കപ്പലിൻ്റെ 450 കിലോമീറ്റർ എത്തുന്ന 450 മീറ്റർ എത്തുമ്പോൾ പേടകത്തിൻ്റെ മർദ്ദം പൊട്ടിത്തെറിച്ചു. പത്രത്തിലുണ്ടായിരുന്നു. പ്രാർത്ഥിക്കാൻ അവർ തീർന്നു പോയി. ഒരുവൻ ധനവാനായി തീർന്നാലും അവൻ്റെ ഭവനത്തിൻ്റെ മഹത്വം വർദ്ധിച്ചാലും അവൻ മരണത്തോടുകൂടെ ഒന്നും കൊണ്ടുപോകുന്നില്ല. 5 ധനവാന്മാർ, ദുബായ്ക്കാരൻ, കാനഡക്കാരൻ, പാകിസ്ഥാൻകാരൻ, അറ്റ്ലാന്റിക്കിൽ 33,000 അടി താഴെ വെള്ളത്തിൽ പോയി പേടകത്തിൽ. എന്നാൽ തൊട്ടുപുറകെ ഒരു വാർത്തയുണ്ടായിരുന്ന സഹോദരി, ഒരമ്മ, 4 പിഞ്ചു കുഞ്ഞുങ്ങൾ, ഒരു കൊച്ചു പൈലറ്റ് ഒരു വിമാനത്തിൽ പോയി അപ്പനെ തേടി. കൊളംബിയൻ കാടുകൾ. 14 വയസ്സ്, 11 വയസ്സ്, 9 വയസ്സ്, 3 പെൺകുട്ടികൾ, 9 മാസമുള്ളൊരു പിഞ്ച് കുഞ്ഞ്, ആൺകുഞ്ഞ്. അമ്മ അപ്പനെ തിരക്കി പോയതാ. രാത്രിയിൽ വിമാനം തകർന്നു, ചിന്നിച്ചിതറി. പൈലറ്റ് മരിച്ചു, അമ്മ മരിച്ചു. 4 കുഞ്ഞുങ്ങൾ 4 സൈഡിൽ. ആദിവാസി മൂപ്പനിൽ ആരോ വന്ന് അയാളും തീ പിടിച്ചു മരിച്ചു. കുഞ്ഞുങ്ങളെ താങ്ങാൻ ആരുമില്ല. 14കാരി, 11കാരി, 9കാരി, 9 മാസമുള്ള കുഞ്ഞ്. 40 ദിവസം വനാന്തരത്തിൽ. പാമ്പുകൾ, വൈകിട്ടും മഴ. ഒരു ജോഡി ഡ്രസ്സുമായി ഇങ്ങനെ നടക്കുക. 40-ാം ദിവസം വനാന്തരത്തിന് അടുത്ത് റോഡുണ്ട്, അവർക്കറിയത്തില്ല. പട്ടാളക്കാർ അവിടെ ആരോ വനത്തിലെ ശബ്ദം കേട്ട് ഓടി വന്നപ്പോൾ 4 പിഞ്ചു കുഞ്ഞുങ്ങൾ. ആംബുലൻസ് വന്ന് പട്ടാളത്തിൻ്റെ. അവരെ ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടം വരെ മലയാള പത്രങ്ങൾ വാർത്ത. അതിൻ്റെ അപ്പുറത്തൊരു കാര്യമുണ്ട്. 4 കുഞ്ഞുങ്ങളെ ആശുപത്രിയിൽ കിടത്തി ട്രിപ്പ് ഗ്ലൂക്കോസ് പമ്പ് ചെയ്യുമ്പോൾ ഒരു പത്രപ്രവർത്തകൻ ചെന്ന് ചോദിച്ചു, ഈ കുഞ്ഞുങ്ങളോടൊന്ന് സംസാരിക്കണം. 14 വയസ്സുള്ള മൂത്ത മകളുടെ അടുത്ത് എന്ന് പത്രപ്രവർത്തകർ ഇംഗ്ലീഷിൽ ചോദിച്ചു. ലാസ്റ്റ് 14 days ഹൂ ഈസ് റൂട്ടഡ് അറ്റ് എവരിതിങ് അറ്റ് കൊളംബിയൻ ഫോറസ്റ്റ്, ആമസോൺ ഫോറസ്റ്റ്. ആമസോണിനോട് കൊളംബിയൻ കാടുകളിനകത്ത്. ഇൻ ദ ഈവനിങ് ഹെവി റെയിൻഫാൾസ്, സൈമുൾട്ടേനിയസ് സ്നേക്സ്. ഭയങ്കര മഴയും പാമ്പുകൊണ്ട്. ആരാ നിങ്ങളെ കരം പിടിച്ച് നടത്തി? ഒരു കയ്യിൽ ട്രിപ്പ് കയറുമ്പോൾ ആ കുഞ്ഞ് കരമുയർത്തി പറഞ്ഞു, മാം, ഐ ഡോണ്ട് നോ, an unseen power rooted everything. ഒരദൃശ ശക്തി ഞങ്ങളെ 40 ദിവസം കാടിനകത്ത് കരം പിടിച്ച് നടത്തിയെങ്കിൽ കർമ്മേൽ ഫസ്റ്റിനകത്ത് പറയണം, ധനവാന്മാർ സമുദ്രത്തിൻ്റെ അടിയിൽ തീർന്നപ്പോൾ അപ്പനെ അമ്മയും നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളെ കരം പിടിച്ച് നടത്തുവാൻ 40 ദിവസം വനാന്തരത്തിനകത്തിറങ്ങിയ കരം എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി പറ, കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതതിൻ്റെ ആഹാരം.
വയലച്ചടിക്ക് പ്രകാശം കൊടുക്കുന്ന ദൈവം. ഈ സത്യവചനം കേട്ടിട്ട് ഇന്ന് രാത്രി മടങ്ങി വാ. കാലം തീരാറായി. യേശു പറഞ്ഞു, യോഹന്നാൻ 9:4 കർത്താവിൻ്റെ ദിവസം കള്ളനെ പോലെ വരാറായി. യോഹന്നാൻ 9:4 മരിയാപുരം എന്നെ അയച്ചവന്റെ വായിച്ചിട്ടുമോ? അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. അതായത് ഇന്ന് സാംബാസ് പറഞ്ഞ് രാജ്യത്തിൻ്റെ സുവിശേഷം ഭൂതലത്തിലൊക്കെയും സകല ജാതികൾക്ക് സാക്ഷ്യമായി പ്രസംഗിക്കപ്പെടും. മരിയാപുരമേ, വചനത്തെ കേൾക്കാം. ഒരു വ്യക്തിയെങ്കിലും ഈ രാത്രി കർത്താവിന് വേണ്ടി കരമുയർത്തുക. വീട്ടിലോ റോഡിലോ ആകട്ടെ, സ്വർഗത്തിൻ്റെ ക്യാമറ. അടുത്തത് ഈ ലക്ഷണങ്ങൾ കണ്ടിട്ട് യേശു ഒരു കാര്യം പറഞ്ഞു. മൈക്രോചിപ്പൊക്കെ പൊട്ടി മനുഷ്യൻ മരിക്കാൻ കൊതിക്കുന്ന കാലം, ആ ദിനത്തെക്കുറിച്ച് എൻ്റെ നാഥൻ പറഞ്ഞു. വായിച്ചാട്ട് മക്കളെ, ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. കരമുയർത്തുന്നവർക്കായി ഇതുവരെ കാണാത്ത, ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. എന്നാൽ എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന മരിയാപുരത്തെ ദൈവസഭയിലെ കുഞ്ഞുങ്ങൾ പറയണം, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. ദൈവത്തിൽ വിശ്വസിപ്പേ, എന്നിലും വിശ്വസിപ്പേ. എൻ്റെ പിതാവിൻ്റെ സന്ധിയിൽ അനേക വാസസ്ഥലമുണ്ട്. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് മടങ്ങി വന്ന് ചേർത്തുകൊള്ളൂ. മരിയാപുരമേ, ചെങ്കലെ, വ്ളാത്താങ്കരെ, ഉലകത്തിലെ മഹാന്മാരെല്ലാം ഇന്ന് രാത്രി കല്ലറയ്ക്കകത്ത് കിടക്കുമ്പോൾ കല്ലറ വിട്ട് ഉയർത്തെഴുന്നേറ്റ ഒരുവൻ, പടിഞ്ഞാറെ പലസ്തീനിൽ അരിമത്യക്കാരനായ യോസഫിൻ്റെ കല്ലറ ഇന്നും തുറന്നു കിടക്കുന്ന 26 ഭാഷകളിൽ അവിടെ എഴുതി വെച്ചിരിക്കുന്ന അവൻ ഇവിടെ ഇല്ല. മരിച്ചവരിൽ ആദ്യമല കറ്റയായി ഉയർത്തെഴുന്നേറ്റു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാർ ചാച്ചാജിയും ബാപ്പുജിയും ഇന്ദിരാജിയും രാജീവ്ജിയും രാജ് ഘട്ടൽ, റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് ക്രെംലിന് സ്റ്റാലിനോ, ഫ്രെഡറിക് ഏംഗൽസ് ബ്രിട്ടനകത്ത് കിടക്കുന്നു. എന്നാൽ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മരിച്ചവരിൽ ആദ്യമല കറ്റയായി ഉയർത്തെഴുന്നേറ്റെങ്കിൽ തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി രണ്ടാമതും അവൻ വാനമേഘത്തിൽ വരും. കരമുയർത്തുന്നവർക്കായി കൂടാരമായ ഭൗമഭവൻ, മണ്ണിനകത്ത് കെട്ടുപോയാലും കൈപ്പണിയല്ലാത്ത നിത്യഭവനം ഒരുക്കി കാന്തൻ വരാറായി. കുഞ്ഞാടിൻ്റെ കല്യാണവും വന്നു. തൻ്റെ കാന്തയും തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ. പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാനെന്ന് കണ്ടോട്ടെ. 2 പ്രാവിനെ യാഗപീഠത്തിൽ മഹാപുരോഹിതൻ കൊണ്ടുവരും. കാലുകൾ മാത്രം കെട്ടിയിരിക്കും. അതിൽ നല്ല മേധസ്സുള്ള പ്രാവിനെ മഹാപുരോഹിതൻ നോക്കും. മാർപ്പതക്കത്തിലെ കത്തിയെടുത്ത് പ്രാവിൻ്റെ കഴുത്തറക്കും. മറ്റേ പ്രാവിൻ്റെ പുറത്ത് തെറിക്കും. ആ രക്തം തലയോടുകൂടി ഊറ്റും. ഉടലറ്റ പ്രാവ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ചേതനയേറ്റ് പിടയ്ക്കുക, മറ്റേ കാൽ കൂടെ മറിയുക. പക്ഷേ കട്ടറക്കാൻ ആരുമില്ല. ചില നിമിഷങ്ങൾ യാഗത്തളി കഴിയുമ്പോൾ ചേതനയറ്റ പ്രാവിൻ്റെ ഉടൽ ഭാഗം ഇങ്ങനെ വിറങ്ങലിക്കും. മറ്റവൻ കണ്ണു അടച്ചിരിക്കും. യാഗപീഠത്തിൽ രക്തത്തളി കഴിഞ്ഞ് വെള്ളമെടുത്ത് മഹാപുരോഹിതൻ വൃത്തിയാക്കി മാർപതക്കത്തിന്ന് കത്തി തിരിച്ചിടാൻ നോക്കുമ്പോൾ, പുറകെ നോക്കുമ്പോൾ, ഒരു പ്രാവിനെ യാഗം കഴിഞ്ഞ് ഇനി മറ്റവൻ്റെ ആവശ്യമില്ല. ഉടൽ കെട്ടിയിട്ട പ്രാവിൻ്റെ കെട്ടിനകത്ത് കത്തി വെച്ചറക്കും. ലേവിയ ഗോത്രത്തിൻ്റെ യാഗങ്ങളിലൊന്ന് കുറുപ്രാവിൻ്റെ അറപ്പിൽ കെട്ട് ലൂസാകുമ്പോൾ പ്രാവ് ജീവനും കൊണ്ട് സ്ഥലം വിടും. രക്തം തെറിച്ച പ്രാവ് പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും കരമുയർത്തുന്നവർക്കായി. മരിയാപുരത്ത് ഇത്രയും പ്രസംഗം കേട്ടിട്ട് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച അപ്പച്ച അമ്മച്ചി, ആരും നിന്റെ മുഖം കണ്ടില്ലെങ്കിലും നിന്റെ മുഖം കാണുന്ന നല്ല ദിനം വരാറായി. രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് സ്നാനമേറ്റ് ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിന്ന് തിരുമേശയിൽ പങ്കാളിയാകുന്ന ദൈവസഭയെ ചേർക്കുവാൻ യേശു വരാറായി. ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. എൻ്റെ ശബ്ദം കേട്ട ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും അത്താഴം കഴിക്കും. ഈ വർഷം ഇവിടെ ഇനി കർമ്മേൽ കൺവെൻഷനില്ല. മക്കളെ, അവസരങ്ങൾ നഷ്ടപ്പെട്ടത്. 10 വർഷമായി സുവിശേഷം കേൾക്കുന്നു. യേശുവിൻ്റെ കൂടെ ഒരുവനുണ്ടായിരുന്നു, യൂദ. അവൻ്റെ അകത്ത് പണത്തിൻ്റെയും ദിവ്യാഗ്രഹത്തിൻ്റെയും ആത്മാവ്. 5 അവസരം യൂദായ്ക്ക് ദൈവം കൊടുത്തു. 1, എന്നോടുകൂടെ താലത്തിൽ കൈമുക്കുന്നവൻ, എന്നോടുകൂടെ പന്തിയിലിരിക്കുന്നവൻ. അത് കഴിഞ്ഞ് മനുഷ്യപുത്രനെ ചുംബനത്തിൽ കൂടി കാണിച്ചു കൊടുക്കുന്നവൻ. 4, അതിൻ്റെ ഏറ്റവും നിർണായകമായി ഒരു കാര്യം, യൂദായെ നോക്കി കാൽവറിയിൽ ഒരു കാര്യം പറഞ്ഞു. എന്നോടുകൂടെ താലത്തിൽ മുക്കുന്നവൻ, എന്നോടുകൂടെ പന്തിയിലിരിക്കുന്നവൻ, എന്നോടുകൂടെ ഹല്ലേലൂയ മനുഷ്യപുത്രനെ ചുംബനത്തിൽ കൂടി കാണിച്ചു കൊടുക്കുന്ന. 4, ആ മനുഷ്യൻ ജനിക്കാതെ ഇരുന്നെങ്കിൽ. 5, കാൽവറിയിൽ യേശു പറഞ്ഞു, ഇവർ ചെയ്യുന്നതെന്തെന്നറിയാക്കിയാൽ
ഇവരോട് ക്ഷമിക്കണമേ. 5 അവസരമായി യൂദായ്ക്ക് കൊടുത്തത്. അവസാനം അവൻ അക്കൽദാമയിൽ 30 വെള്ളിക്കാശ് പുരോഹിതന്മാരുടെ മുമ്പിൽ കൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് ഒരു മരത്തിനകത്ത് കയറി. ആ മരത്തിൻ്റെ ചില്ല പൊട്ടിയോ എനിക്കറിയത്തില്ല, അല്ലെങ്കിൽ കയറ് പൊട്ടിയോ, താഴേക്ക് വീണ് കുടൽമാല തെറിച്ചു. അവൻ മരണപ്പെട്ടു. 3.5 വർഷം അപ്പം തിന്നവൻ, അത്ഭുതം കണ്ടവൻ, അതിശയം കണ്ടവൻ വചനത്തിൽ നിന്ന് വ്യതിചലിച്ചു. അവൻ നീചമായി കൊല്ലപ്പെട്ടു. അതാ എന്താ വീരന്മാർ പട്ടുപോയതെങ്ങനെ. എന്നാൽ കാൽവറിയിൽ 2 കള്ളന്മാർ. എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കാറായി. കാൽവറിയിൽ 2 കള്ളന്മാർ. ഒരു കള്ളൻ യേശുവിനോട് പറഞ്ഞു, എഴുതി വെച്ച യഹൂദന്മാരുടെ രാജാവ്, നീ അത്ഭുതക്കാരനാ, നീ നിന്നെ തന്നെ രക്ഷിക്കണം, ഞങ്ങളെയും രക്ഷിക്കണം. മറ്റേ കള്ളൻ ഇവൻ സംസാരിക്കുമ്പോൾ അവൻ്റെ കയ്യിലും കരത്തിൽ വാണിയ, എങ്കിലും തല വെട്ടിച്ച് എൻ്റെ പ്രാണനാഥനെ നോക്കി. അപ്പോൾ അവൻ്റെ മുഖത്തൊരു തേജസ് അടിച്ചു. അവൻ മറ്റേ കള്ളനോട് പറഞ്ഞു, നീ മിണ്ടരുത്. 5 കോടതികൾ മാറി 7 പ്രാവശ്യം വിസ്തരിച്ചിട്ടും അവനിൽ യാതൊരു കുറ്റവുമില്ല. നമ്മൾ യഥാർത്ഥത്തിൽ തൂങ്ങേണ്ടവരാ, ഇവനിൽ യാതൊരു കുറ്റവുമില്ല. അത് പറഞ്ഞിട്ട് വീണ്ടും ഒന്ന് നോക്കിയപ്പോൾ യേശു പ്രാണനെ വിട്ടില്ല. ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവന് കിടിവിട്ടിര്, ഇവൻ ഇവിടെ തീർന്നാലും രാജാക്കന്മാരുടെ രാജാവായി മടങ്ങി വരും. കള്ളൻ ഒരു കാര്യം പറഞ്ഞു, യേശുവേ, ഈ കാൽവറിയിൽ നീ അസ്തമിച്ചാലും രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ ഈ കള്ളുകുടിയനും കൊലപാതകിയും പട്ടണത്തെ ചൂടുന്നവനുമായ എന്നെയും ഓർക്കേണമേ. സ്വോത്രം. യേശു പറഞ്ഞില്ല IPCയുടെ കൗൺസിൽ ചോദിക്കുമെന്ന്. അത് കഴിഞ്ഞ് AGയുടെ കൗൺസിൽ ചോദിക്കുമെന്ന് പറഞ്ഞില്ല, സിയോൻ സംഘത്തിൽ ചോദിക്കുമെന്ന് പറഞ്ഞില്ല, പാളയത്തരമനെ പോകുമെന്ന് പറഞ്ഞില്ല. മടങ്ങി വന്ന് നോക്കിയവനെ നോക്കി യേശു പറഞ്ഞു, കുഞ്ഞെ, ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിലിരിക്കും. കരമുയർത്തുന്നവർക്കായി 3.5 വർഷം അപ്പം തിന്ന് അത്ഭുതം ചെയ്തവൻ ലോകത്തിൻ്റെ മോഹത്തിനകത്ത് പട്ടുപോയെങ്കിൽ മിനിറ്റ് കൊണ്ട് കാൽവറി മുഖത്തേക്ക് കണ്ട് രക്ഷ പ്രാപിച്ചവനെ നിത്യതയുടെ കവാടത്തിൽ ചേർക്കുവാൻ യേശു വരാറായി. ഇന്ന് രാത്രി ബുദ്ധിമാന്റെ യാത്ര മേൽപോട്ടാകുന്നു. ഇന്ന് രാത്രി മര്യാപുരമേ പ്രഭാഷണം അവസാനിക്കുന്നു. വഴിയിൽ വെച്ച് പട്ടുപോകാതിരിപ്പാൻ പുത്രനായ ക്രിസ്തുവിനെ ചുംബിപ്പി. നമ്മുടെ നാഥൻ വരാറായി. കുഞ്ഞാടിൻ്റെ കല്യാണവും വന്നു. തൻ്റെ കാന്തയും തന്നെത്താൻ വിശദീകരിക്കട്ടെ. രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് അനുദപിച്ച് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നിന്ന് കർത്തൃമേശയിൽ പങ്കാളിയായി പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ദൈവകുഞ്ഞുങ്ങളെ ചേർക്കാൻ യേശു വരാറായി. സഹിഷ്ണുതയോടെ എൻ്റെ വചനം നീ കാത്തതുകൊണ്ട് ഭൂതലത്തിലെങ്ങും വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്തും ദൈവസഭയെ ഞാൻ കാക്കും. മര്യാപുരമേ, ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ ഈ രാത്രി നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചുകൊള്ളുക. ജയിക്കുന്നവനെ ആലയത്തിൻ്റെ നടുത്തൂണായി മാറ്റുവാൻ യേശു വരാറായി. ആത്മാവ് സഭകളോട് പറയുന്ന ഈ രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇതുവരെയും ഈ വചനം കേട്ടിട്ട് രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ കരമുയർത്തി ഇന്ന് രാത്രി യേശു രക്ഷകൻ എന്ന് പറഞ്ഞ് സ്വീകരിച്ചാട്ടെ. ഇവിടെ ഇതുവരെയും ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ യോഗം പ്രാർത്ഥിച്ച് അവസാനിക്കുമ്പോൾ ഞങ്ങളുടെ മുൻപിലേക്ക് വാ. പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി. എല്ലാവരും എഴുന്നേറ്റാട്ടെ. കരങ്ങൾ അടിച്ചുകൊണ്ട് മര്യാപുരത്ത് ലോകം പാപം പിശാച് എന്നെ തൊടുകയില്ല. കുവൈറ്റിൽ അനേകം പേർ മരിച്ചു. ഈ വർഷം നല്ല കാലമൊന്നുമല്ല. മരണങ്ങൾ, തീപിടുത്തങ്ങൾ, ഭൂചലനങ്ങൾ. ഇതിൻ്റെ നടുവിൽ ഇന്നലെ പട്ടണത്തിൽ മിന്നിയ പലരും ഇവിടെയില്ല. അതിൻ്റെ നടുവിൽ എന്നെ കാത്ത ദൈവം നന്ദിയോടെ സ്തോത്രം. എല്ലാ കരങ്ങളും അടിച്ച് കുഞ്ഞുങ്ങളോട് ചേർന്ന് ഇന്നലെ മിന്നിയ ഉന്നത ശ്രേഷ്ഠന്മാർ ഈ പട്ടണത്തിൽ അവർ പോയി സാധുവായ എന്നെ അപ്പച്ചൻ നിർത്തിയതിനായി ലോകം പാപം പിശാച് എല്ലാ കരങ്ങളും അടിച്ച് റീകച്ചാനക ബൗദ്ധമനാഥന ബന്ധൽക്കമന അധുന വൈഡമന എല്ലാ കരങ്ങളും അടിച്ച് നാളെ യോഗമല്ല പരിശുദ്ധാത്മാവിന്റെ സംഗതിയിൽ ആരാധിച്ചാട്ടെ. ജഗതല ബൗഡല സന്ധര ദിഗജല അധുന വൈഡം എല്ലാ കരങ്ങളും അടിച്ച് ഇന്നലെ മിന്നിയ ഉന്നത ശ്രേഷ്ഠന്മാർ അന്യരായിരുന്നു മണ്ണിൽ. ശക്തിയോടെ ഇന്നലെ മിന്നിയ ഉന്നത ശ്രേഷ്ഠന്മാർ അന്യരായിരുന്നു മണ്ണിൽ. സാധുവായ എന്നാലും സാധു ഞാൻ സന്നിധി നിന്നതും
എന്നാലോ സാധു ഞാൻ സന്നിധി നിന്നതും യേശുവേ കൃപയാ. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല, എന്നെ കാണുകയില്ല. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ചിറകിൻ മറവിലാണ് ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങ് ചിറകിൻ മറവിലാണ് ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. നിർത്തിയതാണെന്ന് നിന്നതല്ല ഞാൻ, എത്ര സ്തുതിച്ചിടണം. എല്ലാ കരങ്ങളും തട്ടി ആരാധിച്ചാട്ടെ. നിർത്തിയതാണെന്ന് നിന്നതല്ല ഞാൻ, എത്ര സ്തുതിച്ചിടണം. നിന്ന പരിഹാസം സഹിച്ചു ഞാൻ, എത്ര നാൾ കാത്തിടണം. പാപം പിശാചെന്നെ തൊടുകയില്ല, ശത്രു എന്നെ കാണുകയില്ല. പാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങ് ചിറകിൻ മറവിലാണ് ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അപ്പച്ചന്റെ ചിറകിൻ മറവിൽ, ചിറകിൻ മറവിലാണ് ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ഒന്നിക്കും ഒരു നാൾ കാണൽ വരാറായി, ഒരു നാൾ സ്വർഗ്ഗകൂടാരത്തിൽ വന്നിക്കും നാളിൽ ഒന്നിക്കും ഒരു നാൾ സ്വർഗ്ഗകൂടാരം വന്നിക്കും ഞാൻ നാളിൽ. എന്നിനി പ്രിയന്റെ പൊന്മുഖം കാണും, ഓ എന്നിനി പ്രിയന്റെ പൊന്മുഖം കാണും ഞാൻ. എല്ലാ കരങ്ങളും അടിച്ചാരാധിച്ചു. പാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. പാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങ് ചിറകിൻ മറവിലാണ് ഞാൻ, എന്റെ വിശ്വാസം. ഓ എന്റെ ചിറകിൻ മറവിലാണ് ഞാൻ, വിശ്വാസം വർദ്ധിപ്പിക്കണേ. കർത്താവിന്റെ സ്നേഹം മര്യാദ സ്നേഹത്തിൽ എന്നും വസിച്ചിരുവ വൻകൃപയേകിടണേ. കർത്താവിൻ സ്നേഹത്തിൽ എന്നും വസിച്ചിരുവ വൻകൃപയേകിടണേ. ഭിന്നത വിദ്വേഷം ഇല്ലാതെ കൃപ നൽകിടണേ. ലോകം പാപം എല്ലാ കരങ്ങളും അടിച്ചാരാധിച്ചാണ്. ശത്രു എന്നെ കാണുകയില്ല, ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങ് ചിറകിൻ മറവിലാണ് ഞാൻ. എല്ലാ കരങ്ങളും അടിച്ചാരാധിച്ചാണ്. വിടുതലിന്റെ രാത്രി, സൗഖ്യത്തിന്റെ രാത്രി. അപ്പച്ചന്റെ തിരക്കരം, കാൽവറിയിലെ അടിപ്പിടലിന്റെ കരം. എല്ലാ ക്യാൻസറുകളും, എല്ലാ ട്യൂമറുകളും, എല്ലാ ആർത്രൈറ്റിസുകളും, എല്ലാ തൈറോയ്ഡ് രോഗങ്ങളും യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അടിയട്ടെ. ആണ്ടവരൻ വല്ലമായി ഒട്ടോളമല്ല അരയോളമല്ല നീന്തി തുടിക്കാൻ കഴിയാത്ത ദൈവ കൃപ ഇന്ന് രാത്രി ഇതിനകത്ത് ഒഴുകട്ടെ. എല്ലാ അന്ധകാര ശക്തികളും ദൂതന്റെ പോരുകളും യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അല്പസമയം അന്യഭാഷയിൽ ആരാധിച്ചാട്ടെ. ദേശത്ത് വ്യാപരിക്കുന്ന അന്ധകാര കെട്ടുകൾ, ജാതീയ കെട്ടുകൾ, ദൂതന്റെ പോരുകൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. 12 വർഷം രക്തസ്രാവക്കാരി സ്ത്രീ അനേക വാതിലുകൾ മുട്ടിയിട്ട് ഒരു സൗഖ്യമില്ലാതിരുന്നപ്പോൾ യേശുപ്പച്ചന്റെ തൊങ്ങൽ തൊട്ടപ്പോൾ ഒരു വിടുതൽ സംഭവിച്ചതുപോലെ പരിശുദ്ധാത്മാവിന്റെ കൃപ ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപരിക്കട്ടെ. എല്ലാ ക്യാൻസറുകളും, എല്ലാ ട്യൂമറുകളും, എല്ലാ ആർത്രൈറ്റിസുകളും, എല്ലാ തൈറോയ്ഡ് രോഗങ്ങളും യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി അടിയട്ടെ. കൃപയേ, കൃപയേ, കൃപയേ. കാൽവരിയുടെ കൊലക്കളത്തിൽ 39 അടികൾ ഏറ്റുവാങ്ങി 186 മുള്ളുള്ളൊരു കിരീടം പീലാത്തോസിന്റെ കാര്യപാണികളാൽ ശരീരം തുളയ്ക്കപ്പെട്ടു. പത്മോസിൽ കാണുന്നത് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നിലേങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കിട്ടി അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, കാലുള്ളിൽ ചുട്ടുപഴിപ്പിച്ചതുപോലെ പെരുവെള്ളത്തിന്റെ ഇരച്ചൽ പോലെ മഹാനാദം. യോഹന്നാൻ മുട്ടുമടക്കി ഒരു കരം അവനെ തൊട്ടു. ആദ്യൻ അന്ത്യൻ. ഇന്ന് രാത്രി യോഹന്നാനെ തൊട്ട കരം എന്നെ തൊടണമെന്ന് ആർക്ക് പ്രത്യാശയുണ്ട്? അവർ ആ കരം ഉയർത്തിയാട്ടെ. ദൈവദാസന്റെ കരമല്ല, സ്വർഗത്തിന്റെ ക്യാമറ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി വീതിയിൽ, റോഡിൽ മദ്യപാനികളെ കരമുയർത്തിയാട്ടെ, ക്യാൻസർ രോഗികളെ കരമുയർത്തിയാട്ടെ, കിടക്കയിൽ കിടക്കുന്നവരെ കരമുയർത്തിയാട്ടെ. 10 ദിവസമായി ദൈവത്തിന്റെ ദൂതന്മാർ ഇവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഏഞ്ചൽസിന്റെ ടച്ചിങ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. അത്ഭുത രോഗശാന്തി പകരുന്നവന്റെ കരം ഇവിടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. യെസ്, എല്ലാ കരങ്ങളും ഉയർത്തി. നീ മാത്രം എല്ലാ കരങ്ങളും
യേശുവേ 2024 മരിയാപുരം എല്ലാ കരങ്ങളും സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനായ യോഗ്യൻ യേശുവേ. Hallelujah. Yes Lord, thank you. Hallelujah. എല്ലാ കരങ്ങളും ഏഴുവിളക്കിൻ നടുവിൽ പത്താമത് രാത്രി இந்த நைட்டுக்குள்ள ஆண்டவரின் வல்லமை ഭാരത്തു പൊൻകച്ച അണിഞ്ഞും നാദാ ഒരിക്കൽ കൂടി ഏഴ് വിളക്ക് എല്ലാ കരങ്ങളും ഏഴുവിളക്ക് നടുവിൽ ശോഭ പൂർണ്ണ മാറത്ത് പൊൻകച്ചയണിഞ്ഞും കരങ്ങളെ തൂക്കി ആദ്യനും അന്ത്യനും ആദ്യനും അന്ത്യനും യേശു മാത്രം മാത്രം മരിയാപുരം ചെങ്കൽ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനായ കുഞ്ഞാണ് യേശുവേ. Hallelujah. Hallelujah. നിന്റെ രൂപവും ഭാവവും ഒരിക്കൽ കൂടി നിന്റെ രൂപവും ഭാവവും എല്ലാ കരങ്ങളും ഉയരട്ടെ. ദൈവ സാന്നിധ്യം ചർച്ചിനകത്ത് ഗ്രൗണ്ടിലാകട്ടെ. ഹോളി സ്പിരിറ്റിന്റെ പവർ, അവന്റെ ആത്മശക്തി രോഗകെട്ടുകൾ അഴിയുന്നു. ഈ മക്കളിലേക്ക്, അപ്പച്ചന്മാരിലേക്ക്, അമ്മച്ചിമാരിലേക്ക്, കുഞ്ഞുങ്ങളിലേക്ക്, പഠിക്കുന്ന മക്കളിലേക്ക്, അറിയുന്ന കുഞ്ഞുങ്ങളിൽ ഒരിക്കൽ കൂടി നിന്റെ രൂപവും ഭാവവും നിന്റെ രൂപവും ഭാവവും Lord, the mighty moments provided in this time. Special thanks, Carmel Fest in this evening. All people surrounded the mighty name of Jesus. ഈ പട്ടണത്തിലേക്ക്, ഈ സഭയിലേക്ക് എല്ലാ കരങ്ങളും ആദ്യനും അന്ത്യനും നീ മാത്രം സ്തുതികൾക്കും പുകഴ്ചയ്ക്കും നാളയോഗങ്ങളിൽ എല്ലാ കരങ്ങളും ഉയരട്ടെ. കുഞ്ഞാട് നീ അറുക്കപ്പെട്ടു. ക്രിസ്തുലോ ഈ 10ാമത് കർമ്മേൽ ഫെസ്റ്റിന്റെ രാത്രിവൈകിയ വേളയിൽ സത്യസുവിശേഷവും കാലഘട്ടത്തിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങളും വളരെ വിശദമായി കർത്തൃത്തിൽ കൂടെ കേൾക്കുവാനിടയായി അങ്ങയുടെ ദാസനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആയുസ്സോടെ ആരോഗ്യത്തോടെ ഇനിയും അനേക സ്ഥലങ്ങൾ കർത്താവിനെ ഉയർത്തുവാൻ ദൈവം തനിക്ക് ബലം തരേണ്ടതിനായി പ്രാർത്ഥിക്കാം. തൃശ്ശൂരിനായി പ്രാർത്ഥിക്കാം, പാലക്കാടിനായി പ്രാർത്ഥിക്കാം, കുവൈറ്റിനായി പ്രാർത്ഥിക്കാം. എല്ലായിടത്തും ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ഇന്ത്യക്കായി പ്രാർത്ഥിക്കാം. മരിയാപുരത്തിനായി, ശങ്കൽ പഞ്ചായത്തിനായി ഈ സുവിശേഷം കേട്ട ഉച്ചഭാഷണിൽ കൂടെ ദേശക്കാരെ അനേക രക്ഷിക്കപ്പെട്ടിരിക്കാം. അവരെയൊക്കെ അനുഗ്രഹിച്ച് അടുത്ത നാളുകളിൽ ദൈവസഭയ്ക്ക് എത്തുകൊണ്ടെന്ന് അനുഗ്രഹം പ്രാപിപ്പാൻ തിരുകൾ ഏൽപ്പിക്കുമ്പോ പൊഴിയിൽ സഭയുടെ കർത്തദാസനും എന്റെ അനിയനുമായ പാസ്റ്റർ ബോബൻ മുന്നോട്ട് വന്ന് പ്രാർത്ഥിക്കുകയും പ്രൈസിന്റെ പിതാവ് ആശീർവാദം പറയുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്.
പ്രാർത്ഥനയ്ക്കായി നമുക്ക് വീണ്ടും തലകണമടക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളിൽ നിന്നും വിശ്വസ്തനും വാക്കുമാറാത്തനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട കർമ്മേൽ ബസിന്റെ 10ാമത്തെ രാത്രികാലം, ഈ അവസാന നിമിഷം ദൈവസന്നിധി ഞങ്ങൾക്കായിരിക്കുവാൻ കൃപയാൽ ഞങ്ങളുടെ ജീവിതത്തിൽ നമ്മൾ ലഭിച്ചതായ ഈ മഹനീയമായ നല്ല സമയത്തിനായി ഞങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നു. താപേ, പ്രാരംഭ ദിവസം മുതൽ നിന്റെ അവസാന ദിവസത്തിലും ഈ അവസാന നിമിഷവും ദൈവത്തിന്റെ മഹനീയമായ സ്ഥാനം ഞങ്ങൾക്ക് ഈ രാത്രികാലം അനുഭവിപ്പാൻ, താവേ ദേശത്തോട് ആവശ്യമായ ദൈവത്തിന്റെ ആലോചന കേൾപ്പിക്കുവാൻ, സഹിഷ്ണുതയെ കുറിച്ചുള്ള എന്റെ വചനത്തെ നീ കാത്തതുകൊണ്ട് വരുവാനുള്ള പരീക്ഷാകാലത്തും ആമേ നിന്നെ കാക്കുവാൻ, ആമേ ഹല്ലേലൂയ, ദേശത്തോട് ആഹ്വാനം ചെയ്ത ദൈവത്തിന്റെ വചനം ആമേ കേട്ട് കേൾക്കാത്തവരെ പോലെയല്ല, കേൾക്കുന്ന ഹൃദയ ശക്തിയോട് കരുതിക്കൊള്ളുവാൻ ഈ രാത്രിയിൽ ഞങ്ങളുടെ ജനഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ തലകളമടക്കിയ എല്ലാ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു, നല്ല ദേശനിവാസികൾക്കായി പ്രാർത്ഥിക്കുന്നു, സഭാ വിശ്വാസികൾക്കായി പ്രാർത്ഥിക്കുന്നു, എന്റെ സംഘാടകർക്കായി പ്രാർത്ഥിക്കുന്നു, എന്റെ പ്രാർത്ഥിച്ച സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. മുഴുവൻ മഹത്വവും ദൈവനാമത്തിന് വേണ്ടി തന്നെ ആയിത്തീരട്ടെ എന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഗാനങ്ങൾ പാടി ആരാധിക്കുവാൻ തന്റെ ദാസന്മാരെ ബലപ്പെടുത്തിനായി സ്തോത്രം. ഈ രാത്രിയിൽ കർത്താവേ ആവശ്യമ ദൈവത്തിന്റെ ആലോചന കൽപ്പിച്ച കർത്തദാസനായി പ്രാർത്ഥിക്കുന്നു. ആരോഗ്യവും ബലവും ദീർഘായുസ്സും കൊടുത്ത് അയക്കുന്ന കർത്താവേ, പകലെടുത്തോളം കാലം അയച്ചവന്റെ പ്രവൃത്തി ചെയ്യുവാൻ ഈ നാളുകളിൽ കരങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്ന നിങ്ങൾക്കായി സ്തോത്രം. നിങ്ങൾ പിരിയാത്ത സാന്നിധ്യം നിറയ്ക്കണം. മഹത്വം അവിടെ നിന്ന് എടുക്കണമേ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിന്റെ പിതാവേ. ആശീർവാദം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായും ഇന്നും നിലയും മാറ്റമില്ലാത്ത സന്ദേശം അറിയിച്ച കർത്താവിൻ്റെ ദാസനോടും കഴിഞ്ഞ 8 ദിവസം കർത്താവിൻ്റെ മാറ്റമില്ലാത്ത ദാസനോടും ഗാനങ്ങളാൽ ലഭിച്ച എൻ്റെ മക്കളോടും കടന്നു ദൈവമക്കളോടും ഭൂലോകത്തിൽ സകല വിശുദ്ധന്മാരോടും ലോകാവസാനത്തോന്നേക്കിരിക്കുമാറാകട്ടെ. അടുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.